വെബിനാർ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ എന്റെ പേര് ആഞ്ജനേയൻ. ഞാൻ കോലുയുടെ ബിസിനസ് ഹെഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. നമ്മളുടെ മറ്റൊരു കോലു കൺസ്ട്രക്ഷൻ ആൻഡ് ഇന്റീരിയർ വെബിനാറിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വാം വെൽക്കം. ഇന്നത്തെ നമ്മളുടെ വെബിനാർ ഇന്റീരിയർ ഡിസൈൻസിനെ കുറിച്ചാണ്. ഹൈ എൻഡ് ഇന്റീരിയർ ഡിസൈൻസ്. ഇന്റീരിയർ പല രീതിയിലും നമുക്ക് ചെയ്യാൻ പറ്റും. പ്രീമിയം ആയിട്ടും ചെയ്യാൻ പറ്റും. പക്ഷെ പ്രീമിയം ഇന്റീരിയർ ചെയ്യുമ്പോൾ അത് ഒരുപാട് എക്സ്പെൻസീവ് ആവുമോ? ഒരു പ്രീമിയം ഇന്റീരിയർ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അങ്ങനെയൊക്കെയുള്ള ഒത്തിരി സംശയങ്ങൾ നമ്മൾ പലർക്കും ഉണ്ടാവാറുണ്ട്. അപ്പോ അതിനെ പറ്റി ഡിസ്കസ് ചെയ്യാനും നിങ്ങളുടെ സംശയങ്ങളെല്ലാം തന്നെ തീർക്കാനും ക്ലിയർ ചെയ്യാനുമായിട്ടുള്ള ഒരു എക്സ്പേർട്ട് ആണ് ഇന്നത്തെ നമ്മളുടെ ഗസ്റ്റ് ആയിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. സാറിന്റെ പേര് പ്രിൻസ് ഫ്രാൻസിസ്. ഹീസ് ബേസിക്കലി ദ ഫൗണ്ടർ ആൻഡ് സിഇഒ ഓഫ് ഡിയറസ്റ്റ് ലിവിങ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഓർഗനൈസേഷൻ. നമ്മളുമായിട്ട് വളരെ ക്ലോസ് അസോസിയേഷൻ ഉള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. മാർക്കറ്റിൽ വളരെയധികം ഇന്റീരിയർ ഡിസൈനിൽ എക്സ്പെർട്ടീസ് ഉള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. ആൻഡ് സാറിന് ഓൾമോസ്റ്റ് 15 ഇയേഴ്സ് ഇൻഡസ്ട്രിയിൽ എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ വളരെയധികം ഇന്റീരിയറിൽ അവാർഡ്സ് ലഭിച്ചിട്ടുണ്ട്. ഈഗിൾ ബെസ്റ്റ് എന്റർപ്രണർഷിപ്പ് അവാർഡ് ഇൻ 2023. പിന്നെ സംരംഭം ബെസ്റ്റ് ഇന്റീരിയർ ഡിസൈൻ അവാർഡ് ഇൻ 2019. അങ്ങനെ ഇന്റീരിയർ മേഖലയില് എക്സ്പീരിയൻസും പിന്നെ റെക്കഗ്നിഷൻസും ലഭിച്ചിട്ടുള്ള ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഒരു പ്രീമിയം ഇന്റീരിയർ നമ്മളുടെ ഹോം ഓണേഴ്സിന് എങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റും, അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, സാധാരണ ചെയ്യാൻ സാധ്യതയുള്ള മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണ്, അങ്ങനെ ഓരോ പോയിന്റുകളും നോട്ട് ചെയ്ത് അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു സെഷനാണ് ഇന്നത്തത്. അത് കൂടാതെ തന്നെ ഈ സെഷൻ അവസാനം നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുള്ള സംശയങ്ങൾ സാറുമായിട്ട് ചോദിക്കാവുന്നതാണ്. സോ ഇന്നത്തെ ഒരു സെഷനിലേക്ക് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യാൻ സമയം കണ്ടെത്തിയതിന് നന്ദി. ആൻഡ് ഐ എം ഇൻവൈറ്റിംഗ് Prince sir to this session today. Prince sir, over to you. Good evening, all of you. Thanking Polo team giving me the great opportunity to present നമ്മുടെ ബഡ്ജറ്റിൽ നിന്നുകൊണ്ടുള്ള ഒരു ഇന്റീരിയർ കൺസെപ്റ്റിനെ കുറിച്ച് ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തന്നു. സോ എൻ്റെ ക്വാളിറ്റീന് നമ്മുടെ ഡിയറസ്റ്റിന്റെ ഒരു വലിയ താങ്ക് യു. ഒപ്പം ഇന്ന് ഇവിടെ എന്താ പറയുക വെബിനാർ പങ്കെടുക്കുന്ന എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. സോ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഇപ്പൊ അറൗണ്ട് 50 ആൾക്കാരാണ് നമ്മളിപ്പം ജോയിൻ ചെയ്തിരുന്നത്. നമുക്കറിയാം, ഒരു വെബിനാറിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നമ്മുടെ റേഞ്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഉറപ്പുവരുത്തുക. മറ്റ് സൗണ്ടുകൾ നോയ്സ് ഒന്നും ഉണ്ടാവത്തില്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. പിന്നെ നമുക്ക് പറ്റാവുന്ന ആൾക്കാരെല്ലാവരും ഒന്ന് ഹെഡ്സെറ്റ് വെച്ച് ഒന്ന് കേൾക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റും. പിന്നെ മ്യൂട്ടാണ് എല്ലാവരും. പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പോയിന്റ് നോട്ട് ചെയ്യാനോ ഇൻസൈറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റെഫർ ചെയ്യാൻ നോട്ട് ചെയ്ത് വെക്കുക. ലാസ്റ്റ് സമയങ്ങളുണ്ട്, ആ സമയത്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പിന്നെ ഇന്ററാക്റ്റീവ് ആയിട്ട് നമുക്ക് ഈ ഒരു സമയം കൊണ്ടുപോകാം. നമ്മളൊരു അറൗണ്ട് ഒരു 35-45 മിനിറ്റ്സ് ആണ് നമ്മൾ സംസാരിക്കുന്നുണ്ടാവുക. അതിനുശേഷം നമുക്ക് ഡൗട്ട്സ് ഉള്ളതൊക്കെ ക്ലാരിഫൈ ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ? അപ്പം എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാം. വണ്ടർഫുൾ ഹാപ്പി ഹോളി. അപ്പം ഹോളി എന്ന് പറയുന്നത് തന്നെ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഒരു സെലിബ്രേഷൻ ആണ്. ഇന്റീരിയേഴ്സ് ഓൾസോ ഇറ്റ്സ് ഓൾ അബൌട്ട് അതിന്റെ ബ്ലെൻഡിങ്ങും അതിന്റെ കറക്റ്റ് വേയിലുള്ള യൂസേജുമാണ് നമുക്ക് ഇന്റീരിയറിൽ ഏറ്റവും നല്ലൊരു എൻഹാൻസ്മെന്റ് നമുക്ക് തരുന്നത്. സോ ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ഹോളി എല്ലാവർക്കും ആശംസിക്കുന്നു. ഒപ്പം തന്നെ എ ബിഗ് കൺഗ്രാജുലേഷൻ ടു ഓൾ ഓഫ് യു. അപ്പൊ ഈ ഒരു കൺഗ്രാജുലേഷൻസ് എന്താണെന്ന് പെട്ടെന്ന് എല്ലാവരും തിങ്ക് ചെയ്യുന്നുണ്ടാവും. എന്തായാലും നമുക്ക് കൺഗ്രാജുലേഷൻ നമുക്കറിയാം, നമ്മുടെ ലൈഫിൽ എല്ലാവരും എന്താ പറയുക നല്ലൊരു വീട് വെക്കാനോ അല്ലെങ്കിൽ വാങ്ങിക്കാനോ ആഗ്രഹിക്കുന്നവരാണ്. സോ മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ എന്താ പറയുക ഒരു ലൈഫ് സ്പാൻ എടുക്കുവാണെങ്കിൽ 1 or 2 വീടായിരിക്കാം അവർ വെക്കാനോ വാങ്ങാനോ ഉള്ള സാധ്യതകളുണ്ട്. സോ അത് എന്താ പറയുക, അത് പഠിച്ച് അത് ലേൺ ചെയ്ത് അത് എങ്ങനെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കണം, ഏറ്റവും നന്നായിട്ട് അത് കൺസ്ട്രക്ട് ചെയ്യണം എന്നുള്ള ഒരു ഡിസിഷൻ എടുത്ത ആൾക്കാരാണ്. സോ നമുക്കറിയാം ചില ആൾക്കാർ ഇതിനകത്ത് എന്താ പറയാ വീട് എന്ന ഒരു സ്വപ്നം കണ്ടുകൊണ്ട് തന്നെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ ഇതിനകത്ത് ഇരിപ്പുണ്ടാകും.
എന്താ പറയുക, ഒരു ഡ്രീം ഹൗസ് എങ്ങനെയായിരിക്കും എന്ന് തിങ്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാകാം, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഞാൻ വീട് വെക്കുന്നു എനിക്കത് എങ്ങനെ ബ്യൂട്ടിഫുൾ ആക്കാമെന്ന് ലേൺ ചെയ്യുന്ന ആൾക്കാരുണ്ടാകാം. ചില ആൾക്കാർ നല്ലൊരു വീട് ഇപ്പോൾ തന്നെ വാങ്ങിയിട്ടുണ്ടാകാം. അപ്പൊ അതിന്റെ അടുത്തൊരു സ്റ്റേജ് ആയിരിക്കാം ഇന്റീരിയേഴ്സ്. അപ്പൊ അതിലേക്ക് കിടക്കാൻ വേണ്ടി ഫ്ലാറ്റ്സ് ആകാം, വില്ലാസ് ആകാം, അപ്പാർട്ട്മെന്റ് ആകാം. ചില ആൾക്കാർ അത് കൺസ്ട്രക്ഷൻ സ്റ്റേജിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. മോസ്റ്റ് ഓഫ് ദി ഒരു ആൾക്കാർ ഇതിനകത്ത് ഇന്റീരിയേഴ്സ് അന്വേഷിച്ചു തുടങ്ങുന്നത് കൺസ്ട്രക്ഷൻ സ്റ്റേജിലാണ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരുണ്ടാകാം. എന്തായാലും ഒരു റൈറ്റ് ഡിസിഷൻ ആണ് നിങ്ങൾ എടുത്തേക്കുന്നത്. നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നു, മനസ്സിലാക്കുന്നു, അത് ഏറ്റവും ക്ലാരിറ്റിയോടുകൂടി നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. സോ എനിക്ക് ഒന്നും കൂടി കോളോ ടീമിനെ അപ്രിഷിയേറ്റ് ചെയ്ത് പറ്റൂ. കാരണം ഈ കോളോ പോലെയുള്ള ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അഡ്വൈസറി ഒരു പ്രോഗ്രാം ചെയ്യുന്നത് കൊണ്ട് ഇന്ന് കസ്റ്റമേഴ്സിന് നല്ല ക്ലാരിറ്റി ഉണ്ട്. അത് എന്താ പറയാ, വളരെ ക്ലാരിറ്റിയോടുകൂടി അവർക്ക് പ്രവർത്തിക്കാനും ഡിസിഷൻ എടുക്കാനും പറ്റുന്നുണ്ട്. എനിക്ക് തോന്നിയ, ഞാനിപ്പോ ഒരു കുറച്ച് നാളുകളായിട്ട് കോളേജായിട്ട് വളരെ ക്ലോസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്. കോളേജിൽ നിന്ന് ഞങ്ങൾക്ക് ഒത്തിരി ക്ലയൻസ് വരാറുണ്ട്. ഈ കോളേജിൽ നിന്ന് വരുന്ന ക്ലയൻസ് എല്ലാം അവർക്ക് വളരെ ക്ലാരിറ്റി ഉണ്ട്. അവർക്ക് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് അവർക്ക് വേണ്ടതെന്നുള്ളത്. അത് കോളേജ് അവരെടുത്തേക്കുന്ന ഒരു അഡ്വൈസറി പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടിയാണ്. അപ്പം ഇന്നത്തെ കാലത്ത് കസ്റ്റമർ ടോട്ടലി കൺഫ്യൂസ്ഡ് ആണ്. ഏത് വെൻഡേഴ്സിന്റെ കൂടെ പോകണം, ഏത് ഇന്റീരിയർ കമ്പനിയുടെ കൂടെ ഇന്റീരിയർ ചെയ്യിപ്പിക്കണം. കാരണം എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. സോ അവിടെയാണ് കോളോ പോലെയുള്ള പ്രോഗ്രാമിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. സോ എന്താ പറയുക, ഒരു ബ്രിഡ്ജ് ആണ് ശരിക്കും കോളോ ചെയ്യുന്നത്. കസ്റ്റമറും നല്ലൊരു പ്രൊഫഷണൽ ഇന്റീരിയർ കമ്പനികളും തമ്മിൽ ആ ഒരു ബ്രിഡ്ജ് ആയിക്കൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. സോ എന്തായാലും ഈ ഒരു കോളോ പോലെയുള്ള ആപ്പുകൾ നല്ല ഇനിഷ്യേറ്റീവ്സ് എടുക്കുന്നു. കോളോയ്ക്കും ഒരു ബിഗ് കൺഗ്രാജുലേഷൻസ്. ആൻഡ് നമുക്ക് അറിയാം, ഒരു വെബിനാർ ആകുമ്പോൾ നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടാകാം, ചില കാര്യങ്ങൾ നമ്മുടെ ധാരണയിൽ ഉള്ളതാകാം, ഇല്ലാത്തതാകാം. എന്തായാലും ഇതിൽ എൻഡ് വരെ വെയിറ്റ് ചെയ്യുക. കുറച്ച് ആയിട്ടുള്ള ടിപ്സ് ഉണ്ട്, അപ്പൊ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ എല്ലാവരും ഒന്ന് എൻഡ് വരെ വെയിറ്റ് ചെയ്യാം. സോ ഇന്ന് നമ്മൾ മെയിനായിട്ട് കവർ ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഹൈ എൻഡ് ഇന്റീരിയർ ദാറ്റ് വി ക്യാൻ അച്ചീവ് വിത്തിൻ ഒരു 5 lakhs, 7 lakhs, 9 lakhs ഇൻ ബിറ്റ്വീൻ നിന്നിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ തിങ്ക് ചെയ്യേണ്ട ഒരു കാര്യം, ഇന്റീരിയേഴ്സ് എന്ന് പറയുന്നത് കൃത്യം ഒരു ബഡ്ജറ്റ് ഇട്ട് ഒരിക്കലും പെട്ടെന്ന് ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ചെറിയ വേരിയേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാം. അതുകൊണ്ടാണ് ഞാൻ ഫ്ലെക്സിബിൾ ആയിട്ട് ഒരു 5 lakhs, 7 lakhs, 9 lakhs എന്നുള്ളൊരു കൺസെപ്റ്റ് കൊടുത്തേക്കുന്നത്. സോ ഇന്ന് നമ്മൾ കവർ ചെയ്യുന്ന ഒരു ടോപ്പിക് ഇതൊക്കെ ആയിരിക്കും. നമ്മൾ ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഒരു വെബിനാർ നമ്മൾ വീണ്ടും April 4th നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ അന്ന് നമ്മൾ കുറച്ചും കൂടെ യൂണീക്ക് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ എന്താണ് ടോപ്പിക് എന്നുള്ളത് നമ്മൾ റിവീൽ ചെയ്യുന്നുണ്ട്. സോ കൂടുതലായിട്ട് പഠിക്കേണ്ട ആൾക്കാർക്ക് അതിനകത്തും പങ്കെടുക്കാവുന്നതാണ്. സോ ഇന്ന് നമ്മൾ എന്താണ് കവർ ചെയ്യാൻ പോകുന്നത്, എന്റെ ആ പ്രൊമോഷനിൽ വന്നേക്കുന്ന ഒരു വീഡിയോയിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമുക്കിന്നറിയാം, പല ആൾക്കാർക്കും ഒരു ധാരണ എന്ന് പറയുന്നത് ഇന്റീരിയർ എന്ന് പറയുമ്പോൾ പല ആസ്പെക്ട്സിൽ ആൾക്കാർ ചിന്തിക്കുന്നുണ്ട്. ഇപ്പം കുറച്ച് ഇൻസൈഡ് ഇന്റീരിയർ എന്താ പറയുക, നാട്ടുമ്പുറങ്ങളിലുള്ള ആൾക്കാരൊക്കെ ഇന്റീരിയർ എന്ന് ചിന്തിക്കുന്നത് ചിലപ്പോൾ അവർ സീലിംഗ് വർക്കിനെ കുറിച്ച് ചിലപ്പോൾ ആൾക്കാർ സീലിംഗ് ചെയ്യുന്നതാണ് ഇന്റീരിയർ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ ചിന്തിക്കുന്നത് ഫേർണിച്ചർ ഇട്ടാൽ അത് ഇന്റീരിയർ ആവും എന്നുള്ളതാണ്. ശരിക്കും ചില ആൾക്കാർ പറയും ഒരു കാർപ്പൻട്രി വെച്ചിട്ട് ഒരു കാർപ്പൻട്രി വർക്ക് ചെയ്ത് കുറെ കബോർഡുകൾ ചെയ്ത് അത് ഇന്റീരിയർ ആവും തിങ്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ശരിക്കും ഒരു ഇന്റീരിയർ എന്ന് പറയുന്നത് ഒരു കാർപ്പൻട്രി വർക്കുകൾ മാത്രമാണ്. രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ തിങ്ക് ചെയ്യുന്നത് എന്താ പറയുക, നമുക്കൊരു റൈറ്റ് ബഡ്ജറ്റ് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അത് എല്ലാവർക്കും ഒരു കൺഫ്യൂഷനാണ്. വീട് വെക്കുമ്പോൾ ഞാൻ എത്ര സ്പെൻഡ് ചെയ്യണം ഇന്റീരിയറിന് വേണ്ടി. അപ്പം പലപ്പോഴും ആ കാൽക്കുലേഷൻ എൻ്റെ അടുത്ത് വരുന്ന പല കസ്റ്റമേഴ്സും ചോദിക്കാറുണ്ട്, ഇത്രയും സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഇത്രയും മതിയോ. അപ്പം ഒരു കസ്റ്റമർക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഉണ്ടാവണം, ഞാൻ എത്രയാണ് സ്പെൻഡ് ചെയ്യേണ്ടത്, എന്റെ ലിമിറ്റ് എത്രയാണ് എന്നുള്ളത് ഒരു ഐഡന്റിഫൈ ചെയ്യുന്നത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. കാര്യം ഇന്ന് ഇന്റീരിയർ എന്ന് പറയുന്നത് അവിടെ ഓട്ടോമേഷൻ ഉണ്ട്, പല ആൾക്കാരും സോളാർ ഉൾപ്പെടെ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ബ്യൂട്ടിഫിക്കേഷന് പറ്റുന്ന മറ്റു ഒട്ടനവധി കാര്യങ്ങളുണ്ട്, ലാൻഡ്സ്കേപ്പിംഗ് ഉണ്ട്. അപ്പം പലപ്പോഴും നമുക്ക് ബഡ്ജറ്റ് തികയാതെ വരുന്ന സിറ്റുവേഷൻസ് നമ്മൾ കാണാറുണ്ട്. അപ്പൊ ചെറിയൊരു വീട് വെച്ചാലും അത് ക്യൂട്ടായിട്ട് ചെയ്യാന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ഇന്ന് നമുക്ക് എങ്ങനെ നമുക്കൊരു ബഡ്ജറ്റിംഗ് ഐഡന്റിഫൈ ചെയ്യാമെന്നുള്ളത് തിങ്ക് ചെയ്യാം. നമുക്ക് എങ്ങനെ ഒരു ക്വാളിറ്റി ഇന്റീരിയർ, ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണ് മാർക്കറ്റിൽ അവൈലബിൾ ഉള്ളത്, അതൊക്കെ ഒന്ന് മനസ്സിലാക്കാം. ഇത് നമുക്ക് അതിലൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് നല്ലൊരു പെർഫെക്റ്റ് ഇന്റീരിയർ പാർട്ട്ണറിനെ കിട്ടുക എന്നുള്ളത്. കാര്യം ഇതൊരു ലോങ് ടേം ജേർണിയാണ് ഇന്റീരിയർ എന്ന് പറയുന്നത്. ഒരു വർക്ക് വന്ന് എക്സിക്യൂഷൻ ചെയ്തതുകൊണ്ട് ഒരിക്കലും
ഒരു ഇന്റീരിയർ കമ്പനിയുടെ ജോലി ഒരിക്കലും കംപ്ലീറ്റ് ആവുന്നില്ല. ഇറ്റ്സ് എ ലോങ് ടൈം റിലേഷൻ. അപ്പം നല്ലൊരു പാർട്ണറെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഒരു വലിയ കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള കാര്യമാണ്. ഉറപ്പായിട്ടും കോള പോലുള്ള അഡ്വൈസറി പ്രോഗ്രാമുകൾ നിങ്ങളെ അതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാകാം. അപ്പം നമുക്ക് നേരെ കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പൊ നമുക്കൊന്ന് എല്ലാവരെയും ഞാനൊന്ന് ചാറ്റ് ബോക്സിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവരും ഒന്ന് ചാറ്റ് ചെയ്യുക. എന്ത് മെറ്റീരിയലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഇന്റീരിയർ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നത്? ഇപ്പം അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങളുടെ ഇൻഫർമേഷനിൽ നിങ്ങൾ ഇന്റീരിയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഏത് മെറ്റീരിയൽ ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത് ഒന്ന് ചാറ്റിലേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് എനിക്ക് അറിയാൻ പറ്റും എന്താണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത്. ഒന്ന് ചാറ്റിലേക്ക് വരാമോ? എന്ത് മെറ്റീരിയലാണ് നമ്മൾ? കുറെ ആൾക്കാർ പ്ലൈവുഡ് നേടുന്നുണ്ട്. വേറെ എന്തെങ്കിലും മെറ്റീരിയലുകൾ യൂസ് ചെയ്യുന്നുണ്ടോ? 65ഓളം പേര് അലുമിനിയം ചില ആൾക്കാരിട്ടുണ്ട്, WPC ഇട്ടിട്ടുണ്ട്. WPC, പ്ലൈവുഡ്, PVC. ഓക്കെ, വെരി ഗുഡ്. PVC ബോർഡ്, ട്രീറ്റഡ് റബ്ബുഡ്, മറൈൻ പ്ലൈവുഡ്, MDF. വെരി ഗുഡ്, മറൈൻ പ്ലൈവുഡ്. എനിക്ക് തോന്നുന്നു എല്ലാവരും വളരെ അവെയർ ആണ് മാർക്കറ്റിൽ എന്തൊക്കെ മെറ്റീരിയലുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നതിനെ കുറിച്ച്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ ദി കോപ്പറേഷൻ. യെസ്, അപ്പൊ നമുക്ക് കുറെ അധികം മെറ്റീരിയലുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അല്ലേ? അതിൽ പ്രധാനപ്പെട്ട കുറച്ച് മെറ്റീരിയലുകൾ എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പാർട്ടിക്കൽ ബോർഡ് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മെറ്റീരിയൽ പാർട്ടിക്കൽ ബോർഡാണ്. ബോർഡിന്റെ ഈ ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. അടുത്തത് MDF, മീഡിയം ഡെൻസിറ്റി ഫൈബർ എന്ന് പറയുന്ന MDF ഉപയോഗിക്കാറുണ്ട്. അത് പ്രീലാമിനേറ്റഡ് MDF വരാറുണ്ട്, പ്ലെയിൻ MDF വരാറുണ്ട്. HDF അതിനാണ് റിലേറ്റ് ചെയ്യുന്ന കുറച്ചുകൂടെ ഹാർഡ് ആയിട്ടുള്ള ബോർഡാണ്. HDHMR അതിനേക്കാൾ ഹാർഡ് ആയിട്ടുള്ള ബോർഡാണ്. പിന്നെ ഈ അടുത്ത കാലത്ത് ഒരു 2010 ശേഷം ട്രെൻഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മൾട്ടിവുഡ്. മൾട്ടിവുഡ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി അതൊരു ബ്രാൻഡാണ്. PVC ബോർഡ് എന്നാണ് അതിന്റെ ടെക്നിക്കൽ പേര്. ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയാണ് മൾട്ടിവുഡ് എന്ന് ഉപയോഗിച്ചേക്കുന്നത്. ശരിക്കും PVC ബോർഡ് എന്നാണ് അതിന്റെ ഒരു ടെക്നിക്കൽ പേര്. പിന്നീട് നമുക്ക് അറിയാൻ പറ്റും മോസ്റ്റ് കോമൺ ആയിട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു സാധനം എന്ന് പറയുന്നത് പ്ലൈവുഡ്സ് ആണ്. പ്ലൈവുഡ്സ് തന്നെ ഒത്തിരി സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. അത് നമുക്ക് അതിലേക്ക് വരാം. പിന്നെ റീസെന്റ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു പ്രീമിയം കാറ്റഗറി ആയിട്ട് WPC ബോർഡുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിനും കുറെ ഇപ്പൊ ഈ പറയുന്ന എല്ലാ റോ മെറ്റീരിയൽസിനും അതിൻ്റെതായ മെറിറ്റ്സും ഡിമെറിറ്റ്സും നമുക്ക് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ചില മെറ്റീരിയൽ പ്രൈസിൽ ഭയങ്കര കുറവായിരിക്കും, പക്ഷെ ക്വാളിറ്റി പ്രോബ്ലം ഉണ്ടാകാം. ചിലത് ക്വാളിറ്റി നല്ല കൂടുതലായിരിക്കാം, പക്ഷെ പ്രൈസ് ഒരു ഘടകമായിട്ട് വരാറുണ്ട്. സോ ഇന്ന് നമുക്ക് ഈ റോ മെറ്റീരിയൽ എന്താണെന്നൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പോകാം. പിന്നെ നമുക്ക് ഫിനിഷസ് മെറ്റീരിയൽ ആണ്. ഫിനിഷസ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ലാമിനേഷൻസ് ഉണ്ട്, വെനീസ് ഉണ്ട്, അക്രിലിക് ഉണ്ട്, പിന്നെ PU ഫിനിഷ് കൊടുക്കും, ഈവൻ നമുക്ക് ഗ്ലാസുകൾ കൊടുക്കാം, അതുപോലെ തന്നെ നമുക്ക് അലുമിനിയം വെച്ചിട്ടൊക്കെ കിട്ടാറുണ്ട്. സോ ഫൈനൽ ഫിനിഷസിന് വേണ്ടി പലതും നമ്മൾ ഉപയോഗിക്കും. ഇതെല്ലാം റിലേറ്റ് ചെയ്യുന്നത് മെയിൻലി ഒരു കാബിനറ്ററി വർക്കുമായി റിലേറ്റ് ചെയ്യുന്ന റോ മെറ്റീരിയലുകളും അതിന്റെ ഫിനിഷസുമാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്. നമുക്ക് ഇത്രയൊക്കെ മെറ്റീരിയൽ നമുക്കിന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ വർക്കുകൾ നമ്മൾ ചെയ്യിപ്പിക്കുന്നത്. അപ്പം നമുക്ക് എന്താണ് നമുക്ക് ചെയ്യേണ്ടത് എന്നുള്ള ഒരു കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം. നമുക്കിപ്പം ഇങ്ങനത്തെ ഒരു വർക്ക് ചെയ്യിപ്പിക്കുമ്പം നമുക്കറിയാം നമുക്ക് രണ്ട് രീതിയിൽ വർക്ക് ചെയ്യിപ്പിക്കാം. ഒന്നാമത്തെ ചോയ്സ് എന്ന് പറയുന്നത് നമുക്ക് ട്രഡീഷണൽ രീതിയിലുള്ള ഒരു കാർപ്പൻറ്ററെ വിളിച്ചുകൊണ്ട് വന്നിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടത്തിയെടുക്കാം. നമുക്ക് അറിയാവുന്ന രീതിയിൽ നമുക്ക് പറഞ്ഞു കൊടുത്ത് കിച്ചൺ കബോർഡ് ആണെങ്കിലും വാർഡ്രോബ് ആണെങ്കിലും നമുക്ക് ചെയ്യിപ്പിക്കാവുന്നതാണ്. അല്ലെങ്കിൽ അതിന്റെ മറ്റ് റിലേറ്റ് ചെയ്തുള്ള വർക്കുകൾ ഒരു മജോറിറ്റി ഓഫ് ആൾക്കാർ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. രണ്ടാമത് നമുക്കൊരു പ്രൊഫഷണൽ ഇന്റീരിയർ കമ്പനി അപ്രോച്ച് ചെയ്തിട്ട് നമുക്ക് സമീപിക്കാം. ഇതിൽ ഏതായിരിക്കാം നമുക്ക് റൈറ്റ് ചോയ്സ് ആയിട്ട് വരാൻ പോകുന്ന ഒരു കാര്യം? അത് നമ്മളത് മനസ്സിലാക്കുന്നത് എപ്പോഴും നല്ലതാണ്. എന്തായിരിക്കാം ഒരു ട്രഡീഷണൽ കാർപ്പൻറ്ററെ വെച്ച് ചെയ്യുന്നതും ഒരു പ്രൊഫഷണൽ ഇന്റീരിയർ ഡിസൈൻ കമ്പനിയെ വെച്ച് ചെയ്യുന്നതും നമ്മുടെ വ്യത്യാസം എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കുന്നത് നല്ലതാണ്. എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ട്, എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ടെന്ന് നമുക്കൊന്ന് മെല്ലെ പോകാം. ഇത് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിലേക്ക് നമ്മൾ കടത്തുകയാണ്. അപ്പൊ നമുക്ക് ആദ്യം നമ്മൾ കവർ ചെയ്യുന്ന ടോപ്പിക് അത് തന്നെയാണ്. ഇപ്പം ബേസിക് ഒരു കാർപ്പൻറ്റർ വന്ന് ചെയ്യുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആളുടെ ലേബർ മാത്രം നമ്മൾ കരുതിയാൽ മതി, ബാക്കി മെറ്റീരിയൽ എടുത്തു കൊടുക്കും. നമുക്കൊരു ഇനിഷ്യൽ കോസ്റ്റ് ഒക്കെ വളരെ കുറഞ്ഞിരിക്കും. അതാണ് അതിന്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്.
സെയിം ടൈം തന്നെ മോഡുലാർ ഒരു പ്രൊഫഷണൽ ഇന്റീരിയർ കമ്പനിയാണ് അത് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് അവിടെ കിട്ടുന്ന കുറച്ച് ബെനിഫിറ്റുകളുണ്ട്. അതിൽ ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്താ പറയാ, ഒരു എക്സ്പെർട്ട് ഡിസൈൻ സൊല്യൂഷൻസ് നമുക്ക് ഓർഗനൈസേഷനുള്ള അവിടെ പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പം അവിടെ എക്സ്പെർട്ട് ഡിസൈൻ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഒരു ഫാക്ടറി ബേസ് ചെയ്ത പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ ക്വാളിറ്റി ഓഫ് നമുക്കറിയാം. ഒരു പ്ലൈവുഡ് അല്ലെങ്കിൽ ഒരു MDF എന്ന് പറയുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും അതിന്റെ ഫിനിഷസ് ലാമിനേഷനോ അല്ലെങ്കിൽ അക്രീലിക്കോ ഒക്കെ വരാറുണ്ട്. അപ്പം ആ ഫിനിഷസ് കൃത്യമായിട്ട് പ്രസ് ചെയ്ത് എടുക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഭാവിയിൽ അതിന് ബബിൾസ് വരാൻ പാടില്ല, അതിന് പൊളിഞ്ഞ് അത് മാറാൻ പാടില്ല. അപ്പം നോർമൽ രീതിയിൽ ചെയ്യുമ്പോൾ ബബിൾസ് വരാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ്. ഒരു ഫാക്ടറി ബേസ് ചെയ്തിട്ടാണെങ്കിൽ അത് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഒരു 6 to 7 hours നമ്മൾ പ്രസ്സിങ്ങിന് വേണ്ടി ടൈം എടുത്ത് അതിന്റെ ഗമ്മൊക്കെ എല്ലാ ഏരിയയിലും ഈക്വൽ ആയിട്ട് വന്ന് ആണ് അത് പ്രസ്സിങ്ങിന് ഇടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു നല്ലൊരു ലോങ് ടേം ആയിട്ടുള്ള എന്താ പറയാ ഒരു ക്വാളിറ്റി ഓഫ് ലാമിനേഷൻസ് ഉപയോഗിക്കാൻ നമുക്ക് പറ്റും. ഒപ്പം തന്നെ നമുക്കറിയാം അതിന്റെ കട്ടിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാനുവലി ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെഷീൻസ് വെച്ചാണ് കട്ട് ചെയ്യുക, വളരെ ചെറിയ മെഷീൻസ് വെച്ചാണ് കട്ട് ചെയ്യുക. പക്ഷെ ഫാക്ടറി ബേസ് ചെയ്ത് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് ഡയമണ്ട് ബ്ലേഡ് ഒക്കെ ഉപയോഗിച്ച് വളരെ ഷാർപ്പായിട്ട് വളരെ ആക്യുറേറ്റ് ആയിട്ട് കൃത്യം ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ കട്ടിങ് ഒക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കറിയാം അതിന്റെ എഡ്ജ് ബാൻഡ്. ഇന്ന് എഡ്ജ് ബാൻഡിങ് ആണ് ഏറ്റവും എന്താ പറയാ വലിയ മെഷീൻ, ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള മെഷീൻ എഡ്ജ് ബാൻഡിങ് മെഷീൻ ആണ്. കാരണം എഡ്ജ് ബാൻഡ് പൊളിഞ്ഞു പോകാനുള്ള സാധ്യതകളാണ് ഏറ്റവും കൂടുതൽ. നമ്മളൊരു ആ എഡ്ജ് ബാൻഡിങ് ഇമ്പോർട്ടഡ് ഒക്കെ ആയിട്ടുള്ള മെഷീൻസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ക്വാളിറ്റി, അതിന്റെ സൈഡ് ഡ്രിൽ ചെയ്യുന്നത്, അതിന്റെ ഫിനിഷസ് ഒക്കെ നമുക്ക് പ്രൊഫഷണൽ കമ്പനികളിൽ നിന്ന് കൂടുതലായിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കുള്ള ഒരു കാര്യം എന്ന് വെച്ചെങ്കിൽ നമുക്ക് അതൊരു മൊഡ്യൂൾ ബേസ് ചെയ്തായതുകൊണ്ട് തന്നെ എപ്പോ വേണമെങ്കിലും എന്തെങ്കിലും ഒരു ഡാമേജ് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിലും മൊഡ്യൂൾ ബേസ് ആയിട്ട് ആ മൊഡ്യൂൾ മാത്രം മാറ്റി വെക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്കറിയാം ഇത് സെറ്റ് ചെയ്യുന്നത് തന്നെ വാളിൽ നിന്ന് കുറച്ച് സ്ഥലങ്ങൾ വിട്ടിട്ടാണ്. എന്ന് പറഞ്ഞാൽ മോഡുലാർ കൊണ്ട് സെറ്റ് ചെയ്യുന്നത് നമുക്ക് ബോട്ടത്തിൽ ലെഗുകൾ കൊടുക്കാറുണ്ട്, ബാക്കിൽ നമ്മുടെ PVC പാനലുകളൊക്കെ നോർമലി എല്ലാ കമ്പനികളും കൊടുക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മൊഡ്യൂളായിട്ട് വാളുമായിട്ടുള്ള ഒരു ടച്ച് ഇല്ലാത്തത് കൊണ്ട് തന്നെ മോയിസ്ചർ വന്ന് അബ്സോർവ് ചെയ്യുന്നത് വളരെ കുറവാണ്. ട്രഡീഷണൽ രീതിയിൽ പല ആൾക്കാരും ചെയ്യുന്നത് ഡയറക്റ്റ് വാളിലേക്ക് സ്ക്രൂ ഫിക്സ് ചെയ്യുന്ന ഒരു രീതികളാണ് കാണുന്നത്. കാരണം അത് വലിയ ക്യാബിനറ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അത് ഡയറക്റ്റ് വാളിലോട്ട് ഫിക്സ് ചെയ്യാറുണ്ട്. അപ്പൊ പ്രൊഫഷണലി ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കുറച്ച് ഫീച്ചേഴ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. സോ എന്താണ് രണ്ടാമത്തെ കാര്യം? നമുക്കറിയാം കാർപ്പൻറ്ററിനെ സംബന്ധിച്ച് എപ്പോഴും ലിമിറ്റഡ് നോളജ് അവർക്ക് ഉണ്ടാവത്തുള്ളൂ. അവർക്ക് മാർക്കറ്റിൽ അവർ ട്രഡീഷണൽ ചെയ്തു വരുന്ന രീതികൾ മാത്രമാണ് അവർ ചെയ്യുന്നുണ്ടാവുള്ളൂ. എന്താ പറയാ, ലാക്ക് ഓഫ് ക്രിയേറ്റിവിറ്റി വളരെ എന്താ പറയുക ഒരു പ്രോബ്ലം ഉള്ള കാര്യമാണ്. ടെക്നിക്കൽ സ്കില്ലുകളാണെങ്കിൽ അവർക്ക് വളരെ കുറവായിരിക്കും. ചിലപ്പം ഈ കാർപ്പൻറ്ററിന്റെ മെയിൻ ആള് എന്ന് പറയുന്നത് എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ഒരാളായിരിക്കും. പക്ഷെ അയാളെ ഹെൽപ്പ് ചെയ്യുന്ന മറ്റ് കാർപ്പൻറ്റേഴ്സോ അല്ലെങ്കിൽ ഹെൽപ്പേഴ്സോ ഒക്കെ ചിലപ്പം എന്താ പറയുക അത്ര എക്സ്പീരിയൻസ് ഉള്ള ആളല്ലെങ്കിൽ അവിടെയും അത് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഉറപ്പായിട്ടും അറിയാം ഒരു പ്രൊഫഷണൽ കമ്പനി അവിടെ അഡ്വാൻസ് ആയിട്ടുള്ള മെഷീനറീസ് ആണ് അവർ ഉപയോഗിക്കുന്നത്, ഏറ്റവും ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് രണ്ടാമത്തെ പോയിന്റ് ഏകദേശം നമുക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു പ്രീമിയം ക്വാളിറ്റി ഒക്കെ നമുക്ക് ഒരിക്കലും ഒരു കാർപ്പൻറ്ററെ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോസിബിലിറ്റി വളരെ കുറവാണ്. എപ്പോഴും ഒരു ക്വാളിറ്റി ഒരു കൺസേൺ ആയിട്ട് വരും. ഫിനിഷിങ് അതുപോലെ അതിന്റെ ഡ്യൂറബിലിറ്റി ഒക്കെ ഒരു പ്രോബ്ലം ആയിട്ട് വരാറുണ്ട്. ഉറപ്പായിട്ടും നമുക്ക് ഹൈ ക്വാളിറ്റി ഫിനിഷസ് ആണ് നമുക്ക് എപ്പോഴും പ്രൊഫഷണൽ കമ്പനികൾ നമുക്ക് തരുന്നത്. പിന്നെ എപ്പോഴും നമുക്കൊരു ഫിനിഷിംഗ് ചെക്കപ്സുകൾ എപ്പോഴും ഞങ്ങളൊക്കെ ചെയ്യുന്ന ഫാക്ടറിയിൽ ഓരോ സ്റ്റേജിലും ക്വാളിറ്റി ചെക്കിങ്ങുകൾ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പം ആ രീതിയിലാണ് നമുക്ക് നല്ല ഒരു ഫിനിഷോട് കൂടി നമുക്ക് സംഭവങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പം നമുക്ക് ഈ രീതിയിലുള്ള ഒത്തിരി അഡ്വാൻറ്റേജുകൾ നമുക്ക് വരുന്നുണ്ട്. പിന്നെ നമുക്കറിയാം ഒരു ടൈം കൺസ്യൂമിങ് ആക്ടിവിറ്റിയാണ്. ചില വീടുകളൊക്കെ നമുക്ക് കാണാം ഒരു 6 മാസം 8 മാസമൊക്കെ ഡയറക്റ്റ് കാർപ്പൻറ്ററി വെച്ചൊക്കെ ചെയ്യുന്ന, ചിലപ്പോൾ 1 year 2 year ഒക്കെ ചെയ്യുന്ന ചില വീടുകൾ കാണാറുണ്ട്. കുറെ പാനലിംഗ് ഒക്കെ വരുമ്പോൾ ഒബ്വിയസ്ലി കസ്റ്റം വർക്കുകൾ നമുക്ക് സൈറ്റിലേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് എപ്പോഴും നമുക്ക് ചില മജോറിറ്റി ഓഫ് ക്യാബിനറ്റുകളൊക്കെ നമുക്ക് ചെയ്തുകൊണ്ട് വരാൻ പറ്റും. ലോങ് ടേം ടൈം എടുക്കുന്ന ഒരു പ്രോസസ് ആയിട്ട് അത് മാറാറുണ്ട്. സോ മറ്റത് നമുക്ക് കൃത്യമായിട്ട് ടൈം മാനേജ് ചെയ്ത് സ്കെഡ്യൂൾ ചെയ്യാൻ പറ്റും. ഇന്ന ഡേറ്റിൽ നമുക്ക് മെഷർ ചെയ്ത് ഇന്ന ഡേറ്റിൽ നമ്മുടെ പ്രൊഡക്റ്റ് അവിടെ എത്തും. ആ എത്തുന്ന സമയത്ത് തന്നെ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടൈലിന്റെ വർക്ക് ഒന്നും ഫിനിഷ് ആയിട്ടില്ല എങ്കിൽ കൃത്യം ടൈലിന്റെ വർക്ക് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ തന്നെ അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്കിൽ തന്നെ നമുക്ക് മോഡുലാർ ക്യാബിൻസ് ഒക്കെ സെറ്റ് ചെയ്ത് കൊണ്ട് നേരത്തെ പ്ലാൻ ചെയ്യുവാണെങ്കിൽ കൊണ്ട് എക്സിക്യൂഷൻ ചെയ്യാൻ പറ്റും. അപ്പം
നമുക്കറിയാം നമ്മൾ എന്തായാലും ഒരു വീട് വെക്കാൻ വേണ്ടി തീരുമാനിച്ചു, എന്തായാലും ഒരു വീട് ഫ്ലാറ്റ് അല്ലെങ്കിൽ നമ്മൾ മേടിച്ചു. അപ്പൊ നമ്മൾ എത്രയും പെട്ടെന്ന് അതിലേക്ക് കയറാൻ പറ്റുക എന്നുള്ളത് എല്ലാവർക്കും ഉള്ള ആഗ്രഹമാണ്. അവിടെ നമുക്ക് ടൈം ബൗണ്ടഡ് ആയിട്ട് കാര്യങ്ങൾ തീർക്കാൻ വേണ്ടി നമുക്ക് പ്രൊഫഷണൽ കമ്പനികളെ ഏൽപ്പിക്കുകയാണെങ്കിൽ നമുക്ക് അത് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. അപ്പൊ തന്നെ നമുക്കറിയാം നമുക്കവിടെ അവരുടെ ഹെൽപ്പ് കിട്ടുന്ന കാബിനറ്ററി വർക്കുകൾ മാത്രമായിരിക്കില്ല. ഫർണിച്ചർ ഡീറ്റെയിലിംഗ് ഉണ്ടാകാം, ഫർണിഷിങ്സിന്റെ സെലക്ഷൻസ് ഉണ്ടാകാം, കളർ തീമുകൾ ഉണ്ടാകാം. നമുക്കൊരു ഇന്റീരിയർ എന്ന് പറയുമ്പോൾ ഒരിക്കലും കാബിനറ്ററി വർക്കുകൾ മാത്രമല്ല, അതിനകത്ത് ഡെക്കോർ എലമെന്റുകൾ വരുന്നുണ്ട്, മറ്റു ഒട്ടനവധി വാൾ പാനിങ്ങുകൾ, ഇന്റേണൽ പാർട്ടീഷൻസ് വരുന്നുണ്ട്. ഓരോ കസ്റ്റമർക്കും ഓരോ ചോയ്സസ് ആണ്. അപ്പം അതിലൊക്കെ ഒരു പ്രൊഫഷണൽ കമ്പനിക്കാണ് ശരിക്കും ഗൈഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ദ ഫൈനൽ പോയിന്റ് ആയിട്ട് വരുന്നത് നമുക്കറിയാം, നമുക്ക് വാറണ്ടി അല്ലെ. നമുക്ക് ഏതൊരു പ്രൊജക്ട് കഴിഞ്ഞ് പോയാലും അവിടെ കൊണ്ട് തീരുന്നില്ല. നമുക്ക് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് സർവീസസിനൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പലപ്പോഴും പല ആൾക്കാരും ചെയ്ത് കഴിഞ്ഞ് വർക്ക് കഴിഞ്ഞ് സൈറ്റിലേക്കൊന്നും തിരിഞ്ഞു നോക്കാത്ത പല ആൾക്കാരുണ്ട്. അപ്പൊ വളരെ ശ്രദ്ധിച്ചു വേണം നിങ്ങൾ ഓരോ കമ്പനികളെ എടുക്കാൻ വേണ്ടി. അവരുടെ ഒരു ഹിസ്റ്ററി എങ്ങനെയുണ്ട്. അതില് നോർമൽ കാർപ്പൻറ്റേഴ്സ് ആണെങ്കിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് നമ്മുടെ സൈറ്റ് കഴിഞ്ഞ് ചിലപ്പോൾ അവര് വേറെ ഒരു സിംഗിൾ പ്രൊജക്റ്റ് ആയിരിക്കും അവർ ചെയ്യുന്നുണ്ടാവും, വേറെ ഏതെങ്കിലും സ്ഥലത്തായിരിക്കും അവർ എൻഗേജ് ആയിട്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് നേരിട്ട് ആ സമയത്ത് വന്ന് അവൈലബിൾ ആകാനൊക്കെയുള്ള സാധ്യതകൾ കുറവാണ്. ചിലപ്പോൾ ആ ആൾ ആ നാട്ടിൽ നിന്ന് മാറിപ്പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഒരു 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 പ്രൊഫഷണൽ കമ്പനി വരുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള ചില പ്രൊസീജിയേഴ്സ് ഉണ്ടാകും, ആഫ്റ്റർ സർവീസിനുള്ള സപ്പോർട്ടുകൾ ഉണ്ടാകാം, സപ്പോർട്ടിംഗ് ടീം ഉണ്ടാകാം. ചിലപ്പോൾ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവർ ടൈം പറഞ്ഞു കഴിഞ്ഞാൽ ടൈമിൽ വന്ന് അവർ ചെക്കപ്പ് ചെയ്യുമായിരിക്കും കാര്യങ്ങൾ. അപ്പൊ ആ ഒരു ലോങ് ടേം നമുക്കായിട്ടുള്ള ഒരു അഷുറൻസ് നമുക്ക് എപ്പോഴും കിട്ടും. അപ്പം എനിക്ക് തോന്നുന്ന ഒരു ഞാൻ ഇനിയും ഒത്തിരി ബെനിഫിറ്റ്സുകൾ നമുക്ക് എടുത്ത് പറയാനുണ്ട്, പക്ഷെ എല്ലാം പറയുന്നതിന് നമുക്ക് ടൈം തികയത്തില്ല. അപ്പൊ നമുക്ക് വളരെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു നമ്മുടെ ബെനിഫിറ്റ്സ് എന്താണ്, നമ്മുടെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്നുള്ളത് ഒരു പ്രൊഫഷണൽ കമ്പനിയിൽ ഏൽപ്പിക്കുമ്പം ഇപ്പൊ ക്ലാരിറ്റിയോടുകൂടി ഒരു ക്ലാരിറ്റി കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം. നമുക്ക് എങ്ങനെ നമുക്കൊരു റൈറ്റ് ബഡ്ജറ്റ് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം? എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം? ഒന്ന് ചാറ്റിൽ ഇടാവോ? നിങ്ങൾ എത്രയായിരിക്കാം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്? എങ്ങനെയാണ് അതിനെ കാണുന്നത്? എന്താണ് നിങ്ങളുടെ ഒരു ബഡ്ജറ്റ്? ഒന്ന് ചാറ്റിലേക്ക് വരാവോ? ബഡ്ജറ്റ് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങൾ നോർമലി ശ്രമിക്കാറെന്ന് പറയാമോ? ആരും അനങ്ങുന്നില്ല, ആർക്കും ബഡ്ജറ്റിനെ കുറിച്ചൊരു ധാരണയൊന്നും ഇല്ലാന്ന് തോന്നുന്നു. എങ്ങനെയാണ് ഒരു ബഡ്ജറ്റിലേക്ക് കടക്കാൻ പറ്റുന്നത്? നമുക്ക് റൈറ്റ് ബഡ്ജറ്റ് എങ്ങനെയായിട്ട്? സ്ക്വയർ ഫീറ്റ് റേറ്റ് ഉണ്ടാ പോലെ 200. ഓക്കെ, സ്ക്വയർ ഫീറ്റ് വഴി ഒരു ഓപ്ഷൻ ആണ്. ഒബ്വിയസ്ലി നമുക്ക് സ്ക്വയർ ഫീറ്റ് നമുക്കൊരു ഓപ്ഷൻ ആണ്. സ്ക്വയർ ഫീറ്റ് വെച്ച് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽസ്. ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽ അനുസരിച്ച് ബഡ്ജറ്റ് മാറാറുണ്ട്. ഗുഡ് ആൻസർ. ഒരാൾ 6 lakhs എന്നുള്ള ഒരു ബഡ്ജറ്റ് ഇട്ടിട്ടുണ്ട്. മെറ്റീരിയൽ യൂസ് ചെയ്യുന്നതിനനുസരിച്ചും ഏരിയ അനുസരിച്ച് ബഡ്ജറ്റ് മാറാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഗുഡ് ആൻസർ. ഓക്കെ, സോ ഇനി അടുത്തൊരു ചോദ്യം കൂടി ഇതിന് ചേർന്ന് ചോദിക്കാം. അപ്പൊ കുറച്ചുകൂടി ക്ലാരിറ്റി ആകാൻ വേണ്ടിയാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തിങ്ക് ചെയ്യാൻ വേണ്ടിയാണ്. തിങ്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് സൊല്യൂഷൻസ് കിട്ടുന്നത്. ഇതിനെല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റും. എന്തിനാണ് ഇന്ത്യയിൽ ചെയ്യിപ്പിക്കുന്നത് അത് ആദ്യം ഒന്ന് ആൻസർ ചെയ്യാവോ? അതിനുശേഷം നമുക്ക് ബഡ്ജറ്റിലേക്ക് തിരിച്ചു വരാം. എന്തായിരിക്കും ഇന്ത്യയിൽ? ഇതിപ്പോ എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. 62 പേരുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് എന്തിനാണ് ഇന്ത്യയിൽ ചെയ്യിപ്പിക്കുന്നത്? ആക്ച്വലി നമ്മുടെ മെറ്റീരിയൽ എല്ലാം ഒരു പ്രോപ്പർ വേയില് അത് ഇരിക്കാൻ, അത് കാണാനൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഫീൽ കിട്ടാൻ വേണ്ടിയാണ്. രാകേഷ് ഇട്ടിട്ടുണ്ട് ടു മേക്ക് ഹോം ബ്യൂട്ടിഫുൾ. ഓക്കെ, വെരി ഗുഡ്. ഫോർ എസ്തെറ്റിക് ആൻഡ് അപ്പീൽ കൊണ്ടുവരാൻ വേണ്ടി എന്നുള്ള ഒരു ആവശ്യം ഇട്ടിട്ടുണ്ട്. വേറെ ആർക്കും ഒന്നും ഒരു ധാരണയില്ലേ? ഇപ്പം ഏരിയ വേണ്ടത് യൂട്ടിലൈസ് ചെയ്യാനും അത് നമ്മൾ ഭംഗിയിൽ നിർത്താനും നന്നായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, വെരി ഗുഡ്. മറ്റെന്തെങ്കിലും ആൻസേഴ്സ്? വേറെ എന്തെങ്കിലും പർപ്പസിൽ ക്ലിയർ ചെയ്യുന്നവരുണ്ടോ? ഒന്നും ശരിക്കും ആലോചിച്ച് നോക്കി. എൻഹാൻസിങ് ലൈഫ് സ്റ്റൈൽ. വെരി ഗുഡ് അലക്സ്, വെരി ഗുഡ്. നമ്മുടെ ഒരു ലൈഫ് ഇംപ്രൂവ് ചെയ്യും അല്ലെ? നമ്മൾ നന്നായിട്ട് ഇന്റീരിയർ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ ഇംപ്രൂവ്മെന്റ് അവിടെ സംഭവിക്കുന്നുണ്ട്.
ഓക്കെ, വെരി ഗുഡ്. പോസിറ്റീവ് എനർജി. ഒരു പോസിറ്റീവ്, വെരി ഗുഡ്, പോസിറ്റീവ് എനർജി. വീട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കും. സ്പേസ് നമുക്ക് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റും. ജീവൻ ഇട്ടേക്കുന്ന ബ്യൂട്ടിഫിക്കേഷൻ എന്നുള്ള കാര്യത്തെ കുറിച്ച് ജീവൻ പറയുന്നുണ്ട്. ഇനി മറ്റെന്തെങ്കിലും കാരണമുണ്ടോ നമുക്ക് ഈ ഒരു ഇന്ത്യയിൽ ചെയ്യിപ്പിക്കാൻ വേണ്ടി? എന്തായാലും ഞാൻ തന്നെ അതിലേക്ക് കടക്കുകയാണ്. നമുക്ക് നോക്കാം എന്താണ് നമുക്കൊരു ശരിക്കും നമുക്ക് കിട്ടുന്ന ചില ബെനിഫിറ്റുകൾ എന്നുള്ളത്. ഞാൻ ചെറുതായിട്ടുള്ള പല ബെനിഫിറ്റുകളും നമുക്ക് കിട്ടുന്നുണ്ട്. എന്നാലും കോമൺലി ഇന്നത്തെ കാലത്ത് ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച്, ഇതിനൊക്കെ അപ്പുറത്ത് എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ചില ആൾക്കാർ ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇംപ്രൂവ് ആവുകയാണ്. നമ്മളൊരു വീട് വെക്കുന്നു, അതൊരു പുതിയ വീടാണ്. ആ വീട് എന്ന് പറയുന്നത് ചുറ്റും മതിലും അല്ലെങ്കിൽ കുറെ റൂം ആയതുകൊണ്ട് മാത്രമേ വീടെന്ന് നമുക്ക് ഒരിക്കലും വിളിക്കാൻ പറ്റത്തില്ല. നമുക്ക് അവിടെ ഉറപ്പായിട്ടും നമുക്ക് എന്താ പറയുക കുറച്ചധികം കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. അപ്പൊ നമ്മുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് നമുക്ക് അതിനെ സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ലൈഫ് നമുക്ക് ഇമ്പ്രൂവ് ആയെന്ന ഒരു ഫീൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഉറപ്പായിട്ടും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അതിന്റെ ഫങ്ഷണാലിറ്റി ആൻഡ് പ്രൊഡക്ടിവിറ്റിയാണ്. ഈ പ്രൊഡക്ടിവിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു കിച്ചൺ ആണെങ്കിൽ പോലും അവിടെ നിന്ന് കുക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് എല്ലാം കയ്യെത്തുന്ന ദൂരത്ത് കൊണ്ട് കുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ടോട്ടലി ഒരു എക്സ്പീരിയൻസ് ആണ്. എത്ര ആൾക്കാർ ഡ്രീം ചെയ്യുന്നുണ്ട് നല്ലൊരു കിച്ചണിൽ നമുക്ക് കുക്ക് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച്. നല്ല ഫുഡ് ഉണ്ടാക്കുന്ന ഒരു പക്ക ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു മോഡുലാർ കിച്ചൺ സെറ്റ് ചെയ്തിട്ട് അവിടെ നന്നായിട്ട് കുക്ക് ചെയ്യുന്നു. നമുക്ക് ടാൻഡർ ബോക്സിൽ നിന്ന് നമുക്ക് കട്ട്ലറി എടുക്കാൻ പറ്റണം, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ ഒരു വിത്തിൻ ടൈമിനുള്ളിൽ നിന്നുകൊണ്ട് കുക്ക് ചെയ്യുന്ന എക്സ്പീരിയൻസ് ഒക്കെ എത്ര ഒരു ഡ്രീം ആണെന്നൊന്നും എനിക്കറിയത്തില്ല. ഇല്ലെങ്കിൽ നിങ്ങളത് ഡ്രീം ചെയ്ത് തുടങ്ങണം. കാര്യം നമുക്കറിയാം ഇതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ആവും. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ നിൽക്കുന്ന ഒരു സോഷ്യൽ ചുറ്റുപാടുണ്ട്, നമ്മുടെ ഫാമിലീസ് ഉണ്ട്, റിലേറ്റീവ്സ് ഉണ്ട്, നമുക്കൊരു സ്റ്റാറ്റസ് ക്യൂ ഉണ്ട്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ചുള്ള ഇമ്പ്രൂവ്മെന്റ് നമുക്ക് ഉറപ്പായിട്ടും നമ്മുടെ ഇന്ത്യസ് നമുക്ക് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ നമുക്കറിയാം ഓരോരുത്തരും ചെയ്യുന്നത് അവരുടെ കംഫർട്ടിനനുസരിച്ചും വെൽബീയിങ് അനുസരിച്ചാണ്. അവർ സ്പെൻഡ് ചെയ്യുന്നത് പോലും അതനുസരിച്ചാണ്. അവർക്ക് എന്തൊരു കംഫർട്ട് വേണോ അത്രയും സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് മാറാൻ പറ്റും. അപ്പം ഓരോ രീതിയിൽ നമ്മൾ തിങ്ക് ചെയ്യുവാണെങ്കിൽ ഇതിനപ്പുറത്തും ഒത്തിരിയേറെ ആൻസേഴ്സ് നമുക്കുണ്ട്. നമുക്ക് സ്റ്റോറേജ് ഫെസിലിറ്റികൾ നമുക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്കറിയാം കിഡ്സ് റൂം ഒക്കെ ചെയ്യുവാണെങ്കിൽ കിഡ്സ് റൂം ഒക്കെ തീം അനുസരിച്ച് ചെയ്യുവാണെങ്കിൽ കുട്ടികൾ വളരെ ഹാപ്പി ആയിരിക്കും അവരുടെ റൂം ഒക്കെ കാണുമ്പോൾ. അതുപോലെ തന്നെ നമുക്കറിയാം നമുക്ക് മൾട്ടി ഫങ്ഷണൽ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പല ഫേർണിച്ചേഴ്സും ഉണ്ടാവും. ഇപ്പൊ ഒരു 1 BHK വീടൊക്കെ എടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ TV ഏരിയ ഒക്കെ ആണെങ്കിൽ TV യൂണിറ്റ് ഒക്കെ ഒരു ബെഡ്റൂം ആക്കി നമുക്ക് മാറ്റാൻ പറ്റുന്ന ഫോൾഡബിൾ ആയിട്ടുള്ള ബെഡുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പല ഫംഗ്ഷനിലും നമുക്ക് ഇതുപോലെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഓരോരുത്തർക്കും ഓരോരോ പർപ്പസ് ആണ് ഇന്റീരിയർ ചെയ്യുക എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമുക്ക് ഇതിലേക്ക് വരാൻ പറ്റും. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഒരു എക്സ്പെക്റ്റഡ് ബഡ്ജറ്റിലേക്ക് എത്താൻ പറ്റുക? നമുക്കൊന്ന് നോക്കാം. നിങ്ങളെ ഒരു ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയാ, കൺസ്ട്രക്ഷൻ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരു വീട് വെക്കാറുണ്ട്. നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യുന്നതിന്റെ എത്ര പെർസെന്റേജ് വേണം നമ്മൾ ഇന്ത്യയിലോട്ട് മാറ്റി വെക്കാൻ? ഒന്ന് ചാറ്റിലേക്ക് വരാം. നമ്മൾ കൺസ്ട്രക്ഷന് ടോട്ടൽ കണ്ടേക്കുന്ന ഒരു എമൗണ്ട് ഉണ്ട്. അതിൽ എത്ര പെർസെന്റേജ് വരെ നമുക്ക് ഇന്ത്യയിലേക്ക് വേണ്ടി മാറ്റി വെക്കാൻ പറ്റും എമൗണ്ട്? ഏകദേശം ഒരു ധാരണ ഉള്ളവരെന്ന് പറയാമോ? അത് എത്രയാ? എന്താ പറയാ, ഒരു 50% ആണോ, അല്ലെങ്കിൽ 5% ആണോ, അല്ലെങ്കിൽ 10 ആണോ, അല്ലെങ്കിൽ 25 ആണോ? അഭിലാഷ് 25%, ഷീന ഒരു 30%, രാകേഷ് 25%, ദിവ്യ എല്ലാരും ഭയങ്കര ഹൈ തിങ്കിങ് ആണല്ലോ. ഓക്കെ, 10%, സിതാര 5 to 10%, ബിനോയ് ടെല്ലിങ് 15%, പ്ലസ് ടെല്ലിങ് 30%. ഓക്കെ, പലരും പല പെർസ്പെക്റ്റീവ് ആണ് പറഞ്ഞേക്കുന്നത് അല്ലെ? ഓക്കെ, അപ്പൊ ഏകദേശം ധാരണയുണ്ട് എല്ലാവർക്കും എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് അല്ലെ? ഓരോ ബഡ്ജറ്റും ഐഡന്റിഫൈ ചെയ്യുന്നത് നമുക്ക് നേരത്തെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമ്മൾ മുകളിലുള്ള കാര്യങ്ങളെ വെച്ചിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഈ ബഡ്ജറ്റ് എത്ര സ്പെൻഡ് ചെയ്യണം, നമ്മുടെ ലൈഫ് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതനുസരിച്ചാണ് നമുക്ക് ബഡ്ജറ്റിലേക്ക് ഉറപ്പായിട്ടും വരാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ടോട്ടൽ ഹോമിൽ നമ്മൾ എത്ര സ്പെൻഡ് ചെയ്യുന്നു. നമ്മൾ 20 ലക്ഷത്തിന്റെ വീടാണോ വെക്കുന്നത്, അതോ 50 lakhs വീടാണോ വെക്കുന്നത്, അതോ 1 CR വീടാണോ വെക്കുന്നത്? ഇതിനനുസരിച്ചിരിക്കും നമ്മൾ അതിന്റെ സ്പെൻഡിങ് നമ്മൾ കണ്ടെത്താൻ വേണ്ടി. അപ്പൊ ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളെ കാണിക്കുന്ന ഒരു ടേബിൾ എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയ കഴിഞ്ഞ ഒരു 10-15 വർഷത്തിനിടയിൽ നമ്മൾ മനസ്സിലാക്കിയ ചില ആൾക്കാരുടെ ഒരു ആവറേജ് സ്പെൻഡിങ് രീതികളെ കുറിച്ച് മനസ്സിലാക്കി അതിൽ നിന്നുമാണ് ഞാൻ ഈ ഒരു ടേബിളിലേക്ക് എത്തിയത്. ഇത് പക്ഷേ നിങ്ങളെ ഉറപ്പായിട്ട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് ഏകദേശം ധാരണ കിട്ടും ഒരു മിനിമം എത്ര സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വീടിനനുസരിച്ചുള്ള ഒരു ഇന്റീരിയർ ചെയ്തെടുക്കാൻ പറ്റുമെന്ന്. അത് വളരെ സിമ്പിൾ ആണ് അതിന്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം പല ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് ആൾക്കാർ
ചെയ്യാറുണ്ട്, ഫ്ലാറ്റുകൾ വാങ്ങാറുണ്ട്, വില്ലകൾ വാങ്ങാറുണ്ട്. അപ്പൊ ഒരു 20 to 30 lakhs ബഡ്ജറ്റ് ആണ് നിങ്ങൾ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി ഒരു ബേസിക് ബഡ്ജറ്റ് ആണ് നിങ്ങൾ ഇടുന്നത് എങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു അനുസരിച്ച് ഒരു 5 to 10% നിങ്ങൾ മിനിമം അത് സ്പെൻഡ് ചെയ്താൽ മതിയായിരിക്കും. പിന്നെ കൂടുതൽ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് അപ് ടു യുവർ ഫിനാൻഷ്യൽ ഫ്രീഡം അല്ലെങ്കിൽ നിങ്ങളുടെ കേപ്പബിലിറ്റി അനുസരിച്ചിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു 30 lakhsന്റെ ഒരു വീട് വെക്കുന്ന ആള് മിനിമം ഒരു 3 lakh എങ്കിലും ഇന്ത്യന് വേണ്ടി അറ്റ്ലീസ്റ്റ് 10% മാറ്റി വെച്ചാലാണ് അറ്റ്ലീസ്റ്റ് നമുക്ക് ആ കിച്ചണും വാർഡ്രോബും ഒക്കെ ഒന്ന് വൃത്തിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഒരു 30 to 40 lakhs ആണ് നിങ്ങളുടെ വീടിന്റെ കൺസ്ട്രക്ഷന്റെ വർക്ക് എങ്കിൽ ആ പെർസെന്റേജ് കുറച്ചും കൂടി നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യും. കാരണം നിങ്ങൾ കൺസ്ട്രക്ഷന്റെ കോസ്റ്റ് ഇൻക്രീസ് ചെയ്തു, നിങ്ങളുടെ സ്പേസ് നിങ്ങൾ കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും, സ്ക്വയർ ഫീറ്റ് ഏരിയ കൂടിയിട്ടുണ്ടാവും വീടിന്റെ. ഒബ്വിയസ്ലി ഇന്റീരിയറിന്റെ ഒരു പെർസെന്റേജ് നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യേണ്ടത് ഒരു 3 to 6 lakhsലേക്ക് അത് വേരി ചെയ്യാനുള്ള ഒരു ഉണ്ട്. അപ്പൊ നമുക്കൊരു 40 lakhs ഒക്കെ ആണെങ്കിൽ മിനിമം ഒരു 6 lakhs ഒക്കെ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത്. ഒരു 40 lakhs to 60 lakhs ബഡ്ജറ്റ് ആണ് നമ്മുടെ വീടിന്റെ കൺസ്ട്രക്ഷനും അല്ലെങ്കിൽ നമ്മൾ ടോട്ടലി നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഉറപ്പായിട്ടും അവിടെ ഒരു 15 to 20% ബഡ്ജറ്റ് എന്നുള്ള ഒരു 6 lakhs to 12 lakhsലേക്ക് ഒന്ന് മാറ്റി വെച്ചാലാണ് ആ വീടിനനുസരിച്ചുള്ള ഒരു ഇന്റീരിയർ ചെയ്തെടുക്കാൻ. അടുത്തൊരു 60 to 1 CR അതിന് മുകളിൽ ഒത്തിരി വീടുകൾ ആൾക്കാർ വെക്കുന്നുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വീടുകൾ വെക്കുന്ന ഒരു ഇന്റീരിയേഴ്സ് ചെയ്യുന്ന ഒരു കാറ്റഗറി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 50 to 80 lakhs 1 CR ബഡ്ജറ്റ് ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരു പ്രൊഫഷണൽ ഇന്റീരിയർ കമ്പനികളെ കൊണ്ട് ഇന്റീരിയർ ചെയ്യിപ്പിക്കുന്നത്. ഇന്നിപ്പോ അത് 30 lakhsലും 40 lakhsലും ഒക്കെ ഉള്ള ആൾക്കാരെ പ്രൊഫഷണൽ കമ്പനികളെ കൊണ്ട് ചെയ്യിപ്പിക്കാറുണ്ട്. ഇപ്പം ഇവിടെ വരുമ്പോൾ ഐഡിയലി നമുക്കൊരു സ്പെൻഡിങ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളൊരു ഫ്ലാറ്റ് വേണ്ടി ആ ഫ്ലാറ്റ് ഒരു 80 lakhsന്റെ 1 CRന്റെ ഫ്ലാറ്റ് ആണ് നിങ്ങൾ മേടിക്കുന്നതെങ്കിൽ ഒബ്വിയസ്ലി അവർ 20 to 25% എങ്കിലും ആ ഫ്ലാറ്റിൽ നമ്മൾ ഇന്ത്യയിൽ സ്പെൻഡ് ചെയ്തെങ്കിൽ മാത്രമാണ് ആ ബ്രാൻഡിനനുസരിച്ച് നിങ്ങൾ എടുത്തേക്കുന്ന ഏത് കമ്പനിയാണോ ആ ബ്രാൻഡിനനുസരിച്ചുള്ള ഒരു ക്വാളിറ്റി ഇന്ത്യയിൽ അവിടെ കൊടുക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ അവിടെ താമസിക്കുന്ന നിങ്ങളുടെ ചുറ്റുമുള്ള മറ്റ് നെയ്ബേഴ്സും ഒക്കെ ഇതേ രീതിയിലുള്ള ആൾക്കാരായിരിക്കും. അപ്പൊ നമ്മൾ അവിടെ ഒരു മിനിമം സാധനം ചെയ്ത് നമ്മൾ അതിനകത്ത് കയറുമ്പോൾ നമുക്കൊരു എന്താ പറയുക നമുക്കൊരു കംഫർട്ട് അവിടെ കുറയുന്നൊരു സിറ്റുവേഷൻ കാണാറുണ്ട്. അപ്പൊ നമ്മൾ എന്താണോ നമ്മുടെ ഒരു കൺസ്ട്രക്ഷന് വേണ്ടിയുള്ള ബഡ്ജറ്റ്, എന്താണോ നമ്മുടെ ഫ്ലാറ്റ് വാങ്ങാനോ വില്ല വാങ്ങാനോ ഉള്ള നമ്മുടെ ബഡ്ജറ്റ്, അത് ആ ബഡ്ജറ്റ് നമ്മൾ തിങ്ക് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ ഇന്റീരിയറിന്റെ ബഡ്ജറ്റ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. എനിക്ക് തോന്നുന്നു ഇത് നിങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങളുടെ ഒരു ബഡ്ജറ്റ് നിങ്ങൾക്ക് കണ്ടെത്താൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നമുക്ക് അടുത്തൊരു മൊഡ്യൂളിലേക്ക് നമുക്ക് കടക്കാം. നമുക്കൊരു ബഡ്ജറ്റ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാകാം. അത് എത്ര പെർസെന്റേജ് ആണ് എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഇപ്പോൾ ക്ലാരിറ്റി ഉണ്ടാകാം. അപ്പം അത് വെച്ചിട്ട് വേണം നമ്മൾ ബാക്കി കാര്യത്തിലേക്ക് പോകാൻ വേണ്ടി. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഇന്റീരിയർ പാർട്ട്ണറിനെ നിങ്ങളുടെ വിഷനോട് കൂടി ചേർന്ന ഒരു പാർട്ട്ണറിനെ കിട്ടണം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കാര്യം ഇന്ന് ഒരു കുഞ്ഞു പ്രൊഡക്റ്റാണ് നിങ്ങൾ മേടിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോപ്പിൽ കയറി മേടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാം. പക്ഷെ ഇന്റീരിയർ എന്ന് പറയുന്നത് എന്റെ പെർസ്പെക്റ്റീവിൽ ഞാൻ പറയുകയാണെങ്കിൽ ഒരു 1500 കൂട്ടം പ്രൊഡക്റ്റ് ഇറങ്ങാൻ എന്ന് പറഞ്ഞാൽ കിച്ചൺ ഉണ്ട്, വാർഡ്രോബ് ഉണ്ട്, TV യൂണിറ്റ്സ് വരാം, സീലിംഗ് വരാം, അതുപോലെ വാൾ ഹൈലൈറ്റുകൾ വരാം, ഇന്റർണൽ പാർട്ടീഷൻസ് വരാം, അതിന്റെ പെയിന്റിങ് ഉണ്ടാകാം, അതിന്റെ കളർ തീം ഉണ്ടാകും, ഡെക്കോർ എലമെന്റ് ഉണ്ടാകാം. ഇങ്ങനെ നോക്കുവാണെങ്കിൽ കുറെ അധികം പ്രൊഡക്റ്റിനെ മാനേജ് ചെയ്യുന്ന ഒരു വലിയ ടാസ്ക് ആണ് പ്രൊഫഷണൽ ഇന്റീരിയർ കമ്പനികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പലപ്പോഴും ചെയ്യുന്ന സമയങ്ങൾ പലപ്പോഴും കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാറുണ്ട്. പലപ്പോഴും എന്താ പറയുക എക്സ്പെക്ടേഷൻ സെറ്റിംഗ്സ് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളുണ്ട്. അപ്പം വളരെ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറെ തിരഞ്ഞെടുക്കാൻ വേണ്ടി. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് പറ്റിയ ഒരു ഇന്റീരിയർ പാർട്ട്ണറെ നമ്മൾ കണ്ടെത്തണം. അത് പെട്ടെന്ന് ചിലപ്പം കിട്ടിയെന്ന് വരത്തുണ്ടാവില്ല. ഒരു റാപ്പോ ബിൽഡ് ആകണം, ഒരു പോസിറ്റീവ് വൈബ് അവിടെ ഉണ്ടാകണം. എപ്പോഴും ആൾക്കാർ തിങ്ക് ചെയ്യുന്നത് പ്രൈസ് മാത്രമാണ്. മജോറിറ്റി ഓഫ് ആൾക്കാർ തിങ്ക് ചെയ്യുന്നത് പ്രൈസ് ഒബ്വിയസ്ലി പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, പക്ഷെ പ്രൈസ് മാത്രമാണ് ഒരു ഫാക്ടർ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്കൊരു ക്വാളിറ്റി എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ, നമുക്കൊരു ക്വാളിറ്റി സർവീസ് കിട്ടണമെങ്കിൽ, നമുക്കൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് കുറച്ചും കൂടി അറിയണമെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറെ കിട്ടണം. ഞാൻ എങ്ങനെ നമുക്ക് പാർട്ട്ണറിനെ ഐഡന്റിഫൈ ചെയ്യാൻ അറിയാൻ വേണ്ടി ഞാൻ 4 പോയിന്റുകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇതിൽ ചിലതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, നിങ്ങൾ ചെയ്യുന്നതാണ്, അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ എത്തിയത് ഉറപ്പായിട്ടും. അതിൽ ഫസ്റ്റ് കാര്യമാണ് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് എന്താണ് ഔട്ട്കം കിട്ടുന്നത്, നമ്മുടെ റിസൾട്ട് എന്താണ് നമുക്ക് കിട്ടുന്നത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കമ്പനി നമുക്ക് എന്ത് തരുന്നുണ്ട് എന്നുള്ളതാണ് ഫസ്റ്റ് പെർസ്പെക്റ്റീവിൽ നമുക്ക് ചിന്തിക്കുന്നത്. ആ ഒരു ഔട്ട്കം നമ്മൾ
എങ്ങനെ അധികം പേര് ഡിസൈഡ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു എക്സ്പീരിയൻസ് എത്ര വർഷമുണ്ട് ഇന്റീരിയർ ഫീൽഡ് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അവരുടെ ഗൂഗിൾ റിവ്യൂ, ഇപ്പം വളരെ കാലങ്ങളായിട്ട് ആൾക്കാർ ചൂസ് ചെയ്യാൻ വേണ്ടി അവരുടെ ഗൂഗിൾ റിവ്യൂലൊക്കെ കയറി നോക്കും. ചിലപ്പം 1-2 ബാഡ് റിവ്യൂലൊക്കെ അവിടെ ഉണ്ടാകാം, മേ ബി, കാരണം എല്ലാവരും പെർഫെക്റ്റ് ആയിട്ടും ചെയ്യുന്ന ആൾക്കാരായിരിക്കില്ല. പക്ഷെ നമുക്കൊരു മജോറിറ്റി റിവ്യൂ അവർക്കൊരു 4+ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും കുഴപ്പമില്ലാത്ത കമ്പനിയാണ് എന്നുള്ളത്. എന്നാൽ ഗൂഗിൾ റിവ്യൂ മാത്രം വിശ്വസിക്കാൻ നമുക്ക് പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ഒത്തിരി ഫേക്ക് ആയിട്ടുള്ള റിവ്യൂകളൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ നമുക്ക് അവരെ നമ്മൾ പല രീതിയിൽ തരുന്നത്, അവർക്ക് സോഷ്യൽ മീഡിയ പേജുകൾ ഉണ്ടോ, അവരെങ്ങനെയാണ് പബ്ലിക്കിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അവർക്ക് പ്രൊഡക്റ്റുകൾ അവർ ഇൻസ്റ്റാഗ്രാം പേജ് അവർ മാനേജ് ചെയ്യുന്നുണ്ടോ, യൂട്യൂബ് ചാനലുകൾ ഉണ്ടോ. അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർ കുറച്ചും കൂടി സോഷ്യലി അവർ കമ്മിറ്റഡ് ആയിരിക്കും. കാര്യം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവർ വളരെ അവെയർ ആയിരിക്കും. അതുപോലെ തന്നെ ഓൺലൈൻ ടെസ്റ്റിമോണികൾ അവർക്കുണ്ടോ, കസ്റ്റമേഴ്സിന്റെ റിവ്യൂകൾ അവർക്കുണ്ടോ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തതിനു ശേഷമാണ് നമുക്ക് നല്ല പ്രൊഡക്റ്റ് അവർക്ക് തരാൻ പറ്റുന്ന കമ്പനിയാണോ എന്ന് കൂടി നോക്കണം. അവരുടെ ക്വാളിറ്റി ഓഫ് വർക്ക് എങ്ങനെയുണ്ട്, അത് വർക്ക് എങ്ങനെയുണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ അവരുടെ എന്തെങ്കിലും സാമ്പിളുകൾ നമ്മൾ കാണുന്നത്. ഇപ്പൊ ഫാക്ടറി ഉള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ ഫാക്ടറി വിസിറ്റ് ചെയ്യാവുന്നതാണ്. ഫാക്ടറി വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പ്രോസസ് നിങ്ങൾക്ക് കാണാൻ പറ്റും, അതിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, അത് എത്രത്തോളം അവർ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ചില ആൾക്കാർക്ക് നമുക്ക് സൈറ്റുകൾ കാണാൻ പറ്റും. എല്ലാവരും സൈറ്റിലേക്ക് എന്റർടൈൻ ചെയ്യുന്നില്ല. കാര്യം അതിനകത്ത് ഒരു സൈറ്റ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ, ഇപ്പൊ നമ്മളാണ് ഒരു വീട് കംപ്ലീറ്റ് ചെയ്തതെങ്കിൽ നമ്മൾ റെഗുലർ ആയിട്ട് ഒരു വീട്ടിലേക്ക് നമ്മൾ ഗസ്റ്റുകൾ വരുമ്പോൾ ചിലപ്പോൾ നമുക്കത് ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. അപ്പം അത് എല്ലാവരും എന്റർടൈൻ ചെയ്തില്ല. അപ്പൊ അതനുസരിച്ച് വേണം നമ്മൾ ബാക്കി അവൈലബിൾ ആയിട്ടുള്ള കാര്യം ഇപ്പോൾ ഓൺഗോയിങ് പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ അത് കാണാവുന്നതാണ്, അത് കണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ പല പല ഓപ്ഷനിലൂടെ നമുക്ക് ഈ എത്രത്തോളം ഔട്ട്കം ഇവർക്ക് തരാൻ പറ്റുന്ന കമ്പനിയാണ്, എത്രത്തോളം നമുക്ക് റിസൾട്ട് തരാൻ പറ്റുന്ന ഒരു കമ്പനിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് ഒരു ഫസ്റ്റ് ഏറ്റവും കീ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കമ്പനിക്ക് എത്രത്തോളം കേപ്പബിലിറ്റി ഉണ്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. അവർ ടൈം ബൗണ്ടഡ് ആയിട്ട് ഡെലിവറി തരുമോ? സ്പീഡ് ആൻഡ് ഡെലിവറി വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യം. ടൈം ബൗണ്ടഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന കമ്പനികൾ വളരെ കുറവാണ്. അതുപോലെ തന്നെ അവർക്ക് ഓൺ ഫാക്ടറി ഉണ്ടോ? ഓൺ ഫാക്ടറി ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ സ്പീഡിൽ അവർക്ക് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റും. ഇനി ഫാക്ടറി മാത്രമാണ് ഒരു കാര്യം. ഇപ്പൊ ഫാക്ടറി മാത്രം ഉള്ളതുകൊണ്ട് കാര്യമില്ല, കാരണം അവർക്കൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ടീമും കൂടെ വേണം. അത് നമുക്കത് പുറകെ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ കൃത്യമായി വർക്ക് ഷെഡ്യൂളൊക്കെ ചെയ്ത് പ്രൊസീജിയേഴ്സിൽ കൂടിയാണ് ഈ കമ്പനി ചെയ്യുന്നത്. കൃത്യമായ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അവർക്കുണ്ടോ? ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ചാണോ കമ്പനി പ്രവർത്തിക്കുന്നത്? ഇത് രണ്ടാമത്തെ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്. ആദ്യത്തെ പോയിന്റിലാണ് പ്രൈസ് എന്ന് പറയുന്ന ഫാക്ടർ ഒക്കെ വരുന്നത്. നമ്മുടെ ഔട്ട്കം റിസൾട്ട് ഒക്കെ വരുമ്പോൾ ഇവിടെ വരുന്നത് കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള അവർക്ക് സ്പീഡ് ഡെലിവറി കിട്ടുമെന്നുള്ള ഒരു കാര്യമാണ് നമുക്ക്. മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് സെർട്ടനിറ്റി ആൻഡ് സക്സസ് ആണ്. നമുക്ക് എത്രത്തോളം അതിന്റെ സക്സസ് റേഷ്യോ ഉണ്ട്. ഇത്ര വർഷമായിട്ട് ഒരു ഇൻഡസ്ട്രിയിലുണ്ട് അവർ, 4 വർഷമാണോ 5 വർഷമാണോ, അവർ അതിൽ കൂടുതൽ വർഷമുണ്ട്, 10 years ആയോ, അല്ലെങ്കിൽ അതിന് മുകളിൽ അവരായിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് എക്സ്പീരിയൻസ് വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം ഒരു പ്രൊഡക്റ്റ് അല്ല ഡീൽ ചെയ്യും, പലതരത്തിലുള്ള പ്രൊഡക്റ്റുകൾ. ഇപ്പോൾ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ പല പ്രൊഡക്റ്റുകളും പരീക്ഷിച്ചും പല പ്രൊഡക്റ്റുകളും എക്സ്പീരിയൻസ് ചെയ്തിട്ടുമാണ് ഇന്ന് കസ്റ്റമറോട് പലതും നമ്മൾ നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസ് എന്നാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നതും സജസ്റ്റ് ചെയ്യുന്നതും. അപ്പം ആ ഒരു റേഷ്യോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ അവർ എത്രത്തോളം വാറണ്ടി തരുന്നുണ്ട്, ഗ്യാരണ്ടി തരുന്നുണ്ട്. ഇപ്പം പല പ്രൊഡക്റ്റുകൾ നമുക്ക് ഇന്ത്യയുടെ ഒരു അസോസിയേറ്റ് ചെയ്തിട്ട്, ഫോർ എക്സാമ്പിൾ നമ്മൾ മോഡുലാർ കിച്ചൺ ചെയ്യുമ്പോൾ അതിനകത്ത് ഒട്ടനവധി ആക്സറീസുകൾ നമുക്ക് വേണം. സ്റ്റാൻഡേർഡ് ബോക്സുകൾ വേണം, കട്ട്ലറി ട്രേകൾ വേണം, അതുപോലെ തന്നെ നമുക്ക് ഫുഡ് ആൻഡ് ബോർഡ് വേണം. പല ആക്സറീസുകൾ നമ്മൾ യൂസ് ചെയ്യണം. അപ്പൊ ഈ ആക്സറീസ് ഒക്കെ സപ്ലൈ ചെയ്യുന്ന കമ്പനികൾ അവര് ഈ നല്ല ഒരു പ്രൊഫഷണൽ കമ്പനിയാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമ്മളെ മാത്രം കണ്ടുകൊണ്ടായിരിക്കില്ല അവർ സർവീസ് ചെയ്യുന്നത്. കാരണം റെഗുലർ ആയിട്ട് പർച്ചേസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. എന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രീമിയം ബ്രാൻഡിന്റെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് ഒരു 2-3 ദിവസത്തിനുള്ളിൽ ഒരു നൈറ്റിൽ അതിന്റെ ഗ്ലാസ്, കിച്ചന്റെ ഗ്ലാസിന്റെ ടോപ്പ് അത് പൊട്ടി താഴെ വീണു. രാവിലെ എഴുന്നേറ്റ് കസ്റ്റമർ വന്നപ്പോഴത്തേക്കും കിച്ചൺ മുഴുവൻ താറുമാറായി കിടക്കുന്ന കാണുന്നു. പെട്ടെന്ന് തന്നെ കസ്റ്റമർ ഞങ്ങളെ വിളിച്ചു, നിങ്ങൾ കൊണ്ടുവന്ന് വെച്ച സാധനം മൊത്തം ഡാമേജ് ആയി. ആ ബ്രാൻഡ് എന്ന് പറയുന്നത് വളരെ ലീഡിങ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. ഒരിക്കലും അങ്ങനെ സംഭവിക്കേണ്ട ഒരു കാര്യം പോലും അവിടെ വന്നില്ല. അതിന് സ്വാഭാവികമായിട്ടും ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ കമ്പനി അതിന് വാറണ്ടി. ഇപ്പൊ കമ്പനിയിലേക്ക് വിളിച്ചു പറഞ്ഞപ്പോഴേക്ക് അവർ പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ടാകേണ്ട കേസില്ല, അവിടെ എന്തെങ്കിലും ഒന്നുമില്ല, അവിടെ കയ്യിൽ നിന്ന് താഴെ വീണതായിരിക്കാം, അല്ലെങ്കിൽ ഹാർംഫുൾ ആയിട്ട് എന്തെങ്കിലും അതിനകത്തേക്ക് എന്താ പറയാ അടിച്ചപ്പം സംഭവിച്ചതായിരിക്കാം എന്നൊക്കെ പല രീതിയിൽ ഇങ്ങനെ നമ്മളോട് ആദ്യം പറഞ്ഞു. അപ്പം ഞങ്ങൾ അവിടെ എടുത്തൊരു സ്റ്റാൻഡ് എന്ന് പറയുന്നത്, ഞങ്ങളെ സംബന്ധിച്ച് ഇത് വളരെ ക്ലിയർ ആണ്, ഞങ്ങളുടെ ഒരു പ്രീമിയം ക്ലയന്റ് ആണ്. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് ഞങ്ങൾക്കത് മാറ്റി തന്നേ പറ്റൂ എന്ന് ഞാൻ കൃത്യമായിട്ട് വിളിച്ച് അതിന്റെ ഡിസ്ട്രിബ്യൂഷനിൽ പറയുകയും
അവര് റൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്ത് വിത്തിൻ 1 ഡേയിൽ തന്നെ ആ ഒരു ചിമ്മിണി അവർക്ക് റീപ്ലേസ് ചെയ്ത് കൊടുത്തു. ഒരു പക്ഷെ ഡയറക്റ്റ് ആണ് ക്ലയന്റ് മേടിച്ചത് എങ്കിൽ ഒരു പക്ഷെ അവർക്ക് ചിലപ്പം കിട്ടാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. എന്തുകൊണ്ട് കൊടുത്തു വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർക്ക് അത് കിട്ടാനുള്ള കാര്യം ഈ വെണ്ടർ ഞങ്ങൾ റെഗുലറായിട്ട് വർക്ക് കൊടുക്കുന്നതുകൊണ്ട് തന്നതാണ്. അപ്പം ആ ഒരു റിലേഷൻഷിപ്പ് നമ്മളും വെണ്ടേഴ്സും തമ്മിൽ എപ്പോഴും ഉണ്ടാകും. അപ്പം അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അവിടെയൊക്കെയാണ് ഈ സക്സസ് റേഷ്യോകൾ വരുന്നത്. സംഭവിക്കാം, ഇപ്പം ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ജീവിതകാലം മുഴുവൻ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു കാര്യമൊന്നുമില്ല. നമ്മളൊരു നല്ല വണ്ടി മേടിച്ചു, അത് മാരുതി മേടിച്ചാലും പ്രീമിയം ഒരു കാർ മേടിച്ചാലും എന്തെങ്കിലുമൊക്കെ പോസിബിലിറ്റി ആക്സിഡന്റ് സംഭവിക്കാം, അല്ലെങ്കിൽ തട്ടാം മുട്ടാം, അല്ലെങ്കിൽ എന്താ പറയാ, ഇപ്പൊ കുട്ടികളൊക്കെയുള്ള വീടാണെങ്കിൽ ഡോറിലൊക്കെ ചവിട്ടി കയറുന്ന രീതി. എന്റെ വീട്ടിൽ തന്നെ ഞാൻ ഫ്ലാറ്റ് 2015 ഞാൻ ഇന്റീരിയർ ചെയ്തു. അപ്പം അന്ന് എന്റെ 2 ആൺകുട്ടികളുള്ളത്. അവന്മാര് അത്യാവശ്യം വികൃതിയുള്ള കൂട്ടത്തിലൊക്കെ ആയിരുന്നു. അവരിങ്ങനെ ഈ ഡോറിന്റെ അത്ര ചവിട്ടി മുകളിലോട്ട് കയറുന്ന ഒരു രീതിയുണ്ട്, കാരണം അവർക്ക് എത്തത്തില്ല കയറാൻ വേണ്ടി. അപ്പൊ അങ്ങനെയൊക്കെ ചവിട്ടി കയറുമ്പോൾ അതിന്റെ ഹിഞ്ചസിനൊക്കെ കംപ്ലൈന്റുകളൊക്കെ വരാനുള്ള പോസിബിലിറ്റി പല രീതിയിൽ ഉപയോഗിക്കുന്നത്. ഒരു കിച്ചന്റെ ഡോർ അടയ്ക്കുന്നത് തന്നെ പലരും പല പാങ്ങിലാണ്. പാങ്ങെന്ന് വെച്ചാൽ ഒരു നോർമൽ വേർഡ് ഉപയോഗിക്കുന്നെങ്കിലും പല ഫോഴ്സിലാണ് ആൾക്കാർ അടയ്ക്കുന്നത്. ഇപ്പം നമ്മുടെ വീട്ടിലെ ലേഡീസ് അടയ്ക്കുന്ന പോലെ ആയിരിക്കും മേഡ് അതായത് സ്പീഡിൽ അടയ്ക്കും. കുട്ടികൾ ചിലപ്പോൾ അത് കൈകാര്യം ചെയ്യുന്നത് വേറെ രീതിയിലായിരിക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഹിഞ്ചസ് ഇളകാനൊക്കെയുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ അതിന് കൃത്യമായിട്ടുള്ള ഒരു പീരിയോഡിക്കൽ സർവീസുകൾ കൊടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പം ആ സർവീസുകൾ കൃത്യമായിട്ട് കിട്ടുന്ന കമ്പനിയാണ്. പിന്നെ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാല് ഒരു ലോങ് ടേം റിലേഷൻഷിപ്പും ഒരു കമ്മ്യൂണിറ്റി എന്താ പറയുക, ഒരു കമ്മ്യൂണിറ്റി ആയിട്ടൊക്കെ ചിലപ്പോൾ മാറേണ്ടി വരും. കാരണം അതാണ് കസ്റ്റമറും ഒരു എന്താ പറയാ ആ ഒരു വെണ്ടറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഈ ഒരു സക്സസ് റേഷ്യോ എന്ന് പറയുന്നത്. വാറണ്ടി എന്ന് പറയുന്ന പല കമ്പനികളും 5 വർഷം മുതൽ 20 വർഷം വരെ വാറണ്ടി കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളൊക്കെ ആ രീതിയിൽ നമ്മൾ കൊടുക്കുന്ന ആൾക്കാരാണ്. അപ്പൊ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം നമുക്കറിയാം ഇതിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവിടെ വേണ്ടത് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു പീരിയോഡിക്കൽ ചെക്കപ്സും ഒരു പീരിയോഡിക്കൽ സർവീസും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലോങ് ടൈമിലേക്ക് നമ്മൾ വാഹനങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ കിച്ചൺ ക്യാബിനറ്റും വാർ ഹൗസും നമ്മുടെ ഇന്റീരിയറും ഒക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എഫേർട്ട് ആൻഡ് സിസ്റ്റംസ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. അതായത് ഒരു കമ്പനിനെ നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുകയാണ്, ആ കമ്പനിക്ക് എത്രത്തോളം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ടീമുണ്ട്, ഒരു ഗുഡ് ടീം അവർക്കുണ്ട്, അവർക്ക് ഐഡിയ ഉണ്ടോ, അവർക്ക് കൃത്യമായിട്ട് അത് അവർക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടീമാണ് അവർക്കുള്ളത്, ഒരു ഡിസൈൻ ടീം അവർക്കുണ്ടോ, അതുപോലെ തന്നെ അവർക്ക് കൃത്യമായിട്ടുള്ള ഓഫീസ് അറേഞ്ച്മെന്റ്സുകൾ ഉണ്ടോ, ഓഫീസിൽ വന്ന് അവർക്ക് മീറ്റിങ്ങുകൾ നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ടോ, അല്ലെങ്കിൽ അവർ ജസ്റ്റ് ഒരു എന്താ പറയുക ഇൻഡിവിജ്വൽ വ്യക്തിയാണ്, ഇതൊക്കെ നമ്മൾ നോക്കണം. ആൾക്കാരുണ്ട്. ഇപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിസ്റ്റം പ്രോസസ് ഒക്കെ വെച്ച് ചെയ്യുന്ന കമ്പനികളെ സംബന്ധിച്ച് അതിന് പ്രൊസീജിയർ അവിടെ ഉണ്ടാവും. അവർക്ക് കറന്റ് മാർക്കറ്റ് നോളജിനെ കുറിച്ചും പ്രൊഡക്റ്റിനെ കുറിച്ചും ലേറ്റസ്റ്റ് ട്രെൻഡിനെ കുറിച്ചുള്ള അറിവുകളുണ്ട്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാര്യം നമ്മൾ ഈ ഇന്ത്യയിൽ ചെയ്യിപ്പിക്കുന്നത് ജസ്റ്റ് ഫോർ 1 or 2 ഇയറിനല്ല, അടുത്ത ഒരു 10, 15, 20 വർഷക്കാലം നമ്മൾ ആ ഒരു എക്സ്പീരിയൻസിലാണ് ജീവിക്കുന്നത്. അപ്പം ഓരോ വർഷവും ട്രെൻഡ് മാറിക്കൊണ്ടേയിരിക്കും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നോക്കുമ്പോൾ. അപ്പൊ ആ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ട്രെൻഡിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലാണോ നമ്മളെ ഡിസൈൻ ചെയ്തേക്കുന്നത്, അതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം അവർക്ക് മാർക്കറ്റ് നോളജ് ഉണ്ടാകണം, സിസ്റ്റവും പ്രോസസ് ഒക്കെ ഉള്ള ഒരു കമ്പനിയാണ്. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം നമുക്കറിയാം ഈ ഒരു 4 പോയിന്റുകൾ പലപ്പോഴും പ്രൈസ് മാത്രം ഒരു ഫാക്ടറായിട്ട് എടുക്കാതെ അതിനകത്ത് വരുന്ന 1-2 കാര്യങ്ങളായിട്ട് അവരുടെ ഡെലിവറി, അവരുടെ സ്പീഡ്, അവരുടെ സക്സസ് റേഷ്യോ, അവർ കൊടുക്കുന്ന വാറണ്ടി, ഗ്യാരണ്ടി, അതിനുശേഷമുള്ള ആഫ്റ്റർ സപ്പോർട്ടുകൾ, പിന്നെ ആ ടീം ഇടുന്ന എഫേർട്ട്, ഒരു വീട് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഏറ്റവും ഭംഗിയാക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ അതിനെ മാനേജ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് മാറുന്നു. സോ നമുക്ക് ഇനി എങ്ങനെ ഒരു ക്വാളിറ്റി ഇന്റീരിയർ വർക്ക് ചെയ്യിപ്പിക്കാം എന്നുള്ള നമ്മുടെ ഒരു ലാസ്റ്റ് മൊഡ്യൂളിലേക്ക് നമുക്ക് കടക്കാം. നമുക്കൊരു ക്വാളിറ്റി വർക്ക് ചെയ്യിപ്പിക്കാം. അത് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന പല ആൾക്കാരുടെയും മനസ്സിലുള്ളത് ഈ ഒരു ക്യാമ്പയിൻ നടന്ന സമയം മുതൽ നമ്മൾ പ്രൊമോട്ട് ചെയ്തൊരു കാര്യമാണ് 7 lakhs ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഒരു ക്വാളിറ്റി ഇന്റീരിയർ ചെയ്യിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളത്. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യം. നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഞാനൊരു എക്സാമ്പിൾ ആയിട്ട്, ഒരു സാമ്പിൾ ആണ്, ഇനി ഇത് ഇതുപോലെ തന്നെ ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ളതല്ല, ഒരു സാമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു 2 BHK അപ്പാർട്ട്മെന്റ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചിലപ്പോൾ 1 BHK ഉണ്ടാവും, ചിലപ്പോൾ 3 BHK ഉണ്ടാവും. അതനുസരിച്ച് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ ബഡ്ജറ്റിനെ എന്താ പറയാ നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. ഒരു 2 BHK അപ്പാർട്ട്മെന്റിലുള്ള ഒരു 3 തരത്തിലുള്ള ബഡ്ജറ്റ് പ്രൊപ്പോസലാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് സാമ്പിൾ ആയിട്ട് അവതരിപ്പിക്കുന്നത്. ഇതൊരിക്കലും ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റിംഗ് ആണെന്ന് ആരും വിചാരിക്കുകയും ചെയ്യരുത്. കാര്യം ബഡ്ജറ്റിംഗ് എന്ന് പറയുമ്പോൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സ്പേസ്, സൈസ്, നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ,
അതിന്റെ ക്വാളിറ്റി, ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്ത് വേരിയേഷൻ സംഭവിക്കാം. പക്ഷെ എങ്കിൽ പോലും നമുക്കൊരു ക്വാളിറ്റി വർക്ക് ഒരു 7 lakhs നിന്നോട് ചെയ്യിപ്പിക്കാൻ പറ്റൂ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ അതിൽ ആദ്യത്തെ ഒരു 2 BHK ബേസിക് ഒരു എന്താ പറയാ ഒരു ബേസിക് എക്കണോമി റേഞ്ച് ആണ് ഞാൻ ആദ്യം അവതരിപ്പിക്കുന്നത്. നമുക്കറിയാം ഒരു വീട് ഇന്റീരിയർ ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ 3 പോർഷനായിട്ട് നമുക്ക് തന്നെ തിരിക്കാം. അതിനകത്ത് മെയിൻ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് ക്യാബിനറ്ററി ആൻഡ് റിലേറ്റഡ് വർക്ക്. അതിനകത്ത് മോഡുലാർ കിച്ചൺസ് വരും, വാർഡ്രോബ് വരും, ക്രോക്കറി ഷെൽഫുകൾ വരാം, TV യൂണിറ്റ് വരാം, ഷൂറാക്ക്, പൂജ പ്രയർ യൂണിറ്റ് വരാം, അതല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള പല കാര്യങ്ങളും വരാറുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു സെഗ്മെന്റ് എന്ന് പറയുന്നത് F&F ഫർണിച്ചേഴ്സ് ആൻഡ് ഫർണിഷിംഗ് എന്ന് പറയും. അതിനകത്തും ഒത്തിരി എലമെന്റ് വരും, കോട്ട് അല്ലെങ്കിൽ സോഫ സെറ്റ്, ഡൈനിങ് ടേബിൾ, അങ്ങനത്തെ കാര്യങ്ങൾ ഒത്തിരി എലമെന്റ്, ടീ ടേബിൾ ഒക്കെ കയറി വരാറുണ്ട്. അതുപോലെ ഡെക്കോർ ആൻഡ് എലമെന്റുകൾ ഒത്തിരി എന്താ പറയുക, നമുക്കൊരു എപ്പോഴും ഡെക്കറേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുഞ്ഞു കുഞ്ഞു ഐറ്റം ആണെങ്കിലും ഒരു വീട്ടിലേക്ക് ഒരു വാവ് ഫാക്ടർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഈ പോട്ട്സിനോ പ്ലാന്റ്സിനോ അല്ലെങ്കിൽ ഇപ്പം എന്താ പറയാ അതുപോലെ മെയ്ഡപ്സ് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബെഡ് സ്പ്രെഡ്സ് ഉപയോഗിക്കാം, ബെഡ്ഷീറ്റുകൾ ഉപയോഗിക്കാം. നമ്മുടെ ബെഡുകളൊക്കെ നീറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യണം. കുഞ്ഞു എന്താ പറയാ പില്ലോസ് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ക്ലോക്കുകളാകാം, വാൾ പെയിന്റിങ്ങുകളാകാം, വാൾ ആർട്ടുകളാകാം, ഇന്ന് ഒത്തിരി എലമെന്റുകൾ വെച്ച് നമുക്ക് ഡീറ്റെയിലിംഗ് കൊടുക്കാം. അത് ചെറിയ വീടാണെങ്കിലും ഒന്ന് മനസ്സ് വെച്ചാൽ അതിന് വളരെ മനോഹരമായിട്ട് ക്യൂട്ടായിട്ട് അതിനെ നമുക്ക് എന്താ പറയുക എൻഹാൻസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഇന്ന് ഇവിടെ കാണിച്ചേക്കുന്ന ഒരു 2 BHK ഒരു ബേസിക് എക്കണോമി ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു മറൈൻ ഒരു മോഡുലാർ കിച്ചൺ ആണെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് 303 മെറ്റീരിയൽ നമുക്ക് കൺസിഡർ ചെയ്യാം. അത് നമുക്കൊരു ലാമിനേഷൻ ഫിനിഷ്, ലാമിനേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ന് ഒത്തിരി എന്താ പറയുക ഡെവലപ്മെന്റ് വന്നിരിക്കുന്ന ഒരു മേഖലയാണ്. ഇന്ന് പ്ലെന്റി ഓഫ് ലാമിനേഷൻ ഷെയ്ഡുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഒത്തിരി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി തരുന്ന ഒത്തിരി കമ്പനികൾ അതിനകത്ത് വരും. അതിൽ പ്രധാനപ്പെട്ട ചില കമ്പനികളാണ് ഗ്രീൻ ലാം, അതുപോലെ തന്നെ നമുക്ക് അറിയാവുന്ന മെറീനോ, അതുപോലെ നമുക്ക് ഒത്തിരി പുതിയ നല്ല പ്രൊഡക്റ്റുകളായിട്ട് ഒത്തിരി കമ്പനികൾ അവിടെയും വന്നിട്ടുമുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മൾ ബെഡ്റൂമിലേക്ക് വരുമ്പോഴേക്കും ഞാനിവിടെ ഈ ഒരു ബഡ്ജറ്റ് ആയതുകൊണ്ട് തന്നെ ബേസിക് ആയതുകൊണ്ട് തന്നെ പ്രീലാം MDF ആണ് ഞാനിവിടെ സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ പ്രീലാം MDF എന്ന് പറയുന്നത് ഒരിക്കലും മോശമായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് അല്ല. അത് നമുക്ക് വെള്ളം എത്തിയിൽ നിന്ന് നനയാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. മോഡുലാർ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഒരു സ്പേസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ മലയാളികൾ അധികം റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് എല്ലാവരും തന്നെ മറൈൻ പ്ലേയിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള 303 പ്ലൈയിലോ അല്ലെങ്കിൽ 710 പ്ലൈയിലൊക്കെയാണ് അധികം പേര് ചെയ്യുന്നത്. ഞാൻ എന്റെ വീട് 2015 വീട് എന്ന് പറഞ്ഞ ഫ്ലാറ്റ് ചെയ്ത സമയത്ത് ഞാൻ എന്റെ വാർഡ്രോബുകളെല്ലാം തന്നെ അതിന്റെ കാർ കേസ്, അതായത് ഇൻസൈഡിലുള്ള ക്യാബിനറ്റ് എല്ലാം തന്നെ പ്രീലാം MDF ആണ് ഉപയോഗിച്ചത്. അത് വേറൊന്നും കൊണ്ടല്ല, നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് അത് ചെയ്യാൻ പറ്റും. പിന്നെ അതിന്റെ പുറത്ത് അരിസ്റ്റോഡ് സ്ലൈഡിംഗ് സിസ്റ്റം കൊടുത്തത് പുറത്തുനിന്ന് കണ്ട ഒരു പ്രീമിയം ലുക്ക് ഉണ്ട്, അകത്ത് പ്രീലാം MDF ചെയ്തു. ഇന്നിപ്പോ ഏകദേശം 10 years ആയി. ഇപ്പോഴും അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇരിപ്പുണ്ട്. ഇനി 10 വർഷം കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നത്. പക്ഷെ വെള്ളം എന്ന് പറയുന്ന മോയ്സ്ചർ എന്ന് പറയുന്ന ഒരു കാര്യം വളരെ പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ നമുക്ക് ഫ്ലാറ്റുകളിലൊന്നും അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ അതെന്നാലും നമ്മളൊരു വാളിന് ഗ്യാപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളിവിടെ L ഷേപ്പ് സോഫ, ഒരു 6 seater ഡൈനിങ് സെറ്റ്, 2 ക്വീൻ സൈസ് കോട്ട്, അതുപോലെ തന്നെ ഒരു 4 സൈഡ് യൂണിറ്റ്സ്, ടീ ടേബിൾ, ഇതെല്ലാം നമ്മളൊരു പ്രിഫറബിളി ഒരു എക്കണോമിക് മോഡൽ എന്ന് പറയുന്നത് നോർമൽ രീതിയിൽ എന്താ പറയുക നമുക്ക് കിട്ടുന്ന രീതിയല്ല. കുറച്ചും കൂടി ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സാധനങ്ങൾ നമുക്ക് ചൂസ് ചെയ്താൽ നമുക്ക് ആ ഒരു കർട്ടൻസും ബ്ലൈൻഡ്സും എല്ലാം കൂടി നമുക്ക് 1,75,000 തീരാൻ പറ്റും. 1000 ആണെങ്കിൽ ഒരു 90 square feet കിച്ചൺ, നമുക്ക് 3 ഡോറിന്റെ 2 വാർഡ്രോബ്, നമുക്കൊരു കൂടി നമുക്ക് അതറായിട്ടും എല്ലാം കൂടി ഒരു 3 lakh ബഡ്ജറ്റ് നമുക്ക് തീരാൻ പറ്റും. ഈ ഡെക്കോർ എലമെന്റ് എല്ലാം കൂടി നമുക്കൊരു 25,000 ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങൾ എല്ലാം കൂടി ഒരു 5 lakh ബഡ്ജറ്റിൽ നമുക്കൊരു 2 BHK അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും. അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള നമ്മൾ എന്തായാലും അതിനകത്ത് പെയിന്റ് അടിക്കണം. അപ്പൊ ഇഷ്ടമുള്ള ഒരു പെയിന്റ് നമുക്ക് അവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് അത്യാവശ്യം ക്യൂട്ടായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. രണ്ടാമത് ഇതിനെക്കാട്ടും കുറച്ചും കൂടി ഒരു എക്കണോമി മാത്രമല്ല, ഒരു ക്വാളിറ്റിയും കൂടെ നമ്മൾ കുറച്ചും കൂടി നമ്മൾ കോൺഷ്യസ് ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 710 മറൈൻ പ്ലൈവുഡ് ബേസിക് കാർ കേസിന് വേണ്ടി കിച്ചണിൽ ഉപയോഗിക്കാം. അതായത് നമുക്ക് ബോട്ടം ക്യാബിനറ്റ് 710, വാൾ ക്യാബിനറ്റ് 303 നമുക്ക് ഫിനിഷ് കൊടുക്കാവുന്നതാണ്. ഒരു 100 square feet ആണ് ഞാൻ ഇവിടെ അപ്രോക്സിമേറ്റ് ഒരു ആവറേജ് കാൽക്കുലേഷൻ ആയിട്ട് എടുത്തത്. ഇപ്പൊ 100 square feet മുകളിലൊരു കിച്ചൺ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള വേരിയേഷൻ വരാം. ഒരു 3 door വാർഡ്രോബും ഒരു 4 door വാർഡ്രോബുമാണ് ഇപ്പൊ ഇവിടെ കൺസിഡർ 72 square feet നമുക്ക് കിട്ടാവുന്നതാണ്. അതുപോലെ തന്നെ അതർ ക്യാബിനറ്റർ വർക്കുകളെല്ലാം വളരെ TV ക്യാബിനറ്റ് ഉണ്ട്, അതിന് ബാക്ക് പാനലിംഗ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഷൂറാക്ക് കൺസിഡർ ചെയ്യാം, പൂജാ യൂണിറ്റ് കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് നമ്മൾ എന്താ പറയുക നമുക്ക് പ്രീലാം MDF വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് 303 നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പൊ നമ്മളിതെല്ലാം കൂടി ഒരു 4,20,000 എന്നുള്ള ബഡ്ജറ്റ് നടത്തുന്നു.
അതിനുശേഷം ഫർണിച്ചർ ആൻഡ് ഫർണിഷിങ്, എന്താ പറയാ, ഒരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് മോഡൽ ആയിട്ടുള്ള സോഫ, ഡൈനിങ് ടേബിള്, ക്യൂൻ സൈസ് ബോർഡ്, അങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്തെടുക്കാവുന്നതാണ്. ഒബ്വിയസ്ലി കർട്ടൻസ് ബ്രാൻഡ്, ഞാൻ നേരത്തെ പറഞ്ഞ മോഡൽ ഒരു 150 രൂപ മീറ്റർ വരുന്ന കർട്ടൻസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ഒരു മോഡലിലേക്ക് വരുമ്പോൾ നമുക്കൊരു 200+ ഒരു 250 റേഞ്ച് ഉള്ള ഫാബ്രിക്കുകൾ നമുക്ക് കർട്ടനിൽ ചൂസ് ചെയ്യാവുന്നതാണ്. ബ്ലൈൻഡ്സ് ആണെങ്കിൽ നമുക്ക് റോമൻ ബ്ലൈൻഡ്സോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള റോളർ ബ്ലൈൻഡ്സുകളോ ഒക്കെ ചെറിയ വിൻഡോകൾ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതെല്ലാം കൂടി നമുക്കൊരു 2,45,000 ബഡ്ജറ്റ് നമുക്ക് കൺസിഡർ ചെയ്യാം. നമുക്ക് 35,000 നമുക്ക് കൺസിഡർ ചെയ്യാം. ഇങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്കൊരു 2 BHK നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു 7 lakhs ബഡ്ജറ്റിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സോ ദ തേർഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഒരു ഹൈ എൻഡിൽ നമ്മൾ തിങ്ക് ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടെ നമുക്ക് എന്താ പറയുക, ഒരു പ്രീമിയം ക്വാളിറ്റി, നമുക്ക് ക്വാളിറ്റി വേഴ്സസ് പ്രീമിയം എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഈ ഒരു കേസ് വരുമ്പോഴേക്കും നമ്മൾ 710 മറൈൻ ആണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഇപ്പം ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് പ്രിഫർ ചെയ്യുന്നതും കിച്ചണിലേക്ക് 710 ചെയ്യാൻ വേണ്ടിയാണ്. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, 710 എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദി ആൾക്കാർ ഉപയോഗിക്കുന്നത് കാർ കേസുകളിൽ മാത്രമാണ്. അതിന്റെ ബാക്ക് സൈഡ് എപ്പോഴും ആൾക്കാർ PVC ഷീറ്റുകളാണ് കൊടുക്കുന്നത്, വാളിലേക്ക് ചേരുന്ന പോർഷൻസ്. ഇവിടെ ഇവിടെ ഒരു സജഷൻ ഞാൻ ഇവിടെ വെക്കുന്നത് ഒരു WPC കോമ്പിനേഷൻ ആണ്. അതായത് നമുക്ക് സിങ്ക് ഏരിയ വരുന്നിടത്ത് നമുക്ക് WPC മെറ്റീരിയൽ കിട്ടും. WPC എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും വാട്ടർ റെസിസ്റ്റന്റ് ആണ്, അല്ലെങ്കിൽ വാട്ടർ പ്രൂഫ് ആണ്. അതുപോലെ നമുക്ക് ഇൻസെക്ട്സിന്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. മറൈൻ ഡൈ ആണെങ്കിൽ ഇപ്പോഴത്തെ രീതിയിൽ നമുക്ക് ലാമിനേഷൻ ചെയ്ത് എഡ്ജ് ബാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും ഒരു പ്രോബ്ലം മറൈൻ ഡൈക്ക് വരുന്നില്ല. എനിക്ക് ആർക്കിടെക്ട്സ് ഏറ്റവും കൂടുതൽ അന്നും ഇന്നും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ക്വാളിറ്റി ആയിട്ടുള്ള മറൈൻ ഡൈ തന്നെയാണ്. നമ്മൾ പല ആർക്കിടെക്ട്സ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ അവർ പ്രിഫർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ WPC നമ്മൾ ഫുൾ കിച്ചൺ ചെയ്യണമെങ്കിൽ കോസ്റ്റ് വളരെ ഹൈ ആവും. അതിന് പകരം നമുക്ക് സിങ്ക് ഏരിയയിൽ മാത്രം നമുക്ക് അല്ലെങ്കിൽ വാഷ് ഏരിയയിൽ മാത്രം WPC ഉപയോഗിച്ചു, കാരണം അവിടെയാണ് ലീക്കേജിനുള്ള പോസിബിലിറ്റി കൂടുതൽ. ഇനി ആ മൊഡ്യൂൾ എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് ഫ്യൂച്ചറിൽ മാറ്റി വെക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സോ നമ്മൾ അതിനേക്കാൾ കൂടുതൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ യൂസ് ചെയ്യുന്ന കിച്ചനെ കുറിച്ച് വല്ല അവെയർ ആവുന്നുണ്ട്. പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം, നമ്മളൊരു ചെറിയ ലീക്കേജ് വന്നാൽ പോലും ആരും അത് ശ്രദ്ധിക്കത്തില്ല. അതിങ്ങനെ ലീക്ക് കൂടി വീണ്ടും വലുതാവുന്ന പ്രശ്നം. അപ്പൊ എപ്പോഴും ഒരു പീരിയോഡിക്കൽ ചേഞ്ച് ഒരു പ്ലംബറെ വിളിച്ച് എപ്പോഴും നിങ്ങൾ കിച്ചണിലും സിങ്ക് ഏരിയയിലും നമ്മൾ നടത്തുന്നത് നല്ലതാണ്. നമ്മളൊരു കാർ കഴിച്ചാലും വണ്ടി കഴിച്ചാലും പീരിയോഡിക്കൽ ചെക്കപ്സ് എപ്പോഴും നല്ലതാണ്. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടേക്കുന്ന ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് 120 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു കിച്ചണും ഒരു 84 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു 2 4 ഡോറിന്റെ വാർഡ്രോബും, പിന്നെ അതുപോലെയുള്ള ക്യാബിനറ്റുകളും ചൂടാക്കുകളും പൂജാ യൂണിറ്റുകളും വേണമെങ്കിൽ നമുക്ക് ഇന്റേണൽ പാർട്ടീഷൻസ് പോലും ഈ ഒരു ബഡ്ജറ്റ് കൺസിഡർ ചെയ്യാൻ പറ്റും. ഒരു 5,40,000 നമുക്ക് ക്യാബിനറ്ററി ആൻഡ് റിലേറ്റഡ് വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഫർണിച്ചർ ആൻഡ് ഫർണിഷിംഗ്, കാരണം ഒരു ഇച്ചിരി ഒരു പ്രീമിയത്തിലേക്ക് വരുമ്പോഴേക്കും ഫർണിച്ചറും ഫർണിഷിംഗും നമ്മൾ കുറച്ചും കൂടി ഒരു ഡിസൈൻ എലമെന്റ് ഉള്ള ഫർണിച്ചേഴ്സ് ഇവിടെ യൂസ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ആ ബഡ്ജറ്റിനനുസരിച്ച് അതിനെ എൻഹാൻസ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി നമ്മൾ സ്പെൻഡ് ചെയ്താലേ പറ്റും. ഇവിടെ കർട്ടൻ സെറ്റ് സെലക്ട് ചെയ്യുമ്പോൾ 300+ റേഞ്ച് ഫാബ്രിക്സുകൾ, 300-200 എന്നൊക്കെ പറയുന്നതായിരിക്കും ഒരു എക്കണോമിക് റേഞ്ച് ആണ്. കർട്ടൻസിൽ നിന്ന് നമുക്കറിയാം, പിന്നെ ഡീഡക്കോ പോലെയുള്ള ബ്രാൻഡുകൾ അല്ലെങ്കിൽ പല രീതിയിലുള്ള GM പോലെയുള്ള ഫാബ്രിക്സുകളൊക്കെ നമുക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാം ഒരു 500 above 1000 above റേഞ്ച് ആണ്. അപ്പൊ അത്രത്തോളൊന്നും പോയില്ലെങ്കിൽ പോലും നമുക്കൊരു എക്കണോമിക് റേഞ്ചിൽ തന്നെ നല്ല ഫാബ്രിക്സുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഡെക്കോർ എലമെന്റുകൾ സെലക്ട് ചെയ്യുമ്പോൾ ഒരു 45,000, അങ്ങനെ നമുക്കൊരു 9 lakh ബഡ്ജറ്റിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ 2 BHK ഇന്റീരിയേഴ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അത് എനിക്ക് തോന്നുന്നു ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു ക്ലിയർ ആവുന്നുണ്ട് എനിക്ക് തോന്നുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാവുന്നതാണ്. 1-2 ടിപ്സിലേക്ക് കടക്കുകയാണ്. അപ്പൊ നമുക്ക് കുഞ്ഞു കാര്യങ്ങളാണ് നമുക്കുള്ളത്. ഒന്ന്, നമ്മൾ എന്തായാലും ഇന്റീരിയർ ചെയ്യാൻ തീരുമാനിക്കും, അല്ലെങ്കിൽ നമ്മൾ വെക്കുന്ന വീടാകാൻ വാങ്ങുന്ന വീടാണ്, അത് എത്രയും പെട്ടെന്ന് ഡിസിഷൻ എടുക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. പ്രത്യേകിച്ച് ഇപ്പം വീടൊക്കെ ഡ്രീം ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾ നേരത്തെ തന്നെ എന്താ പറയാ ഫിക്സ് ചെയ്യുക ആരായിരിക്കും നിങ്ങൾ ഇന്റീരിയർ ചെയ്യാൻ. അത് 2-3 കമ്പനികളെ ഷോർട്ട് ലിസ്റ്റിൽ വെക്കുക, അവരെ ഫോളോ ചെയ്യുക, അവരുടെ പേജുകൾ ഫോളോ ചെയ്യുക, അവരെങ്ങനെയാണ് മാർക്കറ്റിൽ അവരുടെ പ്രൊഡക്റ്റുകളൊക്കെ അവതരിപ്പിക്കുന്നത് ഒബ്സർവ് ചെയ്യുക. ഇനിയിപ്പം കൺസ്ട്രക്ഷൻ തുടങ്ങിയ ആൾക്കാരാണെങ്കിൽ ഞാൻ പറയും, ശരിക്കും സ്പേസ് പ്ലാൻ ആകുമ്പോൾ തന്നെ ഇന്റീരിയേഴ്സിനെ കൺസൾട്ട് ചെയ്യുന്നതാണ്. കാരണം കുറെ പൊളിക്കൽ പരിപാടികൾ കൊടുക്കുക. ഞങ്ങൾക്കൊക്കെ വർക്കുകൾ വരുമ്പം ഇപ്പൊ ചില ആൾക്കാർ പറഞ്ഞാൽ കിച്ചൺ ഓപ്പൺ ഡിസൈൻ ചെയ്യണം, ഓൾറെഡി അവിടെ ഡോറൊക്കെ വെച്ച് ഭിത്തിയൊക്കെ കെട്ടി മറിച്ചിട്ടുണ്ടാവും. പിന്നെയും ഇന്റീരിയർ വർക്ക് വരുമ്പോഴേക്കും കിച്ചൺ വീണ്ടും ഓപ്പൺ ചെയ്ത് അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ പ്ലംബിങ്ങിന്റെ ലൈനും അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സ്വിച്ചുകളൊന്നും പ്രോപ്പറായിട്ട് ഇട്ടിട്ടുണ്ടാവില്ല. അത് വീണ്ടും കട്ട് ചെയ്ത് വീണ്ടും കുറെ വർക്കുകൾ അഡീഷൻ. ഇതിന്റെ എൻഡ് ഓഫ് ദി ഡേ ആരാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ തന്നെയാണ്, അല്ലെ? നമ്മൾ ആ വർക്ക് ചെയ്യിപ്പിക്കുന്നത് നമുക്ക് ഭയങ്കരമായിട്ട്. ഇന്ന് പൈസ എന്ന് പറയുന്നത് ഓരോന്നും വാല്യൂ ഉള്ള
പൈസ, അത് 1 രൂപയാണെങ്കിൽ 10 രൂപയാണെങ്കിൽ 100 രൂപയാണെങ്കിൽ എത്രയാണെങ്കിൽ വാല്യൂ ഉണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ കയ്യിലുള്ള പൈസ നഷ്ടപ്പെടാതെ അതിന് വാല്യൂ കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യിക്കാൻ വേണ്ടി. അപ്പോൾ നേരത്തെ തന്നെ ഡിസിഷൻ എടുക്കുക. ഒരു പ്രൊഫഷണൽ ഇന്റീരിയർ ഡിസൈനിങ് കമ്പനിയെ നമ്മൾ കണ്ടിട്ട് നമ്മൾ അതിലേക്ക് കടക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. പിന്നെ നമ്മുടെ റിക്വയർമെന്റ്സുകൾ നമ്മൾ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാം. ഇപ്പൊ നമുക്ക് എത്ര എൽ ഷേപ്പ് കിച്ചൺ ആണോ വേണ്ടത്, അതോ യു ഷേപ്പ് കിച്ചൺ ആണോ വേണ്ടത്, നമുക്ക് എന്താ പറയാ ബോട്ടം ക്യാബിനറ്റും വാൾ ക്യാബിനറ്റും വേണം, അതോ നമുക്ക് ലോഫ്റ്റ് വേണം. നമുക്കറിയാം ഓരോ കാര്യം ആഡ് ചെയ്യുമ്പോൾ ഒരു കോസ്റ്റ് ഇൻവോൾവ്മെന്റ് ഉണ്ട്. നമുക്ക് ലോഫ്റ്റ് വേണം, നമുക്ക് വർക്ക് ഏരിയ നമുക്ക് എത്രത്തോളം നമുക്ക് വേണം. അപ്പൊ നമുക്ക് ചില ആൾക്കാർ സ്റ്റോർ ക്യാബിനറ്റ് ഒക്കെ സ്റ്റോർ നിന്നിപ്പോൾ നമ്മൾ എന്താ പറയാ ഭയങ്കര പ്രീമിയം ആയിട്ട് ചെയ്തതിലും കുഴപ്പമില്ല. അവിടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ നോർമൽ രീതിയിലുള്ള എന്താ പറയാ രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്ത് പോകാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് എത്ര വാർഡ്രോബ് വേണം. ഇപ്പൊ മാസ്റ്റർ ബെഡ്റൂമിലൊക്കെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് 2 വാർഡ്രോബ് വളരെ ആവശ്യം. കാരണം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു റൂം എന്ന് പറയുന്നത് മാസ്റ്റർ ബെഡ്റൂമാണ്. ഒരു ഹസ്ബൻഡ് വൈഫ് ഉള്ള ആൾക്കാരാണെങ്കിൽ കംഫർട്ടബിൾ ആയിട്ട് ഇന്ന് വേറെയും മെറ്റീരിയലൊക്കെ നമുക്ക് കൂടി വരും, ഡ്രസ്സുകളൊക്കെ കൂടി വരുന്നുണ്ട്, നമുക്ക് ഓർണമെന്റ്സും അതുപോലെ തന്നെ നമുക്ക് മറ്റു രീതിയിലുള്ള ഐറ്റംസ് എല്ലാം കൂടി വരും. അപ്പൊ നമുക്ക് 2 വാർഡ്രോബെങ്കിലും ഒരു മാസ്റ്റർ ബെഡ്റൂമിൽ വേണ്ടി വരും. അപ്പം അതൊക്കെ നമ്മളൊന്ന് പ്ലാൻ ചെയ്യണം. മറ്റ് ഗസ്റ്റ് ബെഡ്റൂം അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഡ്രസ്സ് ഗസ്റ്റ് റൂമിലേക്ക് കൊണ്ട് വെക്കേണ്ടത്. അങ്ങനെ നമുക്ക് ഫണ്ട് നമുക്ക് അലോക്കേറ്റ് ചെയ്യാൻ കുറവാണെങ്കിൽ നമുക്ക് അങ്ങനെയും യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ലിവിംഗ് ഏരിയ നമുക്ക് എത്രത്തോളം, കാരണം ഒരു വീടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല എന്ന് പറയുന്നത് ലിവിംഗ് ആണ്, ലിവിംഗ് ഡൈനിങ് ഏരിയ ആണ്. കാരണം ഒരു വീട്ടിലേക്ക് കടന്നു വരുമ്പം ഒരു വ്യക്തി വരുമ്പം എപ്പോഴും ഒരു പോസിറ്റീവ് ഫീൽ. ഈവൻ നമുക്കാണെങ്കിൽ പോലും ആ വീട്ടിലിരുന്ന് പ്രൊഡക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിലോ ഒന്ന് തിങ്ക് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ നമുക്കൊന്ന് ഇന്ററാക്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ സ്പേസ് വളരെ കംഫർട്ടബിൾ ആയിരിക്കും. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ ട്രെൻഡ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഇൻസ്റ്റയിലൊക്കെ കാണുവാണെങ്കിൽ ബേ വിൻഡോ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഭയങ്കര ട്രെൻഡ് ആയിട്ട് വരുന്നത്. എന്തുകൊണ്ടാണ് ആ ബേ വിൻഡോയ്ക്ക് ഇത്ര ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനും മൊബൈൽ നോക്കാനും അല്ലെങ്കിൽ ബുക്സ് റീഡ് ചെയ്യാനും അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് മെഡിറ്റേറ്റ് ചെയ്യാനും ഒക്കെ വളരെ ഇഷ്ടമുള്ള കാര്യം. അപ്പൊ ആ ബേ വിൻഡോകൾ വളരെ കംഫർട്ടബിൾ ആയിട്ട് വരും. അപ്പൊ നമുക്ക് എന്താണ് റിക്വയർമെന്റ്സ്? ഇപ്പം ചില ആൾക്കാർ പറയാറുണ്ട് നമുക്ക് മൾട്ടി പർപ്പസ് ഉള്ള ഫർണിച്ചേഴ്സ് വേണം. ചില ആൾക്കാർ പറയാറുണ്ട് നമുക്ക് അയണിംഗ് ടേബിൾസ് നമുക്ക് ഫോൾഡബിൾ ആയിരിക്കും. ചില ആൾക്കാർ പറയും വാർഡ്രോബിന്റെ ഉള്ളിൽ അയണിംഗ് ടേബിൾസ് നമുക്ക് വെക്കാൻ പറ്റും, കാരണം സ്പേസ് മാനേജ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒത്തിരിയേറെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ പരമാവധി നമ്മളത് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ കമ്പാരിസൺ പോകുന്നുണ്ടെങ്കിൽ അപ്പൊ ഏതെങ്കിലും ഒരു വെണ്ടർ, ഇപ്പൊ നമ്മൾ ചിലപ്പോൾ നമ്മൾ റെഫറൻസ് വഴിയായിരിക്കാം നമ്മളൊരു വെണ്ടറിനായിട്ട് ചെയ്യുന്നത്, ചിലപ്പോൾ ഓൺലൈൻ വഴിയായിരിക്കും ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രൊഫഷണൽ അഡ്വൈസറി ആയിട്ടുള്ള ഫോളോ പോലെയുള്ള കമ്പനികൾ വഴിയായിരിക്കും ചെയ്യുന്നത്. അപ്പം എങ്ങനെ ഐഡന്റിഫൈ ചെയ്താലും നിങ്ങൾ താരതമ്യം ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അതിന്റെ ബിൽ ഓഫ് ക്വാണ്ടിറ്റി വെച്ചിട്ട് വേണം, അതിന്റെ സ്പെക്ക് വെച്ചിട്ട് വേണം 2 കമ്പനികളെ താരതമ്യം ചെയ്യാൻ. കാരണം പലരും പല മെറ്റീരിയലും ഉപയോഗിക്കും. അപ്പൊ അതിനെ പകരം നമ്മൾ നമ്മുടെ ഒരു സ്പെക്ക് ഉണ്ടാക്കുക. എനിക്ക് വേണ്ടത് ഇന്ന മെറ്റീരിയലാണ് കിച്ചണിൽ ഞാൻ യൂസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത്, ഇന്ന മെറ്റീരിയൽ വെച്ച് എനിക്ക് വാർഡ്രോബ് മതി എന്ന് പറഞ്ഞു ഒരു എക്സൽ എടുത്തിട്ടോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഷീറ്റ് എടുത്തിട്ടോ നമ്മളൊന്ന് കൃത്യമായിട്ടൊരു BOQ ഉണ്ടാക്കിയിട്ട് ആ BOQ വെച്ചിട്ട് നമ്മളൊരു 3 റേറ്റ് കമ്പാരിസൺ റേറ്റിന്റെ കമ്പാരിസൺ. പിന്നെ അവിടെ ഞാൻ പറയാം, റേറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കമ്പനിയിലും ഒരു ഫിക്സഡ് റേറ്റ് ഇല്ല. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കമ്പനിയുടെ എക്സ്പീരിയൻസും ഓരോ കമ്പനിയുടെ എന്താ പറയാ അവർ കൊടുക്കുന്ന സർവീസസും അവരുടെ എക്സ്പെർട്ടൈസും ക്വാളിറ്റിയും അവരുടെ ബ്രാൻഡ് വാല്യൂയും ഒക്കെ ഡിഫറെന്റ് ആണ്. അപ്പം ഒരു നല്ല ബ്രാൻഡുള്ള കമ്പനി ആണെങ്കിൽ അവർക്ക് അതനുസരിച്ചുള്ള പ്രൈസ് അവർക്ക് കൂടുതൽ, കാരണം അവർക്ക് അത്ര എൻക്വയറികൾ കൂടുതലായിരിക്കും. അപ്പൊ അത് വളരെ അവരെടുക്കുന്ന വർക്കുകൾ ക്വാളിറ്റി വർക്കുകൾ തന്നെ എടുത്ത് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കമ്പനികളായിരിക്കും. അപ്പോൾ ഇതിനെല്ലാം റിലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ 4 എലമെന്റ് ഉണ്ട്. അതും ഒക്കെ ഇതിനകത്ത് ഫാക്ടേഴ്സ് ആയിട്ട് വരും. നമ്മള് കാരണം ഓരോ കമ്പനിയും ഒരു നല്ല ടീമിനെ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ, നല്ലൊരു ഡിസൈനറിനെ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ നല്ല സാലറി എന്ന് കൊടുക്കും. നല്ല സാലറി കൊടുത്താൽ നല്ല ക്വാളിറ്റിയുള്ള ആൾക്കാരെ കിട്ടത്തില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ നമ്മുടെ ആൾക്കാരൊക്കെ എല്ലാവരും പുറത്തു പോകുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ ജോലിക്ക് ന്യായമായ ശമ്പളം കിട്ടാത്തത് കൊണ്ടാണ്. ഇവിടെ ആൾക്കാർ നിൽക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ, നല്ല ക്വാളിറ്റിയുള്ള ആൾക്കാർ നിൽക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ക്വാളിറ്റി സാലറി കൊടുത്തേ പറ്റും. അപ്പൊ ആ ക്വാളിറ്റി സാലറി കൊടുത്താൽ ക്വാളിറ്റി ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിനൊക്കെ എക്സ്പെൻസീവ് പല കമ്പനികൾക്കും വരാറുണ്ട്. അപ്പൊ നമ്മൾ അതെല്ലാം ഒന്ന് മനസ്സിൽ കരുതണം ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ. അപ്പൊ BOQ എടുത്തിട്ട് നമ്മൾ താരതമ്യം ചെയ്യുകയാണ് നല്ലതാണ്. പിന്നെ നമ്മൾ ഉറപ്പായിട്ടും ആൾക്കാർ, എനിക്കറിയാം നിങ്ങളിപ്പം Q&A വന്ന് ആദ്യം ചോദിക്കുന്ന ക്വസ്റ്റൻ ആയിരിക്കും, സാറേ ഇതിനകത്ത് ഇലക്ട്രിക്കൽ വർക്കിന്റെ കോസ്റ്റ് ഉണ്ടോ, പ്ലംബിംഗ് ഉണ്ടോ, ഗ്രാനൈറ്റ് ഉണ്ടോ, ടൈൽ ഉണ്ടോ? ഞാൻ പറഞ്ഞ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഇന്റീരിയറിന്റെ എക്സ്പെൻസുകൾ മാത്രമാണ്. ഒബ്വിയസ്ലി അതിനകത്ത് നമുക്ക് ഇലക്ട്രിക്കൽ വർക്കുകൾ അഡീഷണൽ വരണം, അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. പ്ലംബിംഗ് ഉണ്ട്, അതുപോലെ പല കാര്യങ്ങളും ഡെക്കോറിയൻ ഇട്ടത് കുറച്ച് അധികമായിട്ട് ചില ആൾക്കാർ ഡെക്കോറിലേക്ക് പോകുന്നുണ്ട് ഇപ്പോഴത്തെ രീതിയിൽ. അൺഎക്സ്പെക്ടഡ് ആയി എന്തെങ്കിലുമൊക്കെ ചാർജുകൾ ഉണ്ടെങ്കിൽ, ഇപ്പം ചിമ്മിണി ഹോബ് ഫിക്സ് ചെയ്യാൻ വേണ്ടി അവിടെ ഹോൾ അടിക്കണം, അതൊരു അൺഎക്സ്പെക്ടഡ് ചാർജ് ആണ്, അല്ലെങ്കിൽ അത് എക്സ്ട്രാ ചാർജ് ആയിട്ട് എല്ലാവരും വാങ്ങുന്ന ഒരു കാര്യമാണ്. അതുപോലെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരുമ്പോൾ കുറച്ച് അഡീഷണൽ ചാർജുകൾ വരും. ചില ആൾക്കാർ ഞങ്ങൾ ബാത്റൂം
പാർട്ടീഷനൊക്കെ നിങ്ങളുടെ ഹോസ്റ്റലുണ്ടോ? ബാത്റൂം പാർട്ടീഷൻസ് നോർമലി ഒരു ഡിസൈൻ കമ്പനികൾ അങ്ങനെ ചെയ്യാറില്ല. പറഞ്ഞു കഴിഞ്ഞാൽ പലരും ചെയ്യാറുണ്ട്. ആ ബഡ്ജറ്റൊക്കെ എക്സ്ട്രാ ആണെന്നുള്ളൊരു രീതിയിൽ നമ്മൾ തിങ്ക് ചെയ്യേണ്ടത്. ഇതൊരു കോമൺലി എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കിച്ചന്റെ ഒരു ട്രയാങ്കിൾ നമ്മൾ ഫോളോ ചെയ്യാന്നുള്ളത്. നമുക്കൊരു യു ഷേപ്പ് കിച്ചണൊക്കെയാണ് നമുക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ ഫോളോ ചെയ്താൽ കുറച്ചും കൂടെ നമ്മുടെ വർക്ക് കുറച്ചും കൂടെ കിച്ചണിൽ ഈസി ആവാനുള്ള സാധ്യതകളുണ്ട്. ഒരു ട്രയാങ്കിൾ ബേസിസ് സിങ്ക്, സ്റ്റൗ, റെഫ്രിജറേറ്റർ നമ്മൾ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത് നല്ലൊരു കാര്യമായിരിക്കും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിന്റെ കളർ തീം വളരെ ഇമ്പോർട്ടന്റ്. അതൊരു ബാലൻസ് ചെയ്ത് ഒരു പ്ലേസിംഗ് ആയിട്ടുള്ള ഇന്ത്യയിലെ കളർ തീമുകൾ നമ്മൾ കൊണ്ടുവരണം. കാര്യം നമ്മൾ വിചാരിക്കും എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്, വളരെ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. വാളില് കുറെ കളർ എടുക്കും, സീലിംഗിൽ എല്ലാവരും വൈറ്റ് അടിക്കും. ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്ന അറിയത്തില്ല. പക്ഷെ വൈറ്റ് മാത്രമൊന്നുമല്ല സീലിംഗിൽ അടിക്കാൻ പറ്റുന്നത്. പല ബ്ലെൻഡ് ചെയ്ത് വാളിലുള്ള കളർ തന്നെ സീലിംഗിലേക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ തന്നെ ഭയങ്കര ചേഞ്ച് നമ്മുടെ വീടുകളിലൊക്കെ സംഭവിക്കും. അപ്പൊ നമ്മൾ കളർ തീമിനെ കുറിച്ച് അറിയാവുന്ന കമ്പനികളായിരിക്കണം. ഏത് കളർ യൂസ് ചെയ്യണം, ന്യൂട്രൽ കളേഴ്സ് വേണം, ഡാർക്ക് കളേഴ്സ് വേണം. അതുപോലെ തന്നെ കാണുന്ന ഒരു കാര്യം, നല്ലൊരു ക്വാളിറ്റി വർക്കുകൾ ചെയ്യിക്കുമ്പോൾ എല്ലാ ടെക്സ്റ്റർ പെയിന്റുകളൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് ബഡ്ജറ്റ് കുറച്ചും കൂടി നമുക്ക് അനുവദിക്കുമെങ്കിൽ കുറച്ചും കൂടി ഒരു നല്ല സെലക്റ്റീവ് ആയിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റണം. ചില ടെക്സ്റ്റർ പെയിന്റുകൾ നമുക്ക് കുറച്ച് കളയും പെട്ടെന്ന് ഫെയ്ഡ് ആവുന്ന ഫീലുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഫെയ്ഡ് ആവാത്ത കളേഴ്സുകൾ നമ്മൾ യൂസ് ചെയ്യണം. നമുക്ക് കളർ എന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം വീടിനെ സംബന്ധിച്ച് പെയിന്റിങ് എക്സ്റ്റീരിയറും അല്ലെങ്കിൽ ഇൻസൈഡ് പെയിന്റ് എന്ന് പറയുന്നത് കുറെ ഡാർക്ക് കളർ അടിച്ചു വെച്ച വീട് നമുക്ക് സഫോക്കേഷൻ ചെയ്യും. എന്നാൽ അത് നമുക്ക് ലൈറ്റ് കളേഴ്സ് ബ്ലെൻഡ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഇന്ന് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ പറ്റും, നന്നായിട്ട് പഠിക്കാൻ പറ്റുന്ന, ലേൺ ചെയ്യാൻ പറ്റുന്ന ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. കാരണം നമ്മുടെ ഇൻഫർമേഷൻ ഒക്കെ നമ്മുടെ വിരലിന്റെ മുമ്പിൽ തന്നെയുണ്ട്, അല്ലേ? നമുക്ക് അത്രയും പരമാവധി അതിനകത്ത് ലേൺ ചെയ്യാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക. ഇത്രയാണ് ടോട്ടലി എനിക്ക് പറയാനുള്ളത്. എന്തായാലും അടുത്ത ഒരു വെബിനാർ നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് ഫസ്റ്റ് പോയിന്റ് കാണിക്കാവോ? ഒരു മിനിറ്റ്, ഫസ്റ്റ് പോയിന്റ് ആണ്. അതെ അതെ, കാർപ്പൻട്രിന്റെ ആണോ ഉദ്ദേശിച്ചത്, അതോ ടിപ്സിന്റെ ആണോ? ഫസ്റ്റ് പോയിന്റ് അതായിരുന്നല്ലോ ആദ്യം കാണിച്ചത്. ഓക്കെ, ഗുഡ്, താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഒരു വെബിനാർ നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് സ്റ്റൈൽസ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ആണ്. നോർമലി സ്റ്റൈൽസ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ഫോളോ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം, അതൊരു പ്രീമിയം കഴിഞ്ഞ് ഒരു ലക്ഷറി സെഗ്മെന്റിലേക്ക് എപ്പോഴും പോകാറുണ്ട്. എന്ന് പറഞ്ഞാൽ എപ്പോഴും പോകാറുള്ള ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു 20-25 lakhs 30 lakhs ബഡ്ജറ്റിലേക്കൊക്കെ പോകാൻ ഒരു 1 CR ഫ്ലാറ്റ് ഒക്കെ അല്ലെങ്കിൽ വീടുകൾ വെക്കുന്ന ആൾക്കാരാണ് അതിലേക്ക് അധികം ഫോക്കസ് ചെയ്യാറുള്ളത്. ഇവിടെ നമ്മൾ ട്രൈ ചെയ്യുന്നത് ഒരു 10 lakhs-നും 20 lakhs-നും ഇടയിൽ നിന്നുകൊണ്ട് നമുക്കൊരു സ്റ്റൈൽസ് ഓഫ് ഡിസൈനിങ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ? പലതരത്തിലുള്ള സ്റ്റൈൽസ് ഓഫ് ഡിസൈനിങ്ങുകൾ അവൈലബിൾ ആണ്. എന്തൊക്കെ തരത്തിൽ ഒത്തിരി കൺസെപ്റ്റുകൾ ഇന്ന് മാർക്കറ്റിൽ വരുന്നുണ്ട്. അത് ബോഡി സാബി ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് പറയാം ഹോളിവുഡ് ഗ്ലാം സ്റ്റൈൽ ആയിരിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, നമ്മൾ കോമൺലി എല്ലാവരും പറയുന്ന സ്റ്റൈലുകൾ കണ്ടംപററി, പീരിയഡിസം, ചിലപ്പോൾ മിഡ് സെഞ്ചുറി ആയിരിക്കാം. നമുക്ക് ഇന്ന് ഓരോ തീം അനുസരിച്ച് ജപ്പാനീസ് സ്റ്റൈലുകൾ, അതുപോലെ എർത്തി സ്റ്റൈലുകൾ. അപ്പൊ നമുക്ക് പല തീമുകൾ വെച്ച് നമുക്ക് ചെറിയ വീടാണ് വലിയ വീടാണെന്ന ഒരു ഇതില്ല. നമുക്ക് ഒരു 1500 സ്ക്വയർ ഫീറ്റ് വീടാണ് നമ്മൾ വെക്കുന്നത് എങ്കിൽ പോലും അവിടെ ഒരു സ്റ്റൈൽസ് ഓഫ് ഡിസൈൻ കൊണ്ടുവരാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഈ സെയിം വലിയ വീട്ടിൽ കിട്ടുന്ന എക്സ്പീരിയൻസ് തന്നെ നമ്മുടെ ഒരു ക്യൂട്ടായിട്ടുള്ള വീട്ടിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ നമുക്ക് അവിടെ യൂസ് ചെയ്യുന്ന എലമെന്റുകളുടെ ഏരിയ ഇച്ചിരി കുറച്ചാൽ മാത്രം നമുക്ക് സ്റ്റൈൽസ് ഓഫ് ഡിസൈനിങ്ങിൽ നമ്മൾ 10-20 lakhs നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ചാണ് നമ്മൾ അടുത്ത വെബിനാറിൽ നമ്മൾ കാണുന്നത്. സോ throughout finally your home should tell the story of who you are. നമ്മുടെ വീടാണെന്ന് പറയുന്നത് നമ്മൾ ആരാണ് എന്നുള്ളത് നമ്മുടെ വീട്ടിൽ വന്നു കഴിയുമ്പം അറിയാൻ പറ്റും നമ്മൾ ആരാണ് എന്നുള്ളത്. നമ്മുടെ ഹോം എന്ന് പറയുന്നത് നമുക്ക് എവിടെ പോയാലും നമുക്ക് തിരിച്ചു വരാൻ പറ്റുന്ന ഒരു പ്ലേസ് ആയിട്ട് നമ്മുടെ സ്വന്തം വീടാണ്.
അപ്പൊ ആ വീട് മനോഹരമാക്കി സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. ഇപ്പം നിങ്ങൾ ഇന്ത്യയിൽ ചെയ്താലും ചെയ്തില്ലേ, നമ്മുടെ റൂം ആയിക്കോട്ടെ, നമ്മുടെ വീടായിക്കോട്ടെ, ഉള്ള ഫെസിലിറ്റി വെച്ച് അത് നീറ്റാക്കി അതിനെ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് അതിന്റെ സ്പേസ് ഒക്കെ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്താൽ പോലും ആ വീട് ബ്യൂട്ടിഫുൾ ആകും. അപ്പൊ നമ്മുടെ വീട് എന്ന് പറയുന്നത് നമ്മളെ കുറിച്ചുള്ള സ്റ്റോറി പറയുന്നതാണ് എന്നുള്ളൊരു തിരിച്ചറിവിൽ നിന്ന് ഇപ്പൊ നമ്മൾ താമസിക്കുന്ന നമ്മുടെ ബെഡ്റൂം ആയിക്കോട്ടെ, നമ്മുടെ ലിവിംഗ് സ്പേസുകളായിക്കോട്ടെ, അത് നീറ്റാക്കി ഇടാനും വൃത്തിയാക്കി ഇടാനും വേണ്ടി എല്ലാവരും ശ്രമിക്കുക. സോ എനിവേ, താങ്ക് യു വെരി മച്ച് ഫോർ ദി ഓപ്പർച്യൂണിറ്റി. എനിക്ക് തോന്നുന്നു ഏകദേശം കാര്യങ്ങൾ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഇതൊന്നും കൃത്യമായിട്ട് ആത്മീയമായിട്ട് ഇതാണ് ശരി ഇതല്ല ശരി എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇതൊക്കെ അതിലേക്കുള്ള ശരികളിലേക്കുള്ള ചില സാധ്യതകളാണ്. അതുകൊണ്ട് ആ തരത്തിൽ എല്ലാവരും എടുക്കുക. ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് വരാം. ഓവർ ടു നമുക്ക് ചാറ്റിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് സാർ സെഷൻ എടുത്തപ്പോ തന്നെ. നമുക്ക് പ്രോബബ്ലി അതിനകത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഹിരൺ വലിയ പറമ്പിലാണ്. ഹൗ ക്യാൻ വി ഫൈൻഡ് എ ഗുഡ് ഇന്റീരിയർ ഡിസൈൻ ആസ് പെർ യുവർ ആസ്പെക്ട്? ഇൻ ദിയർ ആസ്പെക്ട് ഓൾ ആർ പ്രൊഫഷണൽ ഡിസൈനേഴ്സ്. എനിക്ക് തോന്നുന്നത് ലൈക്ക് ഒരു ഹോം ഓണറിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും പ്രൊഫഷണൽ ഡിസൈനേഴ്സ് ആണ്. പക്ഷെ ഒരു നല്ല ഗുഡ് ഇന്റീരിയർ ഡിസൈനർ, മാച്ചിങ് ഇന്റീരിയർ ഡിസൈനർ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും അക്കോർഡിംഗ് ടു യുവർ പെർസ്പെക്റ്റീവ് എന്നുള്ളതാണ് ഹിരൺ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. ഹിരൺ കോളിലുണ്ടോ? എനിക്ക് തോന്നുന്നത് ഇനിഷ്യൽ ലെവൽ ചോദിച്ചതാണെങ്കിൽ ഞാൻ അതിന് കുറച്ച് ലാസ്റ്റിൽ അതിന്റെ ആൻസേഴ്സ് കവർ ചെയ്തിട്ടുണ്ട്. ഹിരൺ കോളിൽ ഇല്ല. സാർ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മള് റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളുമായിട്ട് സിങ്ക് ആവുന്നുണ്ടോ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. അതായത് പറഞ്ഞ കാര്യങ്ങൾ അങ്ങോട്ട് പ്രൈസ് എല്ലാവരും മ്യൂട്ട് ചെയ്യണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പൊ പ്രൈസ് മാത്രമാണ് ഒരു ഫാക്ടർ നോക്കാതെ നമ്മളുമായിട്ട് ഒരു അപ്രോച്ച് ചെയ്യുന്ന നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഒക്കെ നമുക്ക് ക്ലിയർ ആവുന്ന ഒരു കമ്പനി ആയിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അത് ചിലപ്പോൾ ആ കമ്പനിയിലെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ലീഡർ ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു സ്റ്റാഫോ മാനേജർ ആയിട്ടായിരിക്കും നമുക്ക് എല്ലാ റാപ്പോ കിട്ടുന്നത്. അങ്ങനെ കിട്ടുന്നുണ്ടോ നോക്കാം, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന അങ്ങനെ ആ നിൽക്കുന്ന വ്യക്തിയുടെ റോള് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ആരാണ് കോൺട്രാക്ട് ബേസിൽ വരുന്നത്, അയാളുടെ ആറ്റിറ്റ്യൂഡും അയാളുടെ അപ്രോച്ചും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ കമ്പനിയുടെ വർക്ക് തീരാനാണ്. നമ്മള് പിന്നെ എപ്പോഴും ഒരു കാര്യം ചിന്തിക്കേണ്ടത്, നമ്മൾ ഒരിക്കലും ഫൈറ്റിംഗ് മോഡിൽ പോകരുത്. ഒരു കമ്പനിയായിട്ട് നമ്മൾ ഫൈറ്റിംഗ് മോഡിൽ പോകുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് വേണം, ഇത് വേണം, എല്ലാം വേണം. പക്ഷെ ഇപ്പൊ ഞങ്ങൾ ഇവിടെ കാണുവാണെങ്കിൽ ഇപ്പൊ പൊതുവെ എന്റെ സ്റ്റാഫുകൾ വളരെ കംപ്ലൈന്റ് ആയിട്ട് വരാറുണ്ട്. ചില ആൾക്കാർ, ചില കസ്റ്റമേഴ്സ്, ഞാനതൊരു ഇതായിട്ട് പറയാം, ജനറൽ അവയർനെസ്സിന് വേണ്ടി പറയുകയാണ്. ചില ആൾക്കാർ ചില കാര്യങ്ങളെ കാണുന്നത് ഞങ്ങൾ പൈസ തരുന്നതല്ലേ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് ഇത്ര ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ചെയ്തു തന്നേ പറ്റൂ, നടത്തി തന്നേ പറ്റൂ, വിത്തിൻ ടൈമിനുള്ളിൽ തന്നേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ ചില ആൾക്കാർ ചാടിയും പിടിക്കാറുണ്ട്. പക്ഷെ ഇവിടെ ഏത് കമ്പനി നിൽക്കുന്ന എംപ്ലോയീസിന്റെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്, ആരാണോ അവരെ നന്നായിട്ട് നല്ല റിലേഷൻഷിപ്പ് മേക്ക് ചെയ്ത് കാര്യങ്ങൾ നന്നായിട്ട് നമ്മൾ ഏത് കാര്യത്തിൽ പോയാലും അങ്ങനെയാണ്. നമുക്കൊരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കി കഴിയുമ്പോൾ എല്ലാവരും ഇത് വൃത്തിയായിട്ട് ചെയ്തു തരാൻ ശ്രമിക്കും. ആ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം നമ്മൾ ഉറപ്പായിട്ട്. അത് ആ കമ്പനിയിൽ നിൽക്കുന്ന ആൾക്കാർ ആരാണോ നമ്മുടെ കോൺടാക്റ്റിൽ കിട്ടുന്നത്, ചിലപ്പോൾ ഓണർ ആയിരിക്കാം, ചിലപ്പോൾ ഒരു സീനിയർ പൊസിഷനിൽ നിൽക്കുന്ന ഒരു മാനേജർ ആയിരിക്കാം, അവരുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ പറ്റുന്ന ആൾക്കാരാണോ. തീർച്ചയായിട്ടും. അടുത്ത ചോദ്യം, ഡിഡ് ദ ഷേപ്പ് ഓഫ് ഹൗസ് മിനിമൈസ് കോസ്റ്റ്, സേ സ്ക്വയർ വേഴ്സസ് റൗണ്ട് വാൾസ്? വീടിന്റെ ഷേപ്പ്, റൗണ്ട് വാൾസ്, സ്ക്വയർ വാൾസ്, അത് ഇന്റീരിയർ കോസ്റ്റിനെ ഇമ്പാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ചോദ്യം. മിസ്റ്റർ അലക്സ് ആണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് സർ. നമുക്കറിയാം, ഇപ്പൊ മോഡുലാർ എന്ന് പറഞ്ഞാലും there are certain limitations. എന്ന് പറഞ്ഞാൽ ഇപ്പൊ മോഡുലാർ ഫാക്ടറികൾ നമുക്ക് എപ്പോഴും സ്ക്വയർ ആയിട്ടുള്ള ജോമെട്രിക് ആയിട്ടുള്ള വാർഡ്രോബ് ഒക്കെ നമുക്ക് എപ്പോഴും സ്ക്വയർ ആണ് വരുന്നത്. ചില ആൾക്കാരെങ്കിലും കർവ് ഡിസൈൻസ് ഇഷ്ടപ്പെടാറുണ്ട്. അപ്പൊ ഇവിടെയാണ് കസ്റ്റമൈസേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക് പോകുന്നത്. അപ്പൊ നമുക്കൊരു കുറച്ചും കൂടി ഒരു ഡിസൈൻ യൂണീക്നെസ് പറഞ്ഞാൽ ചിലർക്ക് റൗണ്ട് ഡിസൈൻസുകൾ വളരെ ഇഷ്ടമുള്ളതാണ്. അപ്പൊ ഉറപ്പായിട്ടും അവിടെ കസ്റ്റമൈസേഷന്റെ പോസിബിലിറ്റിയാണ് അവിടെ വരുന്നത്. അപ്പൊ കസ്റ്റമൈസേഷനിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടത് അങ്ങനത്തെ ഒരു ഡിസിഷൻ എടുക്കുന്നത് ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും നമുക്ക്. റൈറ്റ്. അപ്പം കസ്റ്റമൈസേഷൻ, വാളിന്റെ കസ്റ്റമൈസേഷൻ വരുന്നതിനനുസരിച്ച് അത് കോസ്റ്റ് ചിലപ്പം കൂടാം കുറയാം എന്നുള്ളതാണ്. അല്ലെങ്കിൽ റെക്ടാങ്കുലർ ഷേപ്പുകൾ ചിലപ്പം കുറവ് കോസ്റ്റുകളായിരിക്കും. കാരണം ഇപ്പൊ ഓൾറെഡി
ഒരുപാട് മൊഡ്യൂലർ സ്റ്റാൻഡേർഡ് പ്രൊഡക്ട്സ് ഉള്ളതുകൊണ്ട് അത് കുറവായിട്ടായിരിക്കാം വരാം എന്നുള്ളതാണ് സാർ പറയുന്നത് അല്ലെ? അതെ അതെ. പാർവതി MS ഒരു ചോദ്യമുണ്ട്. Can you suggest the best material brands? മറൈൻ പ്ലൈ, WPC. മറൈൻ പ്ലൈയുടെ കേസിൽ ഇന്ന് നമുക്ക് ഏത് കാർ എടുക്കണമെന്ന് ഫീൽഡിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആവില്ല. ഇന്ന് അത്രയും ബ്രാൻഡ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ആരും അതിന് മോശമൊന്നുമല്ല. പുതിയ പുതിയ ബ്രാൻഡുകൾ ഡെയിലി വന്നുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന പോലെ തന്നെയാണ് പ്ലൈവുഡിന്റെ കേസിൽ ഇന്ന് ബ്രാൻഡ് മാത്രം നോക്കിയൊരു കാര്യമൊന്നുമില്ല. എല്ലാവരുടെയും നമ്മൾ അതിന്റെ സ്പെക്കാണ് നോക്കുന്നത്. സ്പെക്ക് എന്ന് പറഞ്ഞാൽ കാലിബ്രേറ്റഡ് ആയിട്ടുള്ള 710 പ്ലൈ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 710 പ്ലൈ BWP ഗ്രേഡ് പ്ലൈ ആണെങ്കിൽ അത് അതിന്റെ ക്വാളിറ്റി അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഉറപ്പുവരുത്തുക. കാരണം ഒരുവിധം പ്രൊഫഷണൽ കമ്പനികളൊന്നും അതിനകത്ത് ഒരിക്കലും ചീറ്റ് ചെയ്യാൻ സാധ്യതയില്ല. കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അവരുടെ ഇമേജിനെ അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം 2 ഓപ്ഷൻ ഇതിനകത്തുള്ളത്. ഒന്നുമല്ലേ നമുക്ക് ഒരു 710 ക്വാളിറ്റി വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് വെച്ചിട്ട് ഒരു 90 to 120 റേഞ്ചിലാണ് നോർമൽ രീതിയിൽ ക്വാളിറ്റി പ്ലൈകൾ കിട്ടുന്നത്. ഇതിപ്പോ നിങ്ങൾക്ക് ബ്രാൻഡേ കൂടിയ രീതിയിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രീനർ, സെഞ്ചുറി അല്ലെങ്കിൽ ഏറ്റവും എന്താ പറയുക ശക്തിമാൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ട്രോജൻ എന്നൊക്കെ പറയുന്ന ബ്രാൻഡുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അവരൊക്കെ അവരുടെ റേഞ്ച് തുടങ്ങുന്നത് ഒരു 110 തൊട്ട് 150 റേഞ്ചിലോട്ടാണ്. ഞാനിത് പറയുന്നത് 16mm പ്ലൈൻ്റെ ഒരു കാര്യം. അപ്പൊ നമുക്ക് സ്പെൻഡിങ് കൂടുതൽ നമുക്ക് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ബ്രാൻഡ് മേടിച്ച് ചെയ്യാം. നമ്മളൊരു കാർ മേടിക്കുമ്പോൾ നമുക്ക് നോർമൽ ഒരു എന്താ പറയുക ഹുണ്ടായി കാറിൽ നമുക്ക് സഞ്ചരിക്കാം. ആ സമയത്ത് നമുക്കൊരു BMO അല്ലെങ്കിൽ ഓഡിയോ എടുക്കുമ്പോൾ നമുക്ക് അതിൽ നമുക്ക് സഞ്ചരിക്കാം. അപ്പൊ നമ്മൾ ആ ബ്രാൻഡിനെ അനുസരിച്ച് നമുക്ക് കൂടുതൽ പേ ചെയ്യേണ്ടി വരും. നമുക്ക് അത്ര സ്പെൻഡിങ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഹൈ എൻഡ് ബ്രാൻഡിലേക്ക് പോയാൽ മതി. അതല്ലെങ്കിൽ നമുക്ക് നോർമൽ രീതിയിലുള്ള സ്പെക്ട് നോക്കി ഇന്ന് പ്ലെന്റി ഓഫ് ബ്രാൻഡ്സ് ഇന്ന് ക്വാളിറ്റി പ്ലൈവുഡ് കൊടുക്കുന്നു. നിങ്ങൾ ഓരോ ദിവസം നിങ്ങൾ ആഡും പരസ്യമൊക്കെ ശ്രദ്ധിച്ചാൽ ഒത്തിരി ബ്രാൻഡുകൾ ഡെയിലി വരുന്നുണ്ട്. ഇതെല്ലാം ക്വാളിറ്റി കോൺഷ്യസ് ആയിട്ട് തന്നെയാണ്. കാരണം മറൈൻ പ്ലൈ പിന്നെ നമ്മൾ നന്നായിട്ട് ലേൺ ചെയ്യുക. ഇന്ന് ഞാനൊരു കഴിഞ്ഞ ദിവസം ഒരു സൈറ്റിൽ ചെന്നപ്പോഴത്തേക്കും ഞാൻ സത്യം പറഞ്ഞാൽ അവരുടെ നോളജ് കണ്ടിട്ട് ഞാൻ തന്നെ എനിക്ക് ഷെയിം ആയിപ്പോയി. കാരണം ആ കസ്റ്റമർ അത്രയും ഡെപ്തില് മെറ്റീരിയലിനെ കുറിച്ച് പഠിച്ചു വെച്ചേക്കുക. എവിടുന്ന് പഠിച്ചു എന്നുള്ളത് വെച്ചാൽ ഇന്ന് അത്രയും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പം മെറ്റീരിയൽ നോളജ് നമുക്ക് എത്രത്തോളം ഉണ്ടാക്കാം. പിന്നെ ഇതൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ നമ്മുടെ ഒരു വീട് ഡിസൈൻ ചെയ്യുമ്പോൾ അതിനകത്ത് ഇൻവോൾവ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് നമുക്ക് അത്രയും കാര്യങ്ങളെ കുറിച്ച് പഠിക്കാം, അറിവുകൾ കിട്ടും. നമുക്ക് സമയം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇൻവോൾവ് ചെയ്തതിൽ തെറ്റില്ല. സോ അപ്പൊ സാർ പറയുന്നത് ബേസിക്കലി 710 പോലെയുള്ള സ്പെക്ക് ഗ്രേഡ് ഓക്കെ ആണെങ്കിൽ ബ്രാൻഡിന് അവിടെ പ്രത്യേകിച്ച് ഒരു ഇമ്പോർട്ടൻസ് ഇല്ല എന്താണ് ഞാൻ പറയുള്ളൂ. എല്ലാ ബ്രാൻഡുകളും ഒരു 15 to 25 ഇയേഴ്സോളം നമുക്ക് സർവീസ് തരുന്നു. ഞാനൊക്കെ 10-12 വർഷമായിട്ട് ഇപ്പൊ അവരൊക്കെ വലിയ ബ്രാൻഡായി. പക്ഷെ എങ്കിൽ പോലും അവർ ബ്രാൻഡ് ആവുന്നതിന് മുമ്പ് ഞങ്ങൾ യൂസ് ചെയ്ത പ്ലൈകളുണ്ട്. ഞങ്ങൾ കസ്റ്റമർക്ക് ചോയ്സ് കൊടുക്കാറുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പം ഒരു ആങ്കർ, സെഞ്ചുറി വേണം അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക അങ്ങനത്തെ ഒരു വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഓപ്ഷൻ ഉണ്ട്. അതനുസരിച്ച് പ്രൈസ് റേഞ്ച് കൂടുതൽ വരും ഒബ്വിയസ്ലി. ആന്റണി MA അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് അബൌട്ട് സ്ലൈഡിംഗ് ഫർണിച്ചർ ഇംപ്ലിമെന്റേഷൻ? എന്താണ് സ്ലൈഡിംഗ് ഫർണിച്ചർ? സ്ലൈഡിംഗ് വാർഡ്രോബ്സ് ആണ് ഉദ്ദേശിക്കുന്നത്? ആന്റണി സർ ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാമോ? അതെ അതെ, ഞാൻ ഓൾ ദ ഫർണിച്ചർ സ്ലൈഡിംഗ് മീൻസ് എല്ലാ ടൈപ്പ് ഓഫ് ഫർണിച്ചറിലും സ്ലൈഡിംഗ് വരുന്നതെങ്കിൽ അത് നമുക്ക് ഉപകാരപ്പെടുമോ അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവുമോ? അല്ല, സ്ലൈഡിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഒന്ന് സ്ലൈഡിംഗ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ഇച്ചിരി കോസ്റ്റ് ഹയർ സൈഡിൽ നിൽക്കും. നോർമൽ ഡോറിനെക്കാട്ട് കുറച്ചുകൂടി സ്ലൈഡിംഗ് എപ്പോഴും സ്ലൈഡിംഗ് സിസ്റ്റത്തിന് അഡീഷണൽ കോസ്റ്റ് വരുന്നുണ്ട്. അതിൽ നല്ല സിസ്റ്റം എടുക്കണമെങ്കിൽ നമുക്ക് അറൗണ്ട് ഒരു 20,000 നമ്മൾ സ്പെൻഡ് ചെയ്യും. പിന്നെ ഇന്ന് കുറച്ചും കൂടി ഒരു പ്രീമിയം റേഞ്ച് ചെയ്യാൻ പറ്റുന്നവർക്ക് അരിസ്റ്റോ പോലുള്ള ബ്രാൻഡുകളിൽ നമുക്ക് ഗ്ലാസ് സ്ലൈഡിംഗ് സിസ്റ്റംസ് വരുന്നുണ്ട്. അതുപോലെ മറ്റു ഒത്തിരി ബ്രാൻഡുകളിൽ നിന്ന് അവൈലബിൾ ആണ്. അപ്പോൾ അവിടെ ഗ്ലാസ് സ്ലൈഡിംഗ് ഡോറുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് എത്ര ഹൈറ്റിലും ചെയ്യാം. എന്ന് പറഞ്ഞാൽ 3 മീറ്റർ ഹൈറ്റിൽ നമുക്ക് സ്ലൈഡിംഗ് സിസ്റ്റം കൊണ്ടുവരാൻ പറ്റും ഗ്ലാസ് ആണെങ്കിൽ. അപ്പം ടോപ്പ് ടു ബോട്ടം അപ് ടു സീലിംഗ് വരുന്നുണ്ട്. അപ്പം അത് കുറച്ചും കൂടി ഒരു എൻഹാൻസ്മെന്റ് നമുക്ക് അവിടെ തരുന്നുണ്ട് ആ ഒരു സ്ലൈഡിംഗ് സിസ്റ്റം. ഞാൻ എൻ്റെ ഒരു പ്ലാൻ ഉണ്ട് ഓൾറെഡി. അപ്പൊ ആ പ്ലാനിൽ ഞാനത് ചെയ്തതെന്ന് വെച്ചാൽ ലിവിംഗ് ഏരിയ കഴിഞ്ഞ് വരുന്ന ഏരിയ, കിച്ചൺ സൈഡ് അവിടെ വരുമ്പോൾ ലിവിംഗ് ഏരിയ പ്ലസ് ഇതാണ് അല്ല ഡൈനിങ് ഏരിയ കഴിഞ്ഞ് വരുന്ന ഏരിയയില് സ്ലൈഡിംഗ് ഗ്ലാസ് ഉദ്ദേശിക്കുന്നുണ്ട്. സ്ലൈഡിംഗ് ഗ്ലാസ് ഡോർ പ്ലസ് ഗ്ലാസ് ഫുൾ ഗ്ലാസ് ആയിട്ട്. കോസ്റ്റ് കൺവേർഷന് എന്തൊരു വ്യത്യാസം ഉണ്ടാവും? സ്ലൈഡിംഗ് സിസ്റ്റത്തിന്റെ റേറ്റ് ഉറപ്പായിട്ട് അവിടെ കൂടുതൽ വരുമല്ലോ. അത് നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പം ഓരോ ബ്രാൻഡ് അനുസരിച്ച് സ്ലൈഡിംഗ് സിസ്റ്റം ഇപ്പൊ ഹാഫ്ലി അല്ലെങ്കിൽ ബ്ലണ്ടിലൊക്കെ കുറച്ച് ഹൈ എൻഡ് സൈഡ് ആണ് വരുന്നത്. അത് നമുക്ക് നോർമലി എക്കോ പോലെയുള്ള ബ്രാൻഡുകളിൽ നമുക്ക് കുറച്ചുകൂടി കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് കിട്ടാറുണ്ട്.
ഈ ബ്രാൻഡ് ആണെങ്കിൽ പോലും പല ആൾക്കാരും ചോദിക്കാറുണ്ട് നിങ്ങൾ ഏത് ബ്രാൻഡാണ് ആക്സസറീസ് ഉപയോഗിക്കുന്നത്. ഇപ്പം എപ്പോ അല്ലെങ്കിൽ ഹാപ്പിള്, ഹിറ്റ് പോലുള്ള ബ്രാൻഡുകളാണ് ഇപ്പൊ നോർമലി മാർക്കറ്റിലുള്ളത്. ഒബ്വിയസ്ലി നല്ലതാണ്. അത് മാത്രമൊന്നും അല്ല മാർക്കറ്റിലുള്ളത്. അതുപോലെ തന്നെ കിടപിടിക്കുന്ന ഒത്തിരി ബ്രാൻഡ് അല്ലാത്തതുകൊണ്ട് ആൾക്കാർ അതിനെ മാറ്റി നിർത്താൻ പ്രൈസ് കോൺഷ്യസ് ആണെങ്കിൽ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ പല ബ്രാൻഡുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സാർ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. അത് എനിക്കത് ഇതെങ്ങനെ ചോദിക്കണമെന്നറിയില്ല. അത് ഞാൻ ചോദിക്കട്ടെ. ഇപ്പൊ നമ്മള് ഇന്റീരിയർ ഡിസൈൻ ഒരു പാർട്ടിനെ ഏൽപ്പിക്കുന്നത്, അതായത് പ്രൊഫഷണൽ ടീമിനെ ഏൽപ്പിക്കുന്നത്. നമ്മുടെ നാട്ടിൽ കേരളത്തിൽ അല്ലെങ്കിൽ എറണാകുളം, ഞാൻ എറണാകുളം ബേസിലാണ്. അപ്പൊ എറണാകുളം അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഇന്റീരിയർ ബേസിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു 3-4-5 കമ്പനികൾ സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് അങ്ങനെ നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളാണ് ചൂസ് ചെയ്യേണ്ടത്. ബ്രാൻഡ് എന്ന് പറയുന്നത് ബ്രാൻഡ് ഒരു ഘടകമാണ്. ബ്രാൻഡിലേക്ക് നേരത്തെ പ്ലൈവുഡിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെയാണ്. നമ്മൾ ബ്രാൻഡ് ഇന്റീരിയർ കമ്പനിയെ സെലക്ട് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി അതിന് ഉറപ്പായിട്ട് നമുക്ക് കൂടുതൽ പേ ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ലീഡിംഗ് ആയിട്ടുള്ള പല ബ്രാൻഡുകൾ നമുക്കിന്ന് ഓൺലൈനിൽ നമുക്ക് കാണാം. അഡ്വർടൈസ്മെന്റ് ചെയ്യുന്ന ഒത്തിരി ബ്രാഞ്ചുകളുള്ള പല കമ്പനികളുണ്ട്. അപ്പൊ ഞാനൊരു ബ്രാൻഡ് ഓൺ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇന്ന ബ്രാൻഡാണ് നല്ലതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് ഒത്തിരി ബ്രാൻഡുകൾ ഇന്ന് അവൈലബിൾ ആണല്ലോ മാർക്കറ്റിൽ. അതിന് നാഷണൽ ലെവലിലുള്ള ഒത്തിരി ബ്രാൻഡുകൾ ഇപ്പൊ കേരളത്തിലേക്ക് വരുന്നുണ്ട്. ഇന്റർനാഷണൽ ലെവലിലുള്ള ബ്രാൻഡുകളും ഇപ്പൊ കേരളത്തിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ലീഡിംഗ് എന്ന് അത് ടേൺ ഓവർ അങ്ങനെ നമ്മളൊരു ബ്രാൻഡിനെ നമുക്ക് എടുത്ത് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എനിക്കറിയില്ല. കാരണം എല്ലാവർക്കും അതിൻ്റെതായ യൂണിക്നെസ് ഉണ്ട്. ഇപ്പം BM ആണോ നല്ലത്, ഓഡി ആണോ നല്ലത്, അല്ലെങ്കിൽ അതുപോലെ റേഞ്ച് ആണ്. ഇപ്പം മാരുതിയുടെ റേഞ്ചിൽ പോകുന്ന ചിലപ്പം ഹുണ്ടായി പ്രിഫർ ചെയ്യുന്നവരുണ്ട്, മാരുതി പ്രിഫർ ചെയ്യുന്നവരുണ്ട്. എല്ലാവർക്കും അതിൻ്റെതായ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ചില ആൾക്കാർക്ക് അതിൻ്റെതായ ചില ഡിഫക്റ്റുകളും ഉണ്ട്. നമുക്ക് ഏതാണ് കംഫർട്ടബിൾ അതുമായിട്ട് മുമ്പോട്ട് പോകാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യനില് പ്രീതി ശിവപ്രസാദ് മാഡം ഒരു കൈ റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രീതി ശിവപ്രസാദ് മാഡം കോൾ ഉണ്ടോ? ഹലോ സർ, ഗുഡ് ഈവനിങ്. ഹലോ, കേൾക്കാം. ഞാൻ സ്ലൈഡിങ് വിൻഡോസ് നമ്മൾ ഔട്ടർ ഡോറിൽ വെക്കുമ്പോഴേ ഔട്ടർ വോളില് പുറത്തേക്കുള്ള സ്ലൈഡിങ് വിൻഡോസ് ലീക്കിംഗ് ആവാൻ സാധ്യതയുണ്ടോ? വാട്ടർ ലീക്കിംഗ് ചെയ്യാൻ അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ടോ? ഇപ്പൊ നമ്മള് വിൻഡോസ് സ്ലൈഡിങ് വിൻഡോസ് കൊടുത്താൽ, വിൻഡോ ഗ്ലാസസ് സ്ലൈഡിങ് കൊടുത്താൽ, അപ്പം ഈ റെയിൻ നമ്മളുടെ നാട്ടിൽ നന്നായി മഴ പെയ്യുന്ന സ്ഥലമാണല്ലോ, അതിന് വെള്ളം ഉള്ളിലേക്ക് ലീക്ക് ചെയ്യാൻ സാധ്യതയുണ്ടോ? ക്ലീനിങ്ങിന്റെ പ്രശ്നമുണ്ടോ? ഇതിങ്ങനെ ഓരോരുത്തർ പറഞ്ഞു കേൾക്കുന്നതാണ്. അപ്പൊ സാറിന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ അത് അധികം എക്സ്റ്റീരിയറിൽ എക്സ്പെർട്ടൈസ് അല്ല, എനിക്ക് കൺസ്ട്രക്ഷൻ കമ്പനി കൂടി ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ട്രൈ ചെയ്യാൻ ആൻസർ ചെയ്യാൻ വേണ്ടി. ഡിപ്പെൻസ് അപ്പോൺ ദി സൈഡ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പടിഞ്ഞാറൻ സൈഡിലാണ് നമ്മുടെ വിൻഡോ ഇരിക്കുന്നതെങ്കിൽ ഒബ്വിയസ്ലി ഒരു കാറ്റിനുള്ള ക്ലിയർ ആണ്. ഞാൻ പറയുന്നത് ക്ലിയർ ആണ്. പടിഞ്ഞാറൻ സൈഡിൽ നമുക്ക് കാറ്റിനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പം വെള്ളം അകത്ത് വരാൻ അനുസരിച്ച് നമ്മൾ കുറച്ചും കൂടി അതിന്റെ പാരപ്പെട്ട് അല്ലെങ്കിൽ അതിന്റെ നമ്മൾ കുറച്ചും കൂടി എക്സ്ട്രാ പുറത്തേക്ക് ഇടുവാണെങ്കിൽ നമുക്ക് കുറേയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ അതനുസരിച്ചുള്ള മെറ്റീരിയലുകൾ ഉപയോഗിക്കണം. വെള്ളം നനഞ്ഞ പ്രോബ്ലം ഇല്ലാത്ത UPVC പോലെയുള്ള മെറ്റീരിയലുകൾ, അലുമിനിയം പോലുള്ള മെറ്റീരിയലുകൾ അവിടെ വുഡ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് ഡാമേജ് ആകാൻ സാധ്യത വളരെ കൂടുതൽ. അലുമിനിയം അല്ലെങ്കിൽ സ്റ്റീൽ വിൻഡോസ് ഡോസ്. ഇപ്പൊ നമ്മൾ ബഡ്ജറ്റ് കോൺഷ്യസ് ആണെങ്കിൽ സ്റ്റീൽ വിൻഡോസ് നല്ല ഓപ്ഷനാണ്. നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പൊ നല്ല ക്വാളിറ്റി സ്റ്റീൽ വിൻഡോകൾ കൊടുക്കുന്ന ഒത്തിരി കമ്പനികൾ ഇന്ന് മാർക്കറ്റിൽ. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഘടകമാണ്. ഇപ്പം ഏത് ഈസ്റ്റ് സൈഡിൽ നിന്നാണ് നമുക്ക് മോർണിംഗിൽ ലൈറ്റ് കിട്ടുക, ഒരു ആഫ്റ്റർനൂൺ പീരീഡിലേക്ക് നമുക്ക് എന്താ പറയാ പടിഞ്ഞാറ് വശത്താണ് ലൈറ്റ് കിട്ടുക, എയർ വരിക. എയറിന്റെ വെന്റിലേഷൻ നമുക്ക് ഇതൊക്കെ ഘടകമായിട്ട് വരും. വീട് വെക്കുക, അത് വീട് വെക്കുമ്പോൾ തന്നെ നിങ്ങൾ ആർക്കിടെക്ടോ എഞ്ചിനീയറോ ആയിട്ട് കൺസൾട്ട് ചെയ്യുമ്പോൾ അവർ വളരെ അവെയർ ആണ് അതിനെ കുറിച്ച്. ഓക്കെ, പിന്നെ സാർ ഒരു കാര്യം കൂടെ. അപ്പം ഈ മെറൈൻ പ്ലേ WPC സാറിനുണ്ടല്ലോ, കിച്ചൺ ക്യാബിനറ്റ്സ് അല്ലെ വാഷ് സിങ്കിന്റെ താഴെയുള്ളത് ആയിരിക്കും നന്നാവുക. അതുപോലെ കിച്ചണിൽ നമ്മൾ മെറൈൻ ആയിരിക്കും ബെറ്റർ അല്ലേ? പക്ഷെ ബെഡ്റൂംസിലെ വാർഡ്രോബ്സിന് സാധാ പ്ലൈ മതി എന്നാണ് എന്താണ് സാർ? അത് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. നിങ്ങൾ എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല. ഡ്യൂറബിലിറ്റി നോക്കുമ്പോൾ ഇത്ര കാലത്തേക്ക് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ റഫായിട്ട് നമ്മൾ കബോർഡ് പിന്നെ കഴിയുമ്പോൾ ഹിഞ്ചസ് ഒക്കെ പൊട്ടി പോരുവോ,
അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ വരുമോ? ഞാൻ പല സ്ഥലങ്ങളിലും ട്രാവൽ ചെയ്ത സമയത്ത്, പല രാജ്യങ്ങളിലൂടെയും ട്രാവൽ ചെയ്ത സമയത്ത് ഓരോ സ്ഥലങ്ങളിലും അവരുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചാണ്. അതെ, അല്ല അതിപ്പോ ശരിയാണ്. ഇപ്പൊ നമ്മൾ പുറത്ത് ഇപ്പം UAE ആണെങ്കിൽ ഓക്കെ, അവിടെ ഓക്കെയാണ്. നമ്മുടെ ക്ലൈമറ്റിന് പറ്റുമെന്നാണ്. ദുബായിലൊക്കെ പോയാല് അല്ലെങ്കിൽ പോയാൽ MD ആണ് പ്രിഫർ ചെയ്യുന്നത്. അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ പോയാൽ ഓരോ സ്ഥലത്തും ചില ഫുഡ് കൂടുതൽ അവൈലബിൾ ഉള്ള സ്ഥലത്ത് ഫുഡ് യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ നമുക്ക് ഇതെല്ലാം കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ ഞാൻ പറയും, ഒരു 710 പ്ലൈവുഡ് എന്ന് പറയുന്നത് VWP വാട്ടർ ബോയിലർ പ്രൂഫ് എന്ന് പറയുന്നത് ഒരു 70 hours നമുക്ക് ബോയിലർ വാട്ടറിൽ ഇട്ട് വെച്ചാലും പ്രോബ്ലം ഇല്ലാത്ത ഒരു പ്ലൈ എന്നാണ് സ്പെസിഫിക്കേഷൻ പറയുന്നത്, അല്ലേ? 710 BWP അല്ലേ പറയുന്നത്. അപ്പൊ നമുക്ക് ശരിക്കും അത്രയും ക്വാളിറ്റിയുള്ള മറൈൻ പ്ലൈവുഡ് ഒന്നും നമ്മൾ യൂസ് ചെയ്യേണ്ട യഥാർത്ഥത്തിൽ ആവശ്യമില്ല നമ്മുടെ ഇവിടുത്തെ കൺസേൺ അനുസരിച്ച്. അപ്പൊ ഇപ്പോഴത്തെ നമ്മളെ എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കര ഓവർ കോൺഷ്യസ് ആണ് മലയാളീസ്. വരൂ എന്ന് കരുതിയിട്ട് ഭയങ്കര ഇതെടുത്ത് വെക്കുന്നത്. അവിടെയാണ് സ്പെൻഡിങ് കപ്പാസിറ്റി. ഇപ്പം ആണെങ്കിൽ നമുക്കൊരു 710 കിച്ചണിൽ ബോട്ടം ക്യാബിനറ്റ് ഉപയോഗിച്ച് വാൾ ക്യാബിനറ്റ് ബാക്കി എല്ലാ ബെഡ്റൂമുകളിലും നിന്ന് ധൈര്യമായിട്ട് നല്ലൊരു 303 പ്ലൈ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന VWR വാട്ടർ ബോയിലർ റെസിസ്റ്റന്റ്. കാര്യം പ്ലൈവുഡ് എന്ന് പറയുന്ന സാധനം ഇൻസൈഡ് റോ മെറ്റീരിയൽ ആണ്. അതിന്റെ രണ്ട് സൈഡിലും നമ്മൾ എന്താ പറയുക സാൻഡ്വിച്ച് മോഡലിൽ നമ്മൾ ലാമിനേഷൻ ചെയ്ത് കഴിഞ്ഞ് എഡ്ജ് ബാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അകത്തുനിന്ന് ഒരു പ്രോബ്ലം വരേണ്ട കാര്യമില്ല. 303 പ്ലൈക്ക് നല്ല 303 പ്ലൈക്ക് ഇന്ന് എല്ലാ കമ്പനിയും നമുക്കൊരു 15 years പ്ലസ് വാറണ്ടി തരുന്നുണ്ട്. വാറണ്ടി തരുന്നുണ്ട്. വർക്ക്മാൻഷിപ്പ് ആ കമ്പനിയും തരുന്നുണ്ട്. ഇപ്പൊ നമ്മളാണെങ്കിൽ ആ വർക്ക്മാൻഷിപ്പിന് നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട്. ഇപ്പൊ എഡ്ജ് ബാൻഡ് പൊളിഞ്ഞു പോകും, നമ്മളത് മാറ്റിത്തരാൻ നമ്മൾ ബാധ്യതയാണ്. അത് 303 ആയാലും നമുക്ക് ബെഡ്റൂമുകളിലൊക്കെ അല്ലെങ്കിൽ കോമൺ ഏരിയയിലൊക്കെ 303 ആവശ്യമുള്ളൂ. ആക്ച്വലി പറയാണ്, ദിസ് ഇസ് മൈ പറയുക. ഈ ടെർമൈറ്റ് പ്രൂഫ് ആണോ അത് ചെതിലെടുക്കുന്ന പ്രശ്നമില്ലല്ലോ അല്ലേ? ടെർമൈറ്റ് പ്രൂഫ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ പ്രിക്കോഷൻസ് ആണ്. ഇപ്പൊ ടീക്കാണെങ്കിൽ ടെർമൈറ്റ് കയറാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നോർമലി നമ്മൾ 303 710 ഉപയോഗിക്കുന്നത് കുറച്ചും കൂടി നല്ല പ്ലൈ ആണ്. ഗർജൻ ഫേസ് ഉള്ള പ്ലൈകൾ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. മെറ്റീരിയൽ ഉപയോഗിച്ചുള്ള വുഡ് ഉപയോഗിച്ചുള്ള പ്ലൈ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നമ്മൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പ്ലൈ തന്നെ ഇൻഡിവിജ്വലായിട്ട് നിർത്തരുത്. ഇപ്പൊ പ്ലൈ യൂസ് ചെയ്തവിടെ പെയിന്റ് അടിക്കരുത്. പെയിന്റ് അടിച്ച് കഴിയുമ്പോൾ അവിടെ മോയ്സ്ചർ അബ്സോർവ് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. ഈ നോർമൽ കാർപ്പൻറ്റേഴ്സ് ചെയ്യുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ഡോറുകള് സൈഡൊക്കെ ലാമിനേറ്റ് ചെയ്യും, ഇൻസൈഡ് പെയിന്റ് അടിക്കുന്ന രീതി കാണാറുണ്ട്. അതുപോലെ ബാക്കില് ലാമിനേഷൻ ചെയ്യില്ല, പെയിന്റും ചെയ്യില്ല. അപ്പം അവിടെയാണ് ഈ മോയ്സ്ചർ വരിക. പെയിന്റ് അടിക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഫാബ്രിക് ഒക്കെ നമ്മൾ അടുക്കി വെക്കുമ്പോൾ അതിൽ ഫംഗസ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്, മോയ്സ്ചർ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്, സ്മെല്ല് വരാം കുറച്ച് നാൾ കഴിയുമ്പോൾ സ്ഥിരമായിട്ട്. അപ്പം നമ്മൾ ഒരിക്കലും നമ്മൾ അങ്ങനത്തെ ബഡ്ജറ്റ് നോക്കണം കേട്ടോ ഇതിനൊക്കെ. അതിൽ പ്രീലാം MDF യൂസ് ചെയ്യുന്ന പെയിന്റ് യൂസ് ചെയ്യുന്നത് പ്രീലാം MDF യൂസ് ചെയ്തിട്ട് റിസ്ക് എടുക്കുക, കോസ്റ്റ് കുറവ്. കേട്ടില്ല? ഇപ്പം പറഞ്ഞ എന്ത് യൂസ് ചെയ്യുന്നത് ബെറ്റർ? പ്രീലാമിനേറ്റഡ് MDF മീഡിയം ഡെൻസിറ്റി ഫൈബർ എന്ന് പറഞ്ഞാൽ കാർ കേസുകളിൽ നമുക്കിപ്പം ഞാൻ ഇത് സജസ്റ്റ് ചെയ്യുന്നത്, ഇഫ് യു ആർ ഗോയിങ് ഫോർ പെയിന്റിംഗ് ആണ് ഇൻസൈഡ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിലും ബെറ്റർ MDF ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ വെക്കുന്ന ഫാബ്രിക്കിനൊക്കെ വളരെ ഫിനിഷിങ് കംഫർട്ടബിൾ വരും. കാര്യമുള്ളൂ നമുക്ക് അവിടെ വെള്ളത്തിന്റെ പോസിബിലിറ്റി ഉണ്ടാകുന്നത്. വാളിൽ നിന്ന് കുറച്ച് ഗ്യാപ്പിട്ടാണെങ്കിൽ ഈ ക്യാബിനറ്റ് നമ്മൾ സെറ്റ് ചെയ്യാണ്. അടുത്ത ക്വസ്റ്റ്യൻ സാറാ മേഡമാണ്. വാട്ട്സ് യുവർ ഒപ്പീനിയൻ ഓൺ ഫെറോ സിമെന്റ് ഫോർ കിച്ചൺ ക്യാബിനറ്റ്സ് ഓർ വാർഡ്രോബ്സ്? ഫെറോ സിമെന്റ് കിച്ചൺ ക്യാബിനറ്റ്സിനും വാർഡ്രോബ്സും ഉപയോഗിക്കുന്നതിനെ പറ്റിയിട്ട് സാറാ മേഡം ഉണ്ടോ? ഗോ ലൈഫ് അക്കൗണ്ടിൽ നിന്ന് ജോയിൻ ചെയ്തിരിക്കുന്നു. ഓക്കെ, എന്തായാലും ഒരു ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയത് ആൻസർ ഈ ഫെറോസിമെന്റ് അല്ലെങ്കിൽ അലുമിനിയം കിച്ചൺ ഒക്കെ എന്ന് പറയുന്നതെല്ലാം നമുക്ക് നമ്മുടെ പർപ്പസ് ക്ലിയർ ആവും, ഒരു സംശയമില്ല. എന്ന് പറഞ്ഞാൽ നമുക്ക് കിച്ചൺ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഫങ്ഷണാലിറ്റി നമുക്ക് അവിടെ കിട്ടും. അവിടെ വരുന്ന ഒരു അടുത്തൊരു ഡിഫറൻറ്റ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് എന്ന് പറയുന്ന ഫാക്ടറാണ് പറയുന്നത്. കോസ്റ്റ് നമുക്ക് അധികം സ്പെൻഡ് ചെയ്യാനില്ല, നമ്മൾ അധികം കടമെടുത്ത് അല്ലെങ്കിൽ നമ്മളൊരു പൈസ ഇല്ല കൂടുതൽ കടമെടുത്ത് ചെയ്യണമെന്ന് ആഗ്രഹമില്ല. പിന്നെ നമുക്ക് ഇതായി ഷോ കാണിക്കാനോ അല്ലെങ്കിൽ നമുക്ക് അത്രയും കംഫർട്ടും ഫെസിലിറ്റി ഒന്നും വേണ്ട എന്നാണ് നമ്മുടെ ഡിസിഷൻ എങ്കിൽ ഉറപ്പായിട്ടും ഫെറോസ്ലാബ് നല്ല ഓപ്ഷനാണ്. ഫെറോസ്ലാബ് വെച്ച് അതിന്റെ ഒരു PVC എന്താ പറയുക വെച്ചിട്ട് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതുപോലെ അലുമിനിയം PVC വെച്ച് ചെയ്യുന്ന ഒത്തിരി ആൾക്കാർ അവൈലബിൾ ആണ്. പക്ഷെ അലുമിനിയത്തിൽ എപ്പോഴും ഒരു ചലഞ്ച് വരുന്നത് സ്ട്രെങ്ത് ഇച്ചിരി കുറവാണ്. ഇപ്പോഴും ഇപ്പം ഹിഞ്ചസ് ഒക്കെ കുറച്ച് കഴിയുമ്പോൾ എല്ലാം ഒരു ചെറിയ പോസിബിലിറ്റി ഉണ്ട്.
അപ്പൊ അതൊക്കെ നമ്മൾ മുൻകൂട്ടി അതുകൊണ്ടാണ് ആൾക്കാർ ഈവൻ മൾട്ടിവുഡ് പോലും ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൾട്ടിവുഡ് വരുമ്പോൾ ഈ ഒരു ഹിൻഡസിന്റെ പ്രോബ്ലം അവിടെയാണ് WPC വന്നത്. അപ്പം നമ്മൾ പണ്ട് ഉപയോഗിച്ച ഒരു മൾട്ടിവുഡ് വന്ന സമയത്ത് ഞങ്ങൾ ഉപയോഗിച്ചിരുന്നു, പക്ഷെ അതൊക്കെ കാൽസ്യം സിലിക്കേറ്റ് ആയതുകൊണ്ട് പൊടിയാനുള്ള ഒരു പോസിബിലിറ്റി നമ്മൾ കാണുന്നുണ്ട്. ആ ബോർഡ് അതിന്റെ സ്ട്രെങ്ത് കുറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ മൾട്ടിവുഡ് അധികം അങ്ങനെ അങ്ങ് അല്ലെങ്കിൽ PVC ബോർഡുകൾ അധികം അങ്ങ് റെക്കമെൻഡ് ചെയ്തില്ല. അതിന്റെ ഒരു ഹൈ എൻഡിന് അനുസരിച്ചുള്ളതൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നു. അപ്പം ഈ ഫെബോസിൽ ഉപയോഗിച്ചും നമുക്ക് കിച്ചൺ അല്ലെങ്കിൽ വാർഡ്രോബ്സുകൾ നമുക്ക് ചെയ്യാം. പക്ഷെ ഇവിടെയും ചലഞ്ച് ഇതാണ്, നമ്മൾ വെക്കുന്ന ഫാബ്രിക്കിന് നനവുകൾ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്, ഈർപ്പം വരിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്, അവിടെ ചെതല് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ മറ്റ് ഇൻസെക്റ്റുകൾ വന്നിരിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം ഈർപ്പത്തിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അവിടെ ഇൻസെക്റ്റുകൾ ഉറപ്പായിട്ടും വരും. കാരണം ഡ്രസ്സ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന എല്ലാ ഡ്രസ്സുകളും എല്ലാ കാലത്തും നമ്മൾ യൂസ് ചെയ്യില്ല, ചിലത് സീസണിൽ യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പം അതിനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ക്ലീൻ ചെയ്യണം. ഓക്കെ, ചെതലിന്റെ പ്രശ്നം കിച്ചണിലാണെന്നുണ്ടെങ്കിലും അത് ബുദ്ധിമുട്ടാണെന്നാണ് സാർ പറയുന്നത് അല്ലെ? ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ നമ്മളത് നോക്കി മെയിൻറ്റെയിൻ ചെയ്യാൻ റെഡി ആവുകയാണെങ്കിൽ നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ്ലി നല്ലതാണ്. പക്ഷെ ഒരിക്കലും ഒരു പ്രീമിയം ലുക്ക് ഒരിക്കലും നമുക്കത് തരുന്നില്ല. ഒരു വാർഡ്രോബ് തുറന്നു അല്ലെങ്കിൽ കിച്ചൺ നമ്മൾ തുറന്നു കഴിയുമ്പോൾ ഒരു ട്രഡീഷണൽ രീതിയിലുള്ള ഒരു വേ ഓഫ് മെത്തേഡാണ്. മനസ്സിലായി. ഓക്കെ, അടുത്ത ചോദ്യം വിവേക് നായർ. പ്ലാനിങ് a 3 BHK house with 1600 square feet. What will be the approximate interior cost? A moderate one. 3 BHK house 1600 square feet. Approximate interior എത്രയാണ്? മോഡറേറ്റ് വണ്ണാണ്. എനിക്ക് തോന്നുന്നു ആ ഫ്ലാറ്റ് എത്ര ബഡ്ജറ്റ് വാങ്ങി എന്നുള്ളത് ചിന്തിക്കുകയാണെങ്കിൽ ഏകദേശം കോസ്റ്റ് കിട്ടും. വിവേക് നായർ സർ ഉണ്ടോ? വിവേക് നായർ ഇല്ല. ഫ്ലാറ്റ് ആണെന്നുണ്ടെങ്കിൽ നോർമലി അതും നമ്മളിപ്പോ ഒരു പ്രീമിയം ഫ്ലാറ്റ് നമ്മൾ പോയിട്ട് ഒരു 1.5 CR 2 CR മേടിച്ച് അവിടെ പോയി ഒരു 20 lakhs എൻജിയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ആ ഫ്ലാറ്റിനോട് നമ്മൾ രീതി വളർത്തിയിട്ടുള്ളത്. എന്ന് പറഞ്ഞൊരു 2 CR ഫ്ലാറ്റ് മേടിച്ചത് എന്തായാലും അവിടെ 50-60 ലക്ഷം എൻജിയറിന് ബഡ്ജറ്റ് കാണണം. കാര്യം ഇന്ന് മാർക്കറ്റില് ആ 2 CR എന്ന് പറയുന്ന ഫ്ലാറ്റ് അല്ലെങ്കിൽ 3 CR ഫ്ലാറ്റ് അത്ര ലക്ഷറി ആയിട്ടായിരിക്കും ചെയ്യുക. അതിന്റെ ലോബി വളരെ ലക്ഷറി ആയിരിക്കും, നമ്മൾ യൂസ് ചെയ്യുന്ന ലിഫ്റ്റുകൾ ലക്ഷറി ആയിരിക്കും. ഒബ്വിയസ്ലി ആ ഫ്ലാറ്റിന്റെ സ്പേസും ഒക്കെ ലക്ഷറിയിലേക്കാണ് വരുന്നത്. അപ്പൊ നമ്മൾ അതിന് മിനിമം ആ രീതിയിലുള്ള ബഡ്ജറ്റ് കാണണം. ഇപ്പൊ നമ്മൾ 50 lakhs ഫ്ലാറ്റ് നമ്മൾ മേടിച്ചിരിക്കുക, ഐഡിയലി പറയുകയാണെങ്കിൽ 20-25%, ഒരു 10 to 50 lakhs സ്പെൻഡ് ചെയ്താൽ മതി. നമുക്ക് ഏകദേശം നമ്മുടെ കംഫർട്ടബിളിനുള്ള ഇന്ത്യയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, വിവേക് സാറിന് ഓഡിയോ ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് പുള്ളിക്ക് ബഡ്ജറ്റ് കാൽക്കുലേഷനിൽ ആ സമയത്ത് സാർ ജോയിൻ ആയോന്ന് ചിലപ്പോൾ ഉണ്ടാവില്ല. ഞാൻ അതിനകത്ത് കൃത്യം പറഞ്ഞിരുന്നു, ഒരു 20 lakhs 30 lakhs ബഡ്ജറ്റ് ആണ് നിങ്ങൾ വീട് വെക്കുന്നതെങ്കിൽ ഒരു 5 to 10% നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ മതി. ഒരു 30 to 40% ലാക്സിലാണ് നിങ്ങൾ വീട് വാങ്ങുന്നത് വെക്കുന്നതെങ്കിൽ നിങ്ങൾ 10 to 15% ചെയ്ത് മാറ്റി വെക്കുന്നത് നല്ലതായിരിക്കും. അതൊരു 40 to 60% വരുന്നതെങ്കിൽ ഒരു 15 to 20% നിങ്ങൾ സ്പെൻഡ് ചെയ്യും. ഒരു 60 lakhs above ഉള്ള ഒരു വീടോ അല്ലെങ്കിൽ ഫ്ലാറ്റോ ആണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ ഒബ്വിയസ്ലി അവിടെ ഒരു 25% വരെ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. എങ്കിൽ മാത്രമാണ് അതിനനുസരിച്ചുള്ള ഒരു വീട് അവിടെ ആക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് Q&A വേറൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, വാട്ട് ഇസ് ദ ഡ്യൂറബിൾ മെറ്റീരിയൽ ഫോർ കവറിംഗ് ഓപ്പൺ ബാൽക്കണി ഏരിയ എക്സ്പോസ്ഡ് ടു റെയിൻ, സൺലൈറ്റ്, ഹീറ്റ്, ഡസ്റ്റ് എക്സെട്ര? ആരാ ചോദിച്ചതെന്ന് നമുക്കില്ല, അത് അനോണിമസ് ക്വസ്റ്റ്യൻ ആയിട്ട് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഡ്യൂറബിൾ മെറ്റീരിയൽ ഫോർ കവറിംഗ് ഓപ്പൺ ബാൽക്കണി ഏരിയ, അതാണ് ചോദ്യം. ഡ്യൂറബിൾ അവിടെ നമുക്ക് ആദ്യം ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ കവർ ചെയ്യാൻ വിൻഡോ, സ്ലൈഡിംഗ് വിൻഡോ തന്നെയാണ്. നമുക്ക് അലുമിനിയം വിൻഡോസുകൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ PVC വിൻഡോകൾ നമുക്ക് ഉപയോഗിക്കാം. ഇനി അതല്ല നമുക്ക് ജസ്റ്റ് പാർട്ടീഷൻ മാത്രമാണ് കൊടുക്കുന്നതെങ്കിൽ PVC മെറ്റീരിയൽ ഉപയോഗിക്കാം. വാട്ടർ പ്രൂഫാണ് സംഭവം, PVC മെറ്റീരിയൽ ഉപയോഗിക്കാം. ഓക്കെ, മഴ, സൺലൈറ്റ് ഇതെല്ലാം എക്സ്പോസ്ഡ് ആകുമ്പോഴത്തേക്കും ഈ മെറ്റീരിയൽസ് ഓക്കെ ആണെന്നാണ് സർ. ഓക്കെ ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോയൽ ജോഷിയാണ്. What is your opinion on false ceiling? What are its potential problems in the long term? ഫോൾസ് സീലിംഗിന്റെ കേസും ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിന് ഫോൾസ് സീലിംഗ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഡിഫൈൻ ചെയ്യുന്ന ഒരു കാര്യം. നമുക്കൊരു ഹീറ്റ് കുറയ്ക്കാൻ വേണ്ടിയാണ്, അതാണ് ഒന്നാമത്തെ ഒരു കാര്യം. നമുക്ക് ചൂട് കുറയ്ക്കാൻ പറ്റും. ഒരു എസ്തെറ്റിക് ഫീൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, നമുക്ക് ലൈറ്റിംഗ് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് കുറച്ചുകൂടെ ഫീച്ചേഴ്സുകൾ കിട്ടും. സീലിംഗിൽ ഇന്ന് കോമൺലി നമ്മൾ റെസിഡൻഷ്യൽ പ്രൊജക്റ്റുകളിൽ ജിപ്സം ബോർഡുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ജിപ്സം ബോർഡ് എന്ന് പറയുമ്പോൾ ബ്രാൻഡഡ് ആയിട്ടുള്ള ജിപ്സം ബോർഡുകൾ നമുക്ക് ഉപയോഗിക്കാം. ആവറേജ് സ്ക്വയർ ഫീറ്റ് റേറ്റ് എന്ന് പറയുന്നത് ഒരു 70 rupees തൊട്ട് 110-120 വരെ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കമ്പനി അനുസരിച്ച് വേരി ചെയ്യാറുണ്ട്.
അതിൽ നമ്മള് പഴയ രീതി പറയുകയാണെങ്കിൽ കണ്ടമാനം കുറെ ഡിസൈൻ ഒന്നും അങ്ങനെ ചെയ്യിക്കാറില്ല. നമ്മളധികവും ഫോർ ദി ലൈറ്റിംഗ് പർപ്പസിന് വേണ്ടി മാത്രമാണ് ഇപ്പൊ ഞങ്ങൾ സീലിംഗ് സജസ്റ്റ് ചെയ്യാറുള്ളൂ. കുറെ ഡിസൈൻ ഒക്കെ കൊടുത്തത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പാടാണ്. അതിന്റെ ഒരു റീൽസ് ഞാനിപ്പോ റീസെന്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എപ്പോഴും പ്രോബ്ലം ഉള്ള കാര്യം നമ്മൾ ഈ കട്ടിങ് ഡിസൈൻ കൊടുക്കുമ്പോൾ അവിടെ ഇൻസെക്ട്സ് ഒക്കെ വന്ന് കയറി ഇരിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ. അത് ഡസ്റ്റ് അക്യുമുലേറ്റ് ചെയ്യും. അപ്പൊ അവിടെയൊക്കെ ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്കൊരു എന്തെങ്കിലുമൊക്കെ എന്താ പറയാ ഒരു അലർജി ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവിടെ നമ്മൾ അറിയില്ല. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ മാസ്റ്റർ ബെഡ്റൂമിൽ ഞാൻ ഒരു ലെഡ്ജ് കൊടുത്തിട്ടുണ്ട് ടോപ്പിൽ ചെയ്തിട്ട്. അപ്പം കൊച്ചിന് ഇങ്ങനെ ഒരു തുമ്മൽ വന്നപ്പോഴത്തേക്കും എങ്ങനെ നോക്കിയിട്ടും പെട്ടെന്ന് അത് നമ്മൾ മുകളിലോട്ട് നോക്കുന്നില്ലല്ലോ. അവസാനം ഞാൻ വൈഫിനോട് പറഞ്ഞത് ഇവിടെ ഈ ലെഡ്ജിന് മുകളിൽ എന്തായാലും ഡസ്റ്റ് ഉണ്ട്, അത് ക്ലീൻ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ ഒരു വുഡ് വർക്ക് ഇങ്ങനെ ചുറ്റും കൊടുത്തിട്ടുണ്ട് മാസ്റ്റർ ബെഡ്, ലൈറ്റ് കൊടുക്കാൻ വേണ്ടി, കോവ് ലൈറ്റ് കൊടുക്കാൻ വേണ്ടി ചെയ്തു. കയറി നോക്കിയപ്പം സത്യം പറഞ്ഞാൽ മൊത്തം ഡസ്റ്റ് അവിടെ ഇരിക്കുക. അവരെപ്പോഴും അത് ഫ്രീക്വന്റ്ലി ക്ലീൻ ചെയ്യാത്തതുള്ള പ്രോബ്ലമാണ്. ഇതേപോലുള്ള സാധ്യതകളുണ്ട്. അപ്പൊ നമ്മളത് അവെയർ ആകുമ്പോഴാണ് നമ്മളത് ക്ലീൻ ചെയ്യത്തുള്ളൂ. പക്ഷേ ഈ സീലിംഗിന്റെ ഉള്ളിൽ കോവലേറ്റ് കൊടുക്കുന്നത് അവിടെ ഒന്നും നമുക്ക് കൈയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഇല്ല. പിന്നെ വാക്വം മെഷീനൊക്കെ ഉപയോഗിച്ച് നമുക്ക് കുറച്ച് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ റിസ്കുകൾ അവിടെ സീലിംഗിലുണ്ട്. സീലിംഗ് ഏറ്റവും നല്ല മെറ്റീരിയൽ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളത് ജിപ്സം തന്നെയാണെന്ന് പറയാം. അതിൽ മോയ്സ്ചർ ഉള്ള സ്ഥലമാണെങ്കിൽ നിങ്ങൾ ഗ്രീൻ ബോർഡുകൾ ഉപയോഗിക്കുക. ജിപ്സത്തിൽ തന്നെ കുറച്ചും കൂടി ഗ്രീൻ ബോർഡ് എന്ന് പറഞ്ഞാൽ ഇത് വരുന്നുണ്ട്. പിന്നെ ബാത്റൂമിലൊക്കെ ഇപ്പൊ നമുക്ക് എന്താ പറയാ നമുക്ക് ടൈൽ സീലിംഗുകൾ അവൈലബിൾ ആണ്, കാൽസ്യം ബോർഡുകൾ അവൈലബിൾ ആണ്, അതുപോലെ ഗ്രിഡ് ബോർഡുകൾ അവൈലബിൾ ആണ്, അതുപോലെ മെറ്റൽ സീലിംഗുകൾ അവൈലബിൾ ആണ്. ഈവൻ ഗ്രീൻ ബോർഡ് പോലും നമുക്ക് ബാത്റൂമിൽ യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ചാറ്റിലുള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. മറ്റു ചോദ്യങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകിൽ ഹാൻഡ് റൈസ് ചെയ്യാം, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. നമുക്ക് സമയം ഏകദേശം അതിക്രമിച്ചിരിക്കുകയാണ്. മാക്സിമം നമുക്കൊരു 1 or 2 ക്വസ്റ്റ്യൻസ് എടുക്കാനേ ഉണ്ടാവുള്ളൂ സമയം. സോ ആർക്കെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാം സാറേ. നമ്മുടെ വുഡൻ ഉപയോഗിക്കുന്നതിൽ എന്താണ് അഭിപ്രായം? മൊത്തത്തിൽ ഇന്ത്യയിലെ കൂടുതൽ വുഡൻ ഉപയോഗിക്കുമ്പോൾ കോസ്റ്റ് കൂടുതൽ അറിയാം, പക്ഷേ അല്ല മൊത്തം ഇന്ത്യയിലെ ഇപ്പൊ നമ്മള് പാർട്ടീഷൻ ആണെങ്കിലും ഇപ്പൊ നമ്മുടെ പ്രെയർ റൂം ആണെങ്കിലും അതുപോലെ തന്നെ കിച്ചൺ ഏരിയയിലാണെങ്കിലും ഒക്കെ കൂടുതൽ വുഡൻ ഉപയോഗിക്കുമ്പോൾ അതുകൊണ്ട് കോസ്റ്റ് കൂടുതൽ ഒരുപാട് എഫക്ട് ചെയ്യും. കാര്യം വുഡ് എന്ന് പറയുന്ന സാധനം നമ്മൾ ചുമ്മാ എന്തെങ്കിലും പരിശുവാരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും നമുക്ക് പ്രീമിയം ഫീൽ തരുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. നമ്മൾ വുഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിനെ ഡിസൈൻ ചെയ്തിട്ട് നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള കാർപ്പൻറ്റേഴ്സിനെ വെച്ചിട്ട് ആർക്കിടെക്ട്സിനൊക്കെ വെച്ച് ഡിസൈൻ ഉണ്ടാക്കിയിട്ട് വേണം വുഡ്. ഇപ്പൊ ആർക്കിഡ്രൈവ് കൊടുക്കുകയാണെങ്കിലും പാർട്ടീഷൻ കൊടുക്കുകയാണെങ്കിലും നമ്മൾ വുഡ് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ളൂ. എന്നാൽ അത് ഒരു പ്രീമിയം ക്വാളിറ്റിയിലോട്ട് വരത്തുള്ളൂ. ഈ ട്രഡീഷണൽ കാർപ്പൻറ്റേഴ്സ് അവർക്ക് അറിയുന്ന പോലെ പല കർവുകൾ കൊടുക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ പല കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് അങ്ങനത്തെ പ്രോബ്ലംസ് ചലഞ്ചസ് വരാറുണ്ട്. പിന്നെ വുഡിന് എപ്പോഴും നമുക്ക് മെയിൻ്റെനൻസ് കോസ്റ്റ് കൂടുതലാണ്, അത് പോളിഷ് ചെയ്യാനായിട്ട് കഴിയും. അപ്പൊ നമുക്ക് ആ കോസ്റ്റുകൾ കൂടും. പിന്നെ വുഡ് എപ്പോഴും നാച്ചുറൽ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് എക്സ്പാൻഡ് ചെയ്യാനും അത് റെഡ്യൂസ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പിന്നെ വാർഡ്രോബിന്റെ ഉള്ളിലൊക്കെ വുഡ് യൂസ് ചെയ്യുമ്പോൾ അതും ഈ പറഞ്ഞ പോലെ ഫംഗസ് വരാനും അല്ലെങ്കിൽ അത് ഗ്യാപ്പുകൾ വരുമ്പോൾ പുറത്തുനിന്ന് ഇൻസെക്ട്സ് ഒക്കെ പെട്ടെന്ന് അകത്ത് വരും, പാറ്റയൊക്കെ പുറത്തുനിന്ന് ഇരിക്കാനുള്ള പോസിബിലിറ്റി. ഇത് ചൂട് വരുന്ന കാലത്ത് ഇത് കുറച്ചും കൂടി ഒന്ന് വിടും, അപ്പൊ ഗ്യാപ്പുകൾ വരും. ഇതൊക്കെയാണ് അതിന്റെ മെയിൻ ചലഞ്ചസ് എന്ന് പറയുന്നത്. പിന്നെ ഒബ്വിയസ്ലി പ്രൈസ് വളരെ കൂടുതലാണ്, നമ്മൾ ഡയറക്റ്റ് കാർപ്പൻറ്റർ വെച്ച് ചെയ്യണം. എന്നാൽ നമുക്ക് ഒരു മിനിമൽ വുഡ് ഫിനിഷ് ഒക്കെ കൊണ്ടുവരുന്നത് എപ്പോഴും ഒരു ബ്യൂട്ടി ക്രിയേഷൻ ആണ്. ഇപ്പൊ ഫർണിച്ചറിന്റെ ലെഗുകൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റും, കോട്ടുകളിലെ ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് വുഡ് യൂസ് ചെയ്യാൻ പറ്റും. ഒബ്വിയസ്ലി വിൻഡോകൾ സ്റ്റെപ്പുകൾ യൂസ് ചെയ്യാം, സ്റ്റെയറിന്റെ റെയിലിന്റെ ടോപ്പിലൊക്കെ വുഡ് അവൈലബിൾ ആണ്, അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. ആർക്കിഡ്രൈവുകളിൽ വുഡ് യൂസ് ചെയ്യാൻ പറ്റും, വുഡ് ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇപ്പൊ ഞാൻ റീസെന്റ് ഇവിടെ ചോറ്റാനിക്കയിൽ ഒരു ക്ലയന്റ് എടുത്ത് പോയപ്പോൾ ആൾക്ക് കുറച്ച് വുഡ് ഉണ്ടെന്ന്, അപ്പൊ നല്ലതാണ് വുഡ് യൂസ് ചെയ്യാം. അപ്പൊ അവിടെ കുറെ ആർക്കിഡ്രൈവിനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. നമുക്ക് നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് കുറെ കാര്യങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടി. ഞങ്ങൾ ഡിസൈൻ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അവര് ആ വുഡ് അവർക്ക് നേരിട്ട് കാർപ്പൻറ്റർ വെച്ച് ചെയ്യിക്കാൻ താല്പര്യം, പക്ഷെ ബാക്കി കാബിനറ്ററി വർക്കുകളും മോഡുലാർ വർക്കുകളൊക്കെ നമ്മളാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അസോസിയേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു പ്രൊഫഷണൽ ആളുടെ ഗൈഡൻസിൽ അത് യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ബനസീർ. അലൂമിനിയം ഫാബ്രിക്കേഷൻ ഒരു നമ്മൾ കിച്ചണിലൊക്കെ മോഡുലാർ കിച്ചണൊക്കെ ചെയ്യുമ്പോൾ പ്രീമിയം ലുക്ക് തരില്ല എന്ന് നേരത്തെ പറയുന്നത് കേട്ടല്ലോ. അപ്പൊ ലുക്ക് ഡിപ്പെൻഡ്സ് അപ്പോൾ നമ്മളത് എങ്ങനെ കാണുന്നതനുസരിച്ചിരിക്കും. പ്രൊഡക്റ്റ് എനിക്ക് മോശം പറഞ്ഞില്ല. ഇപ്പൊ ഈ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് കമ്പനീസ് നമ്മൾ പ്രീമിയം ലുക്ക് മോഡൽ ചെയ്യുന്ന അലൂമിനിയം ഫാബ്രിക്കേഷന്റെ കമ്പനികളിലൊക്കെ ഒരുപാട് ആഡൊക്കെ കണ്ടിരുന്നു.
അല്ല അപ്പൊ നമ്മളത് ചെയ്യുന്നോണ്ട് ഈ അലുമിനിയം ഫാബ്രിക്കേഷൻ ചെയ്യുന്ന ലുക്ക് അല്ല, അല്ലാതെ എന്താണ് അതിന് കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്ന കോസ്റ്റ് മാത്രമാണോ? അതായത് അലുമിനിയം ഫാബ്രിക്കേഷൻ ഉപയോഗിച്ച് ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ഫങ്ഷണാലിറ്റി നമുക്ക് എന്ത് വേണം, നമ്മുടെ ബഡ്ജറ്റ് എത്രയാണ്, ഇതിനനുസരിച്ചാണ് നമ്മൾ അതിനെ ഡിസിഷൻ എടുക്കുന്നത്. ഇപ്പൊ നമുക്ക് ഫങ്ഷണാലിറ്റി കൂടുതൽ വേണം, നമുക്ക് ബഡ്ജറ്റ് കുറവാണെങ്കിൽ നമുക്ക് ഒബ്വിയസ്ലി കിച്ചണും വാർഡ്രോബും ഒക്കെ അലുമിനിയത്തിൽ പോകണം, കാര്യം നമുക്ക് ബഡ്ജറ്റ് അത്ര ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് അതിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല ഫിനിഷ് ഉള്ള കമ്പനികൾ, നന്നായി ചെയ്യുന്ന കമ്പനികളെ ഏൽപ്പിക്കുക. ഇപ്പൊ അലുമിനിയം തന്നെ എനിക്കറിയാം ഒരു 300 തൊട്ട് നല്ല രീതിയിൽ ചെയ്യുന്ന കമ്പനികളുണ്ട്, 2500 അലുമിനിയം മാത്രമേ ചെയ്യുന്ന കമ്പനികളുണ്ട്, അല്ലെങ്കിൽ അതിന് മുകളിൽ ചെയ്യുന്ന കമ്പനികളുണ്ട്. ഇപ്പൊ അലുമിനിയം വിൻഡോസിന്റെ കേസ് തന്നെ എടുക്കാം, പല റേഞ്ചിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്യുന്ന കമ്പനി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാനൊരു കമ്പനിയായിട്ട് സംസാരിച്ചപ്പോ ഫ്രണ്ട് ഡോർ ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും ഒരു അലൂമിനിയം ഫാബ്രിക്കേഷൻ ചെയ്ത് തരുമെന്ന് പറഞ്ഞു, നമ്മുടെ ഉള്ളിൽ ഇന്റീരിയർ വർക്ക് മുതലൊക്കെ. അപ്പൊ അങ്ങനെ ചെയ്യാൻ നല്ലതായിരിക്കുമോ? അത് നമ്മുടെ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ ഒരു ഫങ്ഷണാലിറ്റി നമുക്ക് എങ്ങനെ വേണം, അല്ലെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെയാണ് കംഫർട്ട് എന്നുള്ളതാണ്. നമ്മുടെ കംഫർട്ട് ഓക്കെ ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. അത് പെട്ടെന്ന് ചെതല് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ പ്രോബ്ലം റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ഹിഞ്ചസുകൾ എന്തെങ്കിലുമൊക്കെ എന്താ പറയാ ലൂസ് ആകാനുള്ള ഒരു പോസിബിലിറ്റിയാണ് അതിനകത്തുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ മാറ്റി ഫിക്സ് ചെയ്യുമ്പോൾ കുറച്ച് റിസ്കുകൾ അതിനകത്തുണ്ട്. അപ്പൊ ഈ മോഡുലാർ കിച്ചണും മറ്റേ സാധാ കിച്ചൺ തമ്മിൽ ഏതായിരിക്കും കുറച്ച് നല്ലത്? ഈ മോഡുലാർ കിച്ചൺ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ഫാക്ടറി മെയ്ഡ് കിച്ചൺ ആണ്. അതിനകത്ത് ഫസ്റ്റ് വരുന്ന നമുക്ക്, ഞാൻ നേരത്തെ ആൻസർ ചെയ്തതാണ്, നേരത്തെ സെഷനിൽ ഫുൾ ടൈം വേറെ ഉണ്ടായിരുന്നോ എനിക്ക് അറിയത്തില്ല, എങ്കിൽ പോലും ഞാൻ ഒന്നുകൂടെ പറയാം. മോഡുലാർ കിച്ചൺ എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി ഫാക്ടറിയിൽ നമ്മൾ പ്രസ് ചെയ്ത് ആ പ്രസ്സിംഗ് ഒക്കെ കറക്റ്റ് റേഷ്യോയിൽ വരും. അത് വളരെ ഹൈ ആയിട്ടുള്ള മെഷീൻ വെച്ചാണ് അത് കട്ട് ചെയ്യുന്നത്, അതിന്റെ എഡ്ജുകൾ. അപ്പൊ ഷാർപ്പായിട്ടുള്ള നല്ല ഫിനിഷോടുകൂടി എഡ്ജുകൾ കട്ട് ചെയ്യാൻ പറ്റും. അതിന്റെ എഡ്ജ് ബാൻഡ് എന്ന് പറഞ്ഞാൽ ഈ പ്ലൈവുഡിന്റെ ഒരു സൈഡ് ഉണ്ട് എല്ലാ ഇതിന്റെ, അതും എഡ്ജ് ബാൻഡ് ചെയ്ത് നല്ല ഫിനിഷിങ്ങോട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം ഫാക്ടറി ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി അത് ഹൈ ക്വാളിറ്റി ആയിരിക്കും. കാർപ്പൻട്രി ചെയ്യുമ്പോൾ ഉള്ള ഒരു ചാലഞ്ച് എന്ന് പറയുന്നത് മാനുവലി ആണ് ഇതെല്ലാം ചെയ്യുന്നത്. അത് എഡ്ജ് ബാൻഡ് ഒട്ടിക്കുന്നതാണെങ്കിലും അതിന്റെ ലാമിനേഷൻ ചെയ്യുന്നതൊക്കെ ആണെങ്കിലും മാനുവലി ആണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു ഡിഫറൻസ് ഉണ്ടാവും. നമുക്ക് ബഡ്ജറ്റ് ഇപ്പം അധികം സ്പെൻഡ് ചെയ്യാനില്ല, നമുക്ക് കുറവാണ് എന്നുണ്ട്. പക്ഷെ മോഡുലാർ എന്താ പറയുക വർക്ക് ചെയ്യിക്കുന്ന നല്ലൊരു കാർപ്പൻറ്ററിനെ ഐഡന്റിഫൈ ചെയ്ത് അത് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. ഓക്കെ സാർ, താങ്ക് യു. സർ, നോയൽ ജോഷി സാർ കപ്പിൾ ഓഫ് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. നോയൽ ജോഷി സാറിന് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാവോ? ഞാൻ റീഡ് ചെയ്യണോ? ഓക്കെ സർ, വേറെ ഒന്നുമില്ല. ലൈക്ക് സർ, ഇൻഡയറക്റ്റ് ലൈറ്റിംഗ് റൂമിന് കൊടുക്കാനായിട്ട്, അതായത് ഡയറക്റ്റ് ട്യൂബ് ലൈറ്റ് അല്ലാതെ ഇൻഡയറക്റ്റ് ലൈറ്റിംഗ് കൊടുക്കാനായിട്ട് സർ ഞാൻ എന്താ ഫോൾ സീലിംഗ് കൊടുക്കാതെ എങ്ങനെയെങ്കിലും ഇൻഡയറക്റ്റ് ലൈറ്റിംഗ് കൊടുക്കാനായിരുന്നു. അത് എങ്ങനെയായിരിക്കും സർ കൊടുക്കാൻ പറ്റുന്ന പോസിബിലിറ്റീസ്? അത് നമ്മള് വീട് ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ അതിനുള്ള പോസിബിലിറ്റീസ് നമുക്ക് കൊടുക്കാം. ഇപ്പൊ നമ്മളൊരു ഹോട്ടലിലൊക്കെ പോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, നമുക്ക് എന്താ പറയാ ഫുഡ് ലൈറ്റ്സുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതുപോലെയുള്ള ഓപ്ഷൻസ് നമ്മൾ നേരത്തെ തിങ്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കോട്ടിന്റെ സൈഡിലോ അല്ലെങ്കിൽ ബോട്ടത്തിലോ ഒക്കെ നമുക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഫീല് തയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ RCC വർക്കാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ നേരത്തെ ആ ലൈൻ ഒന്ന് ഫിക്സ് ചെയ്യുവാണെങ്കിൽ, അതായത് എവിടെയൊക്കെയാണ് നമുക്ക് ലൈറ്റ് വേണ്ടതെന്നുള്ളത് നമ്മൾ പ്രീ പ്ലാൻഡ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ ഇവൻ സീലിംഗ് പോലും ഇല്ലാതെ നമുക്ക് നല്ല ലൈറ്റ്, ഒരു റൂമിൽ 4 ലൈറ്റ് സീലിംഗിൽ 4 കോർണറിൽ വന്നാൽ പക്ഷെ സ്പേസിസ് പ്ലാൻ കറക്റ്റ് ആയിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കൃത്യമായിട്ട് പ്ലാൻ ഉള്ളപ്പം തന്നെ നിങ്ങൾ ഒരു ഇന്റീരിയർ ഡിസൈനിനെ കൺസൾട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ലൈറ്റിങ്ങിന്റെ പൊസിഷൻ പോലും നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്കൊരു കോട്ടിന്റെ സൈഡിൽ ഒരു ഹാങ്ങിങ് ലൈറ്റ് ഇടണം, ആ കറക്റ്റ് ആ ഫ്ലോർ പ്ലാൻ വരച്ച് ഇന്ന സ്ഥലത്താണ് കോട്ട് വരുന്നത്, ഇന്ന സ്ഥലത്താണ് അതിന്റെ സൈഡ് ടേബിൾ വരുന്നത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കറക്റ്റ് പൊസിഷനിൽ ഹാങ്ങിങ് ലൈറ്റിന് പൊസിഷൻ പറ്റും. ഇവ സീലിംഗ് ഇല്ലെങ്കിൽ പോലും നമുക്ക് അത് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പൊ അത് നമ്മൾ നേരത്തെ ഒന്ന് പ്രീ പ്ലാൻ ചെയ്യണം. പിന്നെ നമ്മൾ ഇന്റീരിയർ ചെയ്യുന്ന എല്ലാ എലമെന്റുകളിലും ഇപ്പൊ ഒരു വാൾ ക്യാബിനറ്റ് ചെയ്തു, അപ്പൊ അതിന്റെ അടിയിൽ നമുക്ക് ലൈനർ ലൈറ്റുകൾ കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയാ സീലിംഗ് ആണെങ്കിൽ പോലും നമുക്ക് വളരെ മിനിമൽ ആയിട്ട് ഒരു സൈഡ് വൈസ് മാത്രം സീലിംഗ് ചെയ്യും. അപ്പം ഇപ്പൊ കോസ്റ്റ് കുറയും, സൈഡിൽ നമുക്ക് ലൈറ്റുകൾ കൊടുക്കാൻ പറ്റും. അങ്ങനെ പിന്നെ ട്രാക്ക് ലൈറ്റുകൾ ഉപയോഗിക്കാൻ പറ്റും സീലിംഗിൽ. അപ്പൊ നമുക്ക് RPC സീലിംഗ് ആണെങ്കിൽ ട്രാക്ക് ലൈറ്റ് കൊടുത്തിട്ട് നമുക്ക് 4 ലൈറ്റ് കൊടുക്കും. അപ്പൊ അങ്ങനെ പല രീതിയിൽ നമുക്ക് ലൈറ്റുകൾ കൊടുക്കാനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. ഓക്കെ സാർ, ഓക്കെ സർ. പിന്നെ ഒരു സംശയം കൂടി, UPVs വേഴ്സസ് അലൂമിനിയം സർ, അത് ഏതായിരിക്കും സാർ പ്രിഫർ ചെയ്യണേ വിൻഡോസിന്? വിൻഡോസ് നമ്മുടെ വീടിന്റെ ഒരു എത്രത്തോളം നമ്മൾ പ്രീമിയം ആണ് നമ്മുടെ വീട് എടുക്കുന്നതനുസരിച്ചിരിക്കുന്നത്.
നമ്മൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു 3000 above സ്ക്വയർ ഫീറ്റ് വീടുകളിലാണ് നോർമലി ഇപ്പം UPVC വിൻഡോകളും അലുമിനിയം വിൻഡോകളും ഞങ്ങൾ കാണുന്നത്. നോർമലി 2500 സ്ക്വയർ ഫീറ്റ് വീടുകൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. UPVC-യെക്കാളും ഇച്ചിരി പ്രീമിയം സൈഡിലാണ് അലുമിനിയം വിൻഡോകൾ ഇപ്പോൾ നിൽക്കുന്നത്. അലുമിനിയം എന്ന് പറഞ്ഞാൽ നോർമൽ അലുമിനിയം അല്ല, ഗേജ് കൂടിയ നല്ല അലുമിനിയം. അതിന് എനിക്ക് തോന്നുന്നു മാർക്കറ്റിലെ റേറ്റ് എന്ന് പറയുന്നത് സ്ക്വയർ ഫീറ്റിന് അറൌണ്ട് 750 മുതൽ 2000 3000 വരെയുള്ള സ്ക്വയർ ഫീറ്റുള്ള ബ്രാൻഡുകളിൽ നിന്ന് അലുമിനിയം വിൻഡോകൾ അവൈലബിൾ ആണ്. UPVC വിൻഡോകളിൽ നിന്ന് അവൈലബിൾ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്, ഏകദേശം ഒരു 400 മുതൽ ഒരു 1000 റേഞ്ച് വരെ UPVC വിൻഡോകളിൽ നിന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് സ്ക്വയർ ഫീറ്റിൽ. സാറിന്റെ ഒരു പേഴ്സണൽ പ്രിഫറൻസ് എന്തായിരിക്കും ഇത് രണ്ടിലും? നമ്മള് ഒബ്വിയസ്ലി അലുമിനിയത്തിലേക്ക് പോകുമ്പോൾ ഒരു നല്ല ഹൈക്ക് വരാറുണ്ട് പ്രൈസിൽ. ബഡ്ജറ്റ് കംഫർട്ടബിൾ ആണെങ്കിൽ അലുമിനിയം പോകുക, ബഡ്ജറ്റ് ഇത്തിരി കുറവാണെങ്കിൽ നമുക്ക് ആ ഫീൽ കിട്ടാൻ വേണ്ടി UPVC പ്രിഫർ ചെയ്താലും മതി. UPVC തന്നെ പല കളർ ഓപ്ഷൻസ് ഇപ്പം വരുന്നുണ്ട് മാർക്കറ്റിൽ. പിന്നെ നമുക്ക് കുറച്ചുകൂടെ ബഡ്ജറ്റ് കുറവാണെങ്കിൽ സ്റ്റീൽ ഡോറുകൾ ഉപയോഗിക്കാനും പറ്റും. സ്റ്റീൽ ഡോർ, സ്റ്റീൽ വിൻഡോസ് ഉപയോഗിക്കാം. സ്റ്റീൽ ഡോസ് തുരുമ്പ് ലോങ് ടേം തുരുമ്പ് വരാറുണ്ടെന്നുള്ള ഒരു ഞാന് അറിഞ്ഞൂടാ, പക്ഷെ അങ്ങനെ ഒരു ഇത് കേട്ടായിരുന്നു. അങ്ങനെ ഉണ്ടോ സർ? അങ്ങനെ പ്രോബ്ലംസ് ഉണ്ടോ? എനിക്ക് അങ്ങനെ അത്ര ഒരു ഡെപ്തിൽ അതിന്റെ എക്സ്പീരിയൻസ് പറയാൻ പറ്റുന്നില്ല. പക്ഷെ എങ്കിൽ പോലും നമ്മൾ ബഡ്ജറ്റ് വൈസ് ആ തുരുമ്പിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബഡ്ജറ്റ് ഒരു കൺസേൺ ആണെങ്കിൽ നമുക്ക് തുരുമ്പ് വന്നത് ട്രീറ്റ് ചെയ്യാനുള്ള കഴിയുന്നുണ്ടല്ലോ. കാരണം നമുക്കത് പോളിഷ് റീപോളിഷ് ചെയ്തെടുക്കാൻ പറ്റും, പെയിന്റ് അടിച്ചെടുക്കാൻ പറ്റും സ്റ്റീൽ വിൻഡോസ് ആണെങ്കിൽ. ഫൈനലായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാവോ? പെട്ടെന്ന് ചോദിച്ചോ, കുഴപ്പമില്ല. ഓക്കെ, അതായത് ഞാനിപ്പോ പ്ലാൻ 2D ചെയ്തിട്ടുണ്ട് എന്റെ വീടിന്റെ. 3D പ്ലാൻ ആക്കാൻ വേണ്ടിയായിരുന്നു. 3D പ്ലാനിൽ അപ്പൊ ചെയ്തത് ഹാഫ് പോർഷൻ ലിൻഡർ പോർഷൻ ചെയ്യുന്നത്. അപ്പൊ ലിൻഡർ പോർഷൻ ചെയ്യുമ്പോൾ ലൈറ്റിങ്സിന്റെ റൂഫ് ലൈറ്റിങ്സിന്റെ ഒന്നും വരുന്നില്ല. അപ്പൊ ഇലക്ട്രീഷ്യൻ നോക്കുമ്പോഴത്തേക്കും അത് കംപ്ലീറ്റഡ് അല്ല അത്. അപ്പൊ അതുകൂടി ഉൾപ്പെടുത്തിയിട്ട് 3D പ്ലാൻ ചെയ്യണമെങ്കിൽ ഞാൻ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുന്നേ ഉള്ളൂ. പ്ലാൻ ഉണ്ട്, പ്ലാൻ ആയിട്ടുണ്ട്, പിന്നെ 2D ചെയ്തിട്ടുണ്ട്. ഫ്ലോർ പ്ലാൻ ആയി കൺസ്ട്രക്ഷൻ ചെയ്യാൻ തുടങ്ങുന്നേ ഉള്ളൂ അല്ലേ? തുടങ്ങാൻ പോകണേ. ഓക്കെ, എനിക്ക് തോന്നുന്ന ഒരു ലൈറ്റിംഗ് കൺസൾട്ടന്റിനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റും. ഈ ഏതെങ്കിലും നമ്മൾ ഇന്റീരിയർ ഡിസൈൻ കമ്പനികളെ ഫിക്സ് ചെയ്ത് അവർക്ക് അതിനകത്ത് ഹെൽപ്പ് ചെയ്യാൻ പറ്റേണ്ടതാണ്. ഇപ്പൊ നമ്മളൊക്കെ ഇന്ത്യയിൽ ചോദിക്കുമ്പോഴേ അവർ പെർ റൂം റേറ്റാ പറയുന്നത്. അപ്പൊ അത് ഹാഫ് പോർഷനെ പറയുന്നത്. ഹാഫ് പോർഷൻ മീൻസ് ലിനർ പോർഷൻ മാത്രം പറയുന്നത്. എത്ര ഏരിയ എത്ര വീണ്ടും വരുന്നത്? 1500 വരുന്നുണ്ട്. 1500 റേഞ്ച് ആണ് വരുന്നത്. അപ്പൊ നമുക്കൊരു നോർമൽ രീതിയിലുള്ള ഡിസൈൻ ആക്കിയാൽ മതിയല്ലോ അവിടെ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റിംഗ് കൂടി കിട്ടണമെങ്കിൽ ഇപ്പൊ സാർ പറഞ്ഞത് ഞാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇന്ന സ്ഥലത്ത് ലൈറ്റിംഗ് വേണം നേരത്തെ ഡിസൈൻ ചെയ്യാൻ. ഒരു കാര്യം ചെയ്താൽ മതി, ശേഷം ഒന്ന് ഫോളോ ആയിട്ട് കണക്ട് ചെയ്താൽ ഒന്ന് പേഴ്സണലി ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റും. നമ്പർ ഒന്ന് ഷെയർ ചെയ്തോളൂ ചാറ്റിൽ. സർ, ഒരു പ്രീതി മാഡം കുറച്ച് നേരമായി ഹാൻഡ് റൈസ് ചെയ്തിട്ട് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ എടുത്തിട്ട് വെക്കാൻ റാപ്പ് സർ, ഇഫ് യു ഡോണ്ട് മൈൻഡ്. പ്രീതി മാഡം. ഓക്കെ, ഞാൻ ഇപ്പൊ നമ്മൾ ഹാൻഡ് റെയിൽ ചെയ്തേ, സ്റ്റെയറിന്റെ ഹാൻഡ് റെയിൽ നമ്മുടെ റെനോവേഷൻ വർക്ക് ആണ്. ഹലോ, അപ്പൊ അത് ടീക്കൂഡിൽ ചെയ്തതാണ്. അന്നേരം അത് പക്ഷെ കണ്ടംപററി ആണ്, ഇപ്പോഴും അത് ട്രെൻഡി ആണ്, ഒരു ഭയങ്കര ട്രഡീഷണൽ അല്ല. അപ്പം അതിനെ ഫുള്ളായിട്ട് കളയാതെ സ്റ്റീലും കൂടെ മിക്സ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുമോ സ്ട്രെങ്ത്തിന്? ഇപ്പം ഇടയ്ക്ക് ഇന്റർമീഡിയറ്റ് ആയിട്ട് ഒരു 3 വൂഡും കഴിഞ്ഞിട്ട് ഒരു സ്റ്റീൽ, എന്നിട്ട് താഴെ ഒരു സ്റ്റീൽ വൂഡ്, അങ്ങനെയൊക്കെ സ്റ്റീൽ വൂഡിൽ ഫിക്സ് ചെയ്യാൻ പറ്റുമോ? അല്ല, വൂഡ് സ്റ്റീലിൽ ഫിക്സ് ചെയ്യോ, അല്ലെങ്കിൽ അങ്ങനെ പറ്റുമോ? ഡെഫിനറ്റ് ആയിട്ട് ഇത് പറ്റേണ്ടതാണ്. എന്റെ ഒരു ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്റെ ഒരു പേജ് ഉണ്ട്, നമ്മുടെ ഇൻസ്റ്റാ പേജ് ഉണ്ട്, ഡിയറസ്റ്റ് പ്രിൻസ് എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ട്. ഡിയറസ്റ്റ് പ്രിൻസ്, എന്റെ കമ്പനിയുടെ പേര് ഡിയറസ്റ്റ് എന്നാണ്. ഡിയറസ്റ്റ് പ്രിൻസ് എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ട് ഇൻസ്റ്റയില്. അതിൽ ഞാൻ ഒരു വീഡിയോ, എനിക്ക് തോന്നുന്നു സ്റ്റെയർ ഞാൻ മാറ്റി ചെയ്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നമ്മള് മോളിൽ കൊടുത്തിട്ട് ബാക്കി സ്റ്റീലിലേക്ക് പഴയ വുഡൻ സ്റ്റെയർ കാണിക്കുന്നുണ്ട്. അതിൽ അവൈലബിൾ ആണ്. കോൺടാക്ട് നമ്പർ ഉണ്ടായിരിക്കും അല്ലേ? നമ്പർ ഉണ്ട്. അന്നേരം മാമിനത് അറിയാൻ പറ്റുന്നത് എനിക്കിപ്പോ പെട്ടെന്ന് പറയാൻ പറ്റുന്നത് എന്റെ ഞങ്ങൾ ചെയ്തേക്കുന്ന ഒരു വീഡിയോ
വീഡിയോ ഇട്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അല്ല നമ്മളിപ്പം ചെയ്യിക്കാൻ ആരെയും ഫിക്സ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചത്. അത് കൺസൾട്ടിങ് ആണ് വേണ്ടതെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ സംസാരിക്കാം. ഇപ്പൊ നമുക്ക് വർക്ക് തരിക എന്നുള്ളതിനപ്പുറത്ത് നമുക്ക് ചോദിച്ച സംശയങ്ങളൊന്നും ക്ലിയർ ചെയ്യാം. അതൊന്നും വിഷയമുള്ള കാര്യമൊന്നും. ഓക്കെ സാറിന്റെ ഓഫീസ് ഒക്കെ എവിടെയായിട്ടാ വരുന്നത്? ഞങ്ങൾ ബേസ് ചെയ്യുന്നത് കൊച്ചി തന്നെയാണ്, കാക്കനാടാണ്. കാക്കനാടാണോ? അതെ അതെ. എന്റെ സർവീസ് നമ്മൾ ചിറ്റേതുറയിലാണ് നമ്മുടെ ഓഫീസ് വരുന്നത്. ഫാക്ടറി വന്നിട്ട് കാക്കനാട് തന്നെയാണ്. നമ്മൾ പാലക്കാട്. കോളോ ടീമിനെ ഒന്ന് കൺസൾട്ട് ചെയ്തോളൂ. അപ്പൊ അവരാണ് ഫ്രീസ് ചെയ്യുന്നത്. ആരുമായിട്ടാണ് നിങ്ങൾ ഇന്റീരിയേഴ്സ് പോകാൻ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മൾ മാത്രം ആയിരിക്കണം എന്നില്ല ബെറ്റർ ഓപ്ഷൻ. കിട്ടുന്നത് അവരുമായിട്ട് നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ പറയുന്നത്. അപ്പൊ നമുക്ക് സമയം നമ്മളെപ്പോഴും 1 മണിക്കൂറിന്റെ പ്രോഗ്രാം നമുക്ക് എന്തായാലും ഏപ്രിൽ 3-നുണ്ട്, 4-നുണ്ട്. അപ്പൊ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. എനിക്ക് തോന്നുന്നു എക്സ്പെക്ട് ചെയ്യാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. കാരണം കുറച്ചും കൂടി ഒരു സിവിൽ സൈഡ് ക്വസ്റ്റ്യൻസുകൾ ഉണ്ടായിരുന്നു. എനിക്ക് അതിനകത്തുള്ള ആൻസർ പറയാൻ പറ്റുന്നുള്ളത് എനിക്ക് അറിയത്തില്ല. എങ്കിൽ പോലും ഞങ്ങൾക്കൊരു കൺസ്ട്രക്ഷൻ കമ്പനി ഉണ്ട്. അപ്പൊ അതിന്റെ ബേസിലാണ് ഞാൻ ആൻസർ പറഞ്ഞത്. പറയൊക്കെ എനിക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് വോട്ട് ഓഫ് താങ്ക്സിലേക്ക് നമുക്ക് കിടക്കാം സർ. സോ നമ്മളുടെ ഡിമാൻഡ് യൂണിറ്റിന്റെ ഹെഡ് ഹാൻഡ് റൈസ് ചെയ്ത് അരുൺ മാധവൻ ഒന്ന് പറഞ്ഞു. ഓക്കെ, പെട്ടെന്ന് ചോദിക്കാവോ അരുൺ? ഹായ് അരുൺ, ഒന്ന് അൺമ്യൂട്ട് ചെയ്യാവോ? ചിലപ്പോൾ അറിയാതെ പറ്റിയതാവാം. ഓക്കെ. അരുൺ സാർ ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സെഷൻ റാപ്പ് ചെയ്യുവാണ്. ആൾക്കാണ് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും അൺമ്യൂട്ട് ചെയ്യാം. സെറ്റിംഗ്സ് മാറ്റിയിട്ടുണ്ട്. എല്ലാവരും അൺമ്യൂട്ട് ചെയ്തിട്ടായിരുന്നു സർ ചോദിച്ചത്. ഇല്ലെങ്കിൽ നമുക്ക് വൈകിട്ട് സർ. സോ ഐ ആം ഇൻവൈറ്റിംഗ് ഫ്രാൻസിസ്. ഹായ് എവരിവൺ. സോ നമ്മുടെ സെഷൻ റാപ്പ് അപ്പ് ചെയ്യുവാണ്. സോ ഇന്ന് പ്രിൻസ് ഫ്രാൻസിസ് സാർ പ്രത്യേകം പറഞ്ഞൊരു സംഭവമാണ്. ഒരു ഇന്റീരിയർ പ്രൊഫഷണൽസ്, അതായത് ഡിസൈനേഴ്സ് ഒരുപാട് പേരുണ്ട്. പക്ഷെ നല്ലൊരു പ്രൊഫഷണലിനെ കണ്ടെത്തുന്നത് ആണ് ഏറ്റവും വലിയൊരു വാല്യൂ എന്നുള്ളത്. അപ്പൊ സാർ ആ ഒരു ക്വസ്റ്റ്യൻ അഡ്രസ് ചെയ്യുന്നത് കണ്ടു. സോ കോളോ ആക്ച്വലി അലൈൻ ചെയ്തിട്ടുള്ളത് തന്നെ ഈ ഒരു വാല്യൂലാണ്. കോളോയുടെ ഹോം അഡ്വൈസറി പ്രോഗ്രാം. നിങ്ങൾ പലരും കോളോയുടെ ഹോം അഡ്വൈസറി പ്രോഗ്രാമിലൂടെ പോകുന്നവരാണ്. പോസിറ്റീവ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോ ഞാൻ ഓരോരുത്തരോടും പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് കോളോ അഡ്വൈസറി പ്രോഗ്രാം എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വെബ്സൈറ്റിൽ പോയാൽ അതിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. തികച്ചും സൗജന്യമായിട്ടൊരു അഡ്വൈസറി ബുക്ക് ചെയ്ത് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം. അതുപോലെ തന്നെ അരുൺ സാർ ചോദിക്കാനുണ്ടോ ചോദ്യം? ഹലോ, കേൾക്കാമോ? ചോദിച്ചോളൂ. ഈ മൾട്ടിവുഡില് കിച്ചൺ കബോർഡ് ചെയ്യണമെങ്കിൽ അതില് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഏതാണ്? നമ്മൾ മൈക്ക ലാമിനേറ്റ് ചെയ്യണമാണോ അല്ലെങ്കിൽ PU പെയിന്റ് അടിക്കുന്നതാണോ? അപ്പൊ അങ്ങനെ 2 അഭിപ്രായം വന്നിട്ടുണ്ടായിരുന്നേ. അപ്പൊ അത് ഏതാണ് നല്ലതെന്ന് പറയാമോ? PU ചെയ്യുമ്പോൾ നമുക്ക് ഏത് കളറും ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് അതിന്റെ ഒരു പോസിറ്റീവ് സൈഡ്. നമുക്ക് ഇഷ്ടമുള്ള കളറിലേക്ക് നമുക്ക് കൊണ്ടുപോകാം. മൈക്ക ലാമിനേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിട്ട് ലാമിനേഷൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അവൈലബിൾ ഷെയ്ഡിങ് സെലക്ട് ചെയ്യണം. രണ്ടാമത്തെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് സർഫേസ് വളരെ സ്മൂത്ത് ആയതുകൊണ്ട് അതിന്റെ പ്രസിംഗ് കൊടുക്കുമ്പോൾ അത് ഹീറ്റെക്സ് പോലെയുള്ള ഗമ്മുകൾ യൂസ് ചെയ്യണം. നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന D3 ഗമ്മുകൾ യൂസ് ചെയ്യുന്നതിന് പകരം ഹീറ്റെക്സ് ഗമ്മുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലതാണ്. പക്ഷെ ഡ്യൂറബിലിറ്റി കുറച്ചും കൂടി പെയിന്റിലാണ്. മെർക്സും ഡീമെർക്സും ഉണ്ട്. പെയിന്റ് PU പെയിന്റിലോട്ട് പോകുമ്പോൾ ഒരു 4-5 വർഷം കഴിയുമ്പോൾ പെയിന്റ് ഫെയ്ഡ് ആവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ലാമിനേഷൻ ആണെങ്കിൽ വെയിൽ കൊള്ളുന്നില്ല എങ്കിൽ, എന്ന് പറഞ്ഞാൽ സൺലൈറ്റ് ഡയറക്റ്റ് അടിക്കുന്നില്ല എങ്കിൽ അത് ലൈഫ് ടൈം നമുക്ക് ആ ഒരു ക്വാളിറ്റി കിട്ടും. സൺലൈറ്റ് അടിക്കുന്ന ഒരു സ്ഥലത്താണെങ്കിൽ നമ്മൾ സൺലൈറ്റ് അങ്ങനെ അടിക്കാറില്ല ഡയറക്റ്റ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതെ, അതില് എക്സ്പെൻസീവ് ഏതായിരിക്കും? PU എക്സ്പെൻസീവ് ആണ്. നന്നായിട്ട് PU ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പെൻസീവ് ആണ്. ഓക്കെ, താങ്ക് യു.
നസിയ മാഡം ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം സാർ. ചോദ്യം എടുക്കാമല്ലോ അല്ലേ പ്രിൻസ് സാർ? പെട്ടെന്ന് എടുത്തോളൂ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നസിയ മാഡം ചോദ്യം ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ടൊന്ന് ചോദിക്കാമോ? ഹലോ സർ, ഹായ്. നമ്മൾ ഈ കിച്ചൺ കബോർഡ് മറൈൻ പ്ലൈവുഡ് യൂസ് ചെയ്യുമ്പോൾ 710 ഗ്രേഡ് ആണ് നല്ലതെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് എങ്ങനെ ഉറപ്പുവരുത്താൻ പറ്റും നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ഒരു ഗ്രേഡിലുള്ളതാണെന്ന്? ഏറ്റവും നല്ല കാര്യം ഏത് കമ്പനിയായിട്ടാണ് ഇന്ത്യയിൽ ചെയ്യുന്നത് അവരോട് ചോദിക്കുക എന്നാണ് നിങ്ങൾ പ്രൊഡക്ഷൻ നടത്തുന്നത്, ആ ദിവസം ഞാൻ ഫാക്ടറി വന്നോട്ടേയും ചോദിക്കുക. ഒരു പെർമിറ്റ് ചെയ്യുക, ധൈര്യമായിട്ട് അവിടെ ചെയ്യുക, പ്രസ് ചെയ്യുന്നത് കാണുക, അത് ഉറപ്പുവരുത്തുക. എന്ന് പറയുന്ന പ്ലൈകൾ എല്ലാവരും പറയുമെങ്കിലും പലരും ഇൻസൈഡ് യൂസ് ചെയ്യുന്നത് കോമ്പറ്റീറ്റീവ് ആകുന്നു. പല കാര്യങ്ങളും മാർക്കറ്റിൽ നടക്കുന്നുണ്ട് ടീംസുകൾ. ഇപ്പൊ ഞാൻ ഏത് കമ്പനിയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ പ്രൈസ് ഇത്ര ഭയങ്കര കോമ്പറ്റീഷൻ വരുമ്പോൾ ആർക്കും ആ ഒരു ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാൻ പറ്റാറില്ല. അപ്പൊ അത് നമ്മൾ ആ ഒരു ഇന്റഗ്രിറ്റി ഉള്ള കമ്പനിയെ തന്നെ നമ്മൾ കണ്ടുപിടിക്കും. ഇവര് ഉറപ്പായിട്ട് അത് മാറ്റം വരുത്തില്ല. 710 പറഞ്ഞ 710, 303 പറഞ്ഞ 303 ആണ് യൂസ് ചെയ്യുന്നുള്ള ഒരു സുഹൃത്തിയുള്ള കമ്പനികളെ നിങ്ങൾ വർക്കുകൾ ഏൽപ്പിക്കുക. സർ, എക്കണോമിക്കലായിട്ട് ഏതായിരിക്കും സജസ്റ്റ് ചെയ്യുക? ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണോ അതോ ലോങ് ലാസ്റ്റിംഗ് വേണം? അങ്ങനെ ആവുമ്പോൾ ഏത് മെറ്റീരിയൽ ആയിരിക്കും സജസ്റ്റ് ചെയ്യുക? ബഡ്ജറ്റ് ഫ്രണ്ട്ലി നമ്മൾ 303 കിച്ചൺ ക്യാബിനറ്റിൽ യൂസ് ചെയ്താലും പ്രോബ്ലംസ് ഒന്നും ഇല്ല. ഇനി കുറച്ച് സ്പെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ബോട്ടം ക്യാബിനറ്റ് നമ്മൾ 710 പോയി വാൾ ക്യാബിനറ്റുകൾ 303 ചെയ്യുക. ബാക്കി കബോർഡുകളെല്ലാം 303 ചെയ്താലും മതി. സ്ക്വയർ ഫീറ്റ് എത്രയൊക്കെ ആവും അറിയാം? നോർമലി ഒരു പ്രൊഫഷണൽ കമ്പനി മോഡുലാറിൽ പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ, ഒരു പ്രൊഫഷണൽ കമ്പനി ആണെങ്കിൽ അവർക്കൊരു ടീമുണ്ട്, ഒരു ഗൈഡ് ചെയ്യുന്ന ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ 1600 മുതൽ 2400 വരെ വേരി ചെയ്യാം വെയിറ്റ് സ്ക്വയർ ഫീറ്റിന്. ഇനി അതല്ല, ചിലപ്പോൾ ഒരു മോഡുലാർ ഫാക്ടറി മാത്രമുള്ള ആൾക്കാരുണ്ട്. അതുപോലെ അവർക്ക് ഡിസൈനിലൊന്നും അത്ര ശ്രദ്ധിക്കുന്ന ആൾക്കാരായിരിക്കില്ല. അവർ ജസ്റ്റ് പ്രൊഡക്ഷൻ നടത്തി കൊടുക്കും. അങ്ങനെയൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ചെല്ലുവാണെങ്കിൽ ചിലപ്പോൾ 1400 മുതൽ നിങ്ങൾക്ക് അവൈലബിലിറ്റി കിട്ടിയേക്കാം. താങ്ക് യു നാസിയ മാഡം. അപ്പൊ നമ്മള് ഇനി റാപ്പ് ചെയ്യുവാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. സോ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും കോളോയുടെ അഡ്വൈസറി പ്രോഗ്രാം നമ്മുടെ വെബ്സൈറ്റിൽ പോയി ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ്. തികച്ചും സൗജന്യമായിട്ടൊരു അഡ്വൈസർ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ ഇനി നന്ദി ഇതിലേക്ക് കടക്കുവാണ്. ഞാൻ ആദ്യമായിട്ട് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ് സ്പീക്കർ ഡിഎസ് ലിവിങ്സിന്റെ ഫൗണ്ടറും വിഷണറി ഡിസൈനറുമായ പ്രിൻസ് ഫ്രാൻസിസ് സാറിനോടാണ്. കാര്യം സാറ് വളരെയേറെ എന്താ പറയുക, നമ്മളുമായിട്ട് ഭയങ്കരമായിട്ട് എൻഗേജ്ഡ് ആയിട്ട് കുറെ നാള് ഈ ഒരു പ്രോഗ്രാം നടത്തുന്നതിന് വേണ്ടി നമ്മുടെ ടീമുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് ഇത്രയും എലാബറേറ്റ് ആയിട്ടുള്ള ഒരു സെഷൻ, ഇന്റീരിയർ, അതും പ്രീമിയം ഇന്റീരിയർ എങ്ങനെ നമുക്ക് ചെലവ് ചുരുക്കി അല്ലെങ്കിൽ ചെലവ് ഒതുക്കി പിടിച്ച് നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാം, അതിനെ എലമെന്റ് ബൈ എലമെന്റ് ആയിട്ട് സാറിന് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുകയുണ്ടായി. അതിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ഫർണിച്ചേഴ്സ്, കർട്ടൻസ്, അതുപോലെ തന്നെ കളർ പാലറ്റ്സ്, എങ്ങനെ ഇതിന്റെയൊക്കെ ഒരു മിക്സർ കൊണ്ട് പ്രീമിയം ആയിട്ടുള്ള ഡിസൈൻ ഇന്റീരിയേഴ്സിൽ നമുക്ക് കൊണ്ടുവരാം എന്നുള്ളതിനെ കുറിച്ച് സാറ് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ സാർ ഇത്രയും സമയം നമ്മളോട് ഒപ്പം ചെലവഴിച്ചതിനും വളരെ എന്താ പറയുക എൻഗേജിങ് ആയിട്ടുള്ള ഒരു സെഷൻ എടുത്ത് നിങ്ങളുടെ ഓരോ സംശയങ്ങൾക്കും ഇന്നോട് ഉത്തരം നൽകിയതിനും നമ്മളോടുകൂടി ഇത്രയും സമയം പങ്കുവച്ചതിനും സാറിനോട് ഞാൻ വളരെ സന്തോഷപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു സോ മച്ച് പ്രിൻസ് സാർ. താങ്ക് യു വെരി മച്ച്. ഇനി എനിക്ക് നന്ദി പറയാനുള്ളത് നിങ്ങൾ ഓരോരുത്തരോടുമാണ്. ഹോം ഓണേഴ്സ്, കോളോയെ സംബന്ധിച്ച് നിങ്ങളുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുകയാണ് കോളോയുടെ ഏറ്റവും വലിയൊരു വാല്യൂ എന്ന് പറയുന്നത്. നിങ്ങളുടെ റെലവൻസ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. അപ്പോൾ ഇന്നിവിടെ ഈ പ്രോഗ്രാമിലായിരിക്കുന്നതിലും അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുകയും ഈ പ്രോഗ്രാം ഇത്രയും മനോഹരമാക്കാൻ നിങ്ങളുടെ പങ്കും ഞങ്ങൾ വളരെയേറെ സന്തോഷപൂർവ്വം ഓർക്കുന്നു. അപ്പൊ ഈ അവസരത്തിൽ നിങ്ങളോട് ഓരോരുത്തരോടുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. താങ്ക് യു എവരിവൺ. ഇനി നന്ദി പറയാൻ വളരെ വർത്തിയായിരുന്നു കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ചേക്കാളും വളരെ വർത്തിയായിരുന്നു നമുക്ക് കാര്യങ്ങളൊക്കെ. ഞാനിപ്പോ ഓൾറെഡി കുറെ ഡിസൈൻസ് ഞാനിപ്പോ മറ്റേ പാർപ്പിടം പദ്ധതിയിലൊക്കെ വന്നിട്ടുണ്ട്. നെഹ്റു സ്റ്റേഡിയത്തിൽ ഉണ്ടാവുന്നല്ലോ. അപ്പൊ അത് വിസിറ്റ് ചെയ്തിരുന്നു. അപ്പൊ പല ആൾക്കാരായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. എന്റെ പ്രൊജക്ട് ഉണ്ട്, എന്റെ ഡ്രീം പ്രൊജക്ട് ആണത്. ചെറുതാണെങ്കിലും എന്റെ ഡ്രീം തന്നെയാണത്. അപ്പൊ അത് ഭംഗിയായിട്ട് ചെയ്യാൻ തന്നെ ഞാൻ ആലോചിക്കുന്നത്. അപ്പൊ അത് അതിൻ്റെ അകത്ത് കുറെ എലമെന്റ്സ് ഇതിൻ്റെ അകത്തോട്ട് കിട്ടി. വളരെ വർത്തിയായത്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച് അനിൽ സർ. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് ആ വീട് ചെയ്യാൻ പറ്റട്ടെ, അടിപൊളിയായിട്ട് വരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ഇനി നന്ദി പറയാനുള്ളത് നമ്മുടെ കോളോയുടെ ടീമിനോടാണ്.
ഫോളോയുടെ അഡ്വൈസറി ടീം, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ടീം, അതുപോലെ തന്നെ ഡിമാൻഡ് ടീം, ഈ ഫംഗ്ഷൻ ഇത്രയും, ഈ പ്രോഗ്രാം ഇത്രയും നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്ത് ഇവിടെ സാധ്യമാക്കിയതിൽ അവരോടുള്ള നന്ദിയും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾ ചുരുക്കുകയാണ്. നമുക്ക് അടുത്ത സെഷനിൽ എല്ലാവർക്കും വീണ്ടും കാണാം. അപ്പോ ഹാവ് എ നൈസ് ഡേ. താങ്ക് യു സോ മച്ച് എവരിവൺ.